താങ്ക് യു ജിഷ മാഡം. വെൽക്കം മാം. താങ്ക് യു സോ മച്ച്. എഡിഫിക്കേഷൻ ഒക്കെ ഒത്തിരി ഒത്തിരി കൂടി. എന്തായാലും നന്ദി. ശരിക്കും ഇന്നത്തെ ഒരു ക്ലാസ് അതിനു മുമ്പ് തന്നെ എനിക്ക് ഒന്ന് രണ്ട് പേരോട് നന്ദി എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അത്രയും ചെയ്യാൻ പറ്റൂ തൽക്കാലം. സിസ്റ്റം നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്ന നല്ലൊരു എന്താണ് നല്ലൊരു ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്, അല്ലെങ്കിൽ അത് കൊണ്ടുവരാൻ ആരുടെയാണോ മനസ്സിൽ തോന്നി നമുക്കൊക്കെ അറിയാം. നമ്മുടെ TCG ഒരുപാട് ഇഷ്ടത്തോടെ, ഒരുപാട് സ്നേഹത്തോടെ, ഒരുപാട് ബഹുമാനത്തോടെ ഞാൻ ഓർക്കുന്നു. അത് ശരിക്കും മനസ്സിൽ അദ്ദേഹത്തെ ഓർത്തുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ TCG ഇപ്പൊ സിസ്റ്റം കൊണ്ടുവന്നെങ്കിലും നമുക്ക് അതിലോട്ട് വരണമെങ്കിൽ ശരിക്കും അത് അറിയാൻ പറ്റുമായിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം അത്രയും ദൂരെ ഒരു ഇത് ഡെവലപ്മെന്റ് വരുമ്പോൾ നമ്മൾ അറിയത്തൊന്നുമില്ലായിരിക്കും. അത് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്ന മൂർത്തി സാറ് ഒരു അപ്ലൈൻ എന്നുള്ള ഒരു ലെവല് മാത്രമല്ല, അതൊക്കെ എത്രയോ മുകളിൽ ശരിക്കും വലിയൊരു ഫോളോ അപ്പിലൂടെ, ഒത്തിരി നാളത്തെ ഫോളോ അപ്പിലൂടെ നമ്മളെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവന്ന മൂർത്തി സാറ്. അതൊക്കെ പറഞ്ഞ വലിയ കഥകളാണ്, സമയമില്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ മുർസാനെ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഓർക്കുന്നു, മുർസാൻ ഫാമിലി. പിന്നെ നമ്മുടെ സുജിത് സാറ് ഏത് മീറ്റിംഗ് വളരെ രസകരമായ രീതിയിൽ നല്ല ഇംപ്രസ് ആക്കി, നല്ല രീതിയിൽ നമുക്ക് ആര് കേട്ടാലും സാറിന്റെ മീറ്റിംഗ് കേട്ടാൽ അത് RCMൽ വീഴും. അത്തരത്തിൽ മീറ്റിംഗ് എടുക്കാനും ഷോപ്പിന്റെ കാര്യമായാലും എല്ലാം ഒരു ചെറിയല്ല ഒരു വലിയ എൻസൈക്ലോപീഡിയ ഓഫ് RCM സുജിത് സാറ്. പിന്നെ എന്റെ എല്ലാ റൂബി ലീഡേഴ്സ്, ഗോകുമാർ സാറ്, കേരളത്തിലേക്ക് ആസ്യം കൊണ്ടുവന്ന ഗോകുമാർ സാറ്, ഒരുപാട് നന്ദിയോടെ ഒരു അപ്ലൈൻ എന്നുള്ളതിലുപരി ഒരു ഫാമിലി ഫ്രണ്ടായും ഒരു ഫ്രണ്ടായും എന്തോ എല്ലാത്തിനും ഉപരി എല്ലാ ലീഡേഴ്സിനും, ഇപ്പൊ ഹേമ സാർ ആയാലും ഗോകുമാർ സാർ ആയാലും രഞ്ജിത്ത് സാർ ആയാലും എല്ലാവരും വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഞാൻ ഓർക്കുന്നു. പിന്നെ ഒരു റൂബിയും കൂടെ ഉണ്ട്, എന്റെ വീട്ടിലുള്ള റൂബിക്കും ഒരു ഒരു വെൽക്കം. ശരിക്കും ആ ഒരു റൂബിയും റൂബിയുടെ ഫ്രണ്ടും ഒക്കെ വിചാരിച്ചിട്ടാണ് ഞാനും ഞങ്ങളുടെ ഈ ഫാമിലി വളരെ ഹാപ്പി ആയിട്ട് ശരിക്കും പറഞ്ഞാൽ RCMൽ എൻജോയ് ചെയ്യുന്നു, അതാണ് പറയേണ്ടത്. സ്റ്റാർട്ടിംഗ് ഒക്കെ അങ്ങനെ അല്ലായിരുന്നിരിക്കും, ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന എല്ലാവർക്കും അറിയാം. അതൊരു സിസ്റ്റം സ്റ്റാർട്ടിങ് അങ്ങനെയാണ്. പക്ഷെ ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ RCM എൻജോയ് ചെയ്ത് പോകുന്ന ഒരു ഫാമിലി. പിന്നെ ശരിക്കും വരുന്ന ഇപ്പൊ മകളുടെ ഹസ്ബൻഡ് ആയാലും RCM ഫാമിലി, അത് അതിനേക്കാൾ വലിയൊരു സന്തോഷം. അപ്പൊ അങ്ങനെ വളരെ സന്തോഷകരമായ രീതിയിൽ ഒരു ഫാമിലി കൊണ്ടുപോകാനും അതില് വലിയ അസുഖങ്ങളൊന്നും ഇല്ലാതെ ശരിക്കും നന്നായിട്ട് തന്നെ ജീവിക്കാനും നമ്മളെ സഹായിക്കുന്ന RCM സിസ്റ്റം നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എന്റെ ലീഡർ മുർത്തുസലാൻ ഫാമിലി, അങ്ങനെ എല്ലാവരും. പിന്നെ എന്റെ അസോസിയേറ്റ്സ്, ഇപ്പൊ ഓരോ വർക്കിലും ഓരോ ദിവസവും ഓരോ അസോസിയേറ്റ്സും നമുക്കിപ്പോ എല്ലാവരെയും വിളിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും എല്ലാവരോടും ഒരുപാട് സ്നേഹം, ഒരുപാട് ഇഷ്ടം കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം. സിസ്റ്റം നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ നമ്മുടെ സ്കൂളിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴും അങ്ങനെ അത്രയൊരു ഇന്റിമസി ഒന്നുമില്ല. അത്രയ്ക്ക് നല്ലൊരു സിസ്റ്റത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് വരാനും അതിൽ ഇങ്ങനെ എത്തിപ്പെടാനും ഇവിടെ അത്രയും സന്തോഷത്തോടെ ജീവിക്കാനും പറ്റിയതിൽ ആദ്യമേ ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. പിന്നെ എന്റെ എല്ലാ ലീഡേഴ്സ്, എല്ലാ അസോസിയേറ്റ്സ്, എന്റെ എല്ലാ ഫ്രണ്ട്സ്, അസോസിയേറ്റ്സിനുപരി ഒരുപാട് പേര് ഫ്രണ്ട്സാണ്, ഫ്രണ്ട്ഷിപ്പായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്, ലീഡർ ആണെങ്കിലും. അപ്പൊ എല്ലാവർക്കും മീറ്റിംഗിലേക്ക് സ്വാഗതം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ സൂമിൽ വരുന്നത്. അപ്പോ എന്തെങ്കിലും ഇപ്പൊ ഈ പ്രോഡക്റ്റ് ട്രെയിനിങ് തന്നെ ഞാനൊരു പ്രതീക്ഷിച്ച ഒരു ട്രെയിനിങ് അല്ലത്. ഞങ്ങളുടെ ഇവിടെ ട്രിവാൻഡ്രം കൊല്ലം ഡിസ്ട്രിക്റ്റില് ഒരു ഗുരുകുലം ട്രെയിനിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ടോപ്പിക്ക്, ഒരു ദിവസം ഒരു പ്രോഡക്റ്റ് കിട്ടിയത് ഗാമോറേസോണ്. അപ്പൊ അത് എടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയത്, ഇത്രയൊക്കെ ഗാമോറേസോണ് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടോ, ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് ആണോ, അത്രയ്ക്ക് ബെനിഫിറ്റ് ഉള്ള. നമ്മൾ പലപ്പോഴും കേട്ടുവെങ്കിലും നമ്മളൊരു കാര്യം കൂടുതൽ സ്ട്രെസ് ചെയ്ത് പഠിക്കുമ്പോഴാണ് അത് നമ്മൾ എവിടെയൊക്കെ ഉപയോഗിക്കാം, നമുക്ക് ആർക്കൊക്കെ കൊടുക്കാം എന്നുള്ളത് ശരിക്കും നമുക്ക് മനസ്സിലാവുക. അപ്പൊ അത്രയും നല്ലൊരു പ്രോഡക്റ്റ് ട്രെയിനിങ്ങിൽ ഒരു വിധത്തിലൊക്കെ ഞാൻ പഠിപ്പിച്ചു എടുത്തു. അപ്പോ ഇന്ന് എന്റെ രണ്ടാമത്തെ ഒരു ശ്രമമാണ്. പരമാവധി ഞാൻ ശ്രമിക്കും. പിന്നെ ഞാനൊരു ഡോക്ടറോ അങ്ങനെ ഒരു റിസർച്ചോ അങ്ങനെ ഒരു ലെവലൊന്നും എനിക്കില്ല. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ മിസ്റ്റേക്ക് നിങ്ങൾക്ക് തോന്നാം, എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവാം, അതെല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട് നമുക്ക്. അപ്പൊ ഞാൻ എല്ലാവരുടെയും ഒരു കോപ്പറേഷനോട് കൂടി സ്റ്റാർട്ട് ചെയ്യുന്നു. പ്രോഡക്റ്റ് ഗാമോറേസിനുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ അവിടെ പ്രത്യേകിച്ച് ഇപ്പൊ അത് ഡോസ് ഒരെണ്ണം കഴിക്കുന്നവര്, 2 കഴിക്കുന്നവര്, 4 കഴിക്കുന്നവരൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽസ് ഒരു ഡീറ്റെയിൽ ആയിട്ട് നമുക്ക്
സ്ലൈഡ് ഷെയറിങ് വഴി നോക്കാം. അപ്പൊ ഞാൻ സ്ലൈഡ് ഷെയർ ചെയ്യാം. അതിനകത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എന്താണ് നമ്മൾ ഇതുവരെ വിചാരിച്ച പോലെ അതിനേക്കാളും കുറച്ചുകൂടെ ഒരു ഇമ്പോർട്ടൻസോട് കൂടി സിസ്റ്റം നമുക്ക് ചെയ്യാൻ പറ്റിയാല്, നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയാല് ഭയങ്കര ഒരു ഭാഗ്യമാണത്. കാരണം നമ്മൾ ആ ഒരു ബോട്ടിൽ കാണുമ്പോഴും അതിലെ നമ്പർ ഓഫ് ക്യാപ്സ്യൂൾ കാണുമ്പോഴും നമുക്ക് നമ്മൾ കഴിക്കുന്നതാണ് നമുക്ക് ഒരുപാട് ഇഷ്ടമൊക്കെ ആണെങ്കിലും അത്രയൊന്നും നമ്മൾ വിചാരിക്കില്ല അത്രയ്ക്കാണ് അതിന്റെ ഒരു ഗുണം നമ്മുടെ ബോഡിയിൽ തരുന്ന ഒരു എഫക്റ്റ് അത്രയ്ക്കാണ്. അപ്പോൾ ആ ഒരു എഫക്റ്റ് നമുക്ക് അറിയണമെങ്കിൽ കുറച്ചൊക്കെ നിങ്ങൾക്ക് ഇതിനേക്കാളും ഡീറ്റെയിൽ ആയിട്ടൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടാവാം. എനിക്ക് അറിയുന്ന ഒരു പരമാവധി നോളജ് വെച്ച് ഞാൻ ഷെയർ ചെയ്യാണ്. അപ്പൊ അതില് ഫസ്റ്റ് ഞാൻ ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ എന്നാണ്. അവിടേക്ക് അത് നമുക്ക് വലിയ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. ഫസ്റ്റ് ടൈം ഇന്ത്യ ഹെൽത്ത് ഗാർഡ് ഗാമ ഒറൈസിനോൾ. നമ്മൾ ആദ്യം കേൾക്കും, എല്ലാവർക്കും പരിചയമുള്ള ഒരു സാധനം ഹെൽത്ത് ഗാർഡ് എന്ന ഓയിലാണ്. ഹെൽത്ത് ഗാർഡ് ഓയിൽ വളരെ വിഷമുള്ള ഒരു കാര്യം പറഞ്ഞാല് നമ്മൾ വളരെ നിസ്സാരമായിട്ട് നമ്മൾ ചിലപ്പോൾ പറയും തവിടെണ്ണ. കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമം തോന്നും കേട്ടെ. കാരണം ബിനു സാർ ഇപ്പൊ ജിഷ മേഡം പറഞ്ഞ പോലെ എന്റെ കൊളസ്ട്രോൾ കൊണ്ട് ഫാമിലിയിലേക്ക് വന്നാലും കോട്ടൺ സാരി കൊണ്ട് വന്നാലും ഇത് രണ്ടും എനിക്ക് എന്തോ ഒട്ടും ഉപയോഗിക്കാൻ പറ്റാതിരിക്കലാണ്. എവിടെ കോട്ടൺ സാരി കണ്ടാലും എണ്ണ കുറച്ച് കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പരാതി ബിനു സാറിനുണ്ട്. ഞാൻ കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. നടക്കട്ടെ എന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഓരോ ദിവസം എണ്ണ എടുക്കുമ്പോഴും ഇതെന്ന് കിട്ടണേ എന്ന് സത്യമായി അങ്ങനെ അങ്ങ് ആലോചിച്ചു. അത്രയ്ക്ക് അതിനോടൊരു ഇഷ്ടം. അപ്പൊ ആ പ്രോഡക്റ്റിന് അത്ര ഒരു ഇഷ്ടവും അത്രയും ഒരു സ്നേഹവും കൊണ്ട് നമുക്ക് നന്നായിട്ട് അതൊരു പോസിറ്റീവാണ്. എല്ലാ പ്രോഡക്റ്റും അങ്ങനെ നമ്മൾ രക്ഷപ്പെട്ട്. അപ്പൊ അങ്ങനെ ഹെൽത്ത് ഗാർഡ് ഗാമ ഒറൈസിനോള് ശരിക്കും പറഞ്ഞാല് നമ്മള് ഹെൽത്ത് ഗാർഡ് വന്നതിന് ശേഷം ആണ് ഈ പ്രോഡക്റ്റ് നമുക്ക് വരുന്നതും. നമ്മൾ കുറേ മീറ്റിംഗ് ഇഷ മാഡത്തിന്റെ നല്ല അടിപൊളി മീറ്റിങ്ങുകൾ കേട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാമായിരിക്കാം. അതിന്റെ കൂടെ കുറച്ചൊരു നോളജാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പൊ അത് ഹെൽത്ത് ഗാർഡ് ഗാമ ഒറൈസിനോളില് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോവാണ്. അപ്പൊ അതിൽ ശരിക്കും പറഞ്ഞാൽ അതൊരു പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആയിട്ട് യൂസ് ചെയ്യും. നമ്മൾ ഒരുപാട് സ്ഥലത്ത് കേൾക്കുന്നതാണ് ഗാമ ഒറൈസിനോള് എക്സ്ട്രാക്ട് ഫ്രം റൈസ് ബ്രാൻ ഓയിൽ, അതായത് അരിയെടുത്ത് അവിടുന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ്. പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ്. അപ്പൊ ആന്റി ഓക്സിഡന്റ് എന്താണെന്ന് ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഞാൻ പറയാണ്. നമ്മളെ ബോഡി ഉണ്ടാക്കിയേക്കുന്ന കുറേ സെൽസ് കൊണ്ടാണ്. സുരേഷ് ക്ലാസ്സിലൊക്കെ കുറെ കേൾക്കുന്നതാണ്. നമ്പർ ഓഫ് സെൽസ്, ബോഡിയുടെ ഫണ്ടമെന്റൽ യൂണിറ്റ് ആണ് സെല്ല്, അടിസ്ഥാന ഘടകമാണ് സെല്ല്. അപ്പൊ ആ സെൽസില് ഓരോ സെൽസിലും നമ്മൾ നോക്കിയാൽ അവിടെ ഡൈജഷൻ, ദഹനമാണെങ്കിലും ശ്വസനമാണെങ്കിലും സെല്ലിന്റെ റീപ്രൊഡക്ഷനായി, സെല്ലിന്റെ എക്സ്ട്രാ വേസ്റ്റ് റിമൂവൽ, ഇങ്ങനെ കുറെ പ്രോപ്പർട്ടീസ് ഓരോ സെല്ലിനുണ്ട്. അപ്പൊ അങ്ങനെ ഓരോ സെല്ലിലും അങ്ങനെ കുറെ പ്രോപ്പർട്ടീസ് നടക്കുമ്പോൾ നമുക്ക് അതൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ സെല്ലിന് വലിയ ഉപയോഗമൊന്നും ഇല്ലാത്ത ഫ്രീ റാഡിക്കൽസ് എന്ന് പറഞ്ഞ കുറച്ച് കോമ്പൗണ്ട്സ് മോളിക്യൂൾസ് ഉണ്ടാവും. ഈ ഫ്രീ റാഡിക്കൽസ് വലിയ ബെനിഫിറ്റ് ഒന്നും സെല്ലിന് ഇല്ല. പക്ഷേ അതിന്റെ ഒരു ദോഷം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അൺസ്റ്റേബിൾ ആണ്. അപ്പൊ അൺസ്റ്റേബിൾ മീനിങ് ഒരു അൺസ്റ്റേബിൾ മോളിക്യൂള് ഒരിക്കലും അവിടെ അതുപോലെ ഇരിക്കില്ല. അത് റിയാക്ഷൻ കാണിക്കുക, എന്തെങ്കിലും റിയാക്റ്റീവ് ആകാനുള്ള ടെൻഡൻസി അത് കാണിച്ചുകൊണ്ടിരിക്കും. സ്കൂൾ ക്ലാസ്സിൽ ഇവിടെ ഞാൻ കുറച്ചൊന്ന് സയൻസിന് പറയാണ്. സ്കൂൾ ക്ലാസ്സിൽ നമ്മൾ കെമിസ്ട്രിയിലെ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഇലക്ട്രോൺ റൗണ്ട് ചെയ്യും നമ്മളിങ്ങനെ കറക്റ്റ് വട്ടമൊക്കെ വരച്ച് ഡോട്ടൊക്കെ ഇട്ട് അല്ലെങ്കിൽ ചെറിയ റൗണ്ടൊക്കെ കൊടുത്ത് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ എന്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഇതില് ഒരു ഇലക്ട്രോൺ ആണ് വരുന്നതെങ്കിൽ ഇത് അൺസ്റ്റേബിൾ ആണ്. പക്ഷെ ഒരെണ്ണം കൂടെ വന്നത് പെയർ ആയി കഴിഞ്ഞാൽ ഈ മോളിക്യൂള് സ്റ്റേബിൾ ആയി മാറി. അപ്പൊ ഈ ഒരു ഇലക്ട്രോൺ കൊടുക്കാൻ നമുക്ക് ആന്റി ഓക്സിഡന്റ് ആയ ഗാമ ഒറൈസിനോൾ ആന്റി ഓക്സിഡന്റ് ആയതുകൊണ്ട് ഇവിടെ നിന്ന് ഒരു ഇലക്ട്രോൺ അവിടെ പോയി അത് പെയർഡ് കണ്ടീഷൻ, അത് ഒരു പെയർ ആയിട്ട് തന്നെ നിൽക്കും. അപ്പൊ അവിടുത്തെ അതിന്റെ ആ ഒരു റിയാക്ഷൻ ന്യൂട്രലൈസ് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഫ്രീ റാഡിക്കൽ കൊണ്ടുള്ള ദോഷം നമ്മുടെ ബോഡിയിൽ ഇല്ലാണ്ടാക്കി. അതവിടെ ഇല്ലാന്നല്ല, അതവിടെ ശരിക്കും ഇനാക്റ്റീവ് ആയിട്ട് വെച്ചു. അപ്പൊ അങ്ങനെ അതിനെ ഇനാക്റ്റീവ് ആക്കാൻ, ഫ്രീ റാഡിക്കൽസ് ഉള്ള ദോഷം ആ സെല്ലിന് ഉണ്ടാവാതിരിക്കാൻ ഒരു ഓക്സിഡന്റ് അതിനൊരു എതിരായിട്ട് അതിനെതിരായിട്ട് ഒരു ആന്റി ഓക്സിഡന്റ് ഉണ്ടെങ്കിൽ ആ സെല്ല് സേഫായി. അതാണ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് മോളിക്യൂൾസ് ഉണ്ടാകുമ്പോൾ അതിനേക്ക് ആ ആന്റി ഓക്സിഡന്റ് നേച്ചർ ഉള്ളത് കൊണ്ട് അതിന്റെ ടോക്സിക് നേച്ചറിനെയോ അല്ലെങ്കിൽ അതിന്റെ അൺസ്റ്റേബിൾ ആയി വിഗറസ് ആയി ഒരു ശരിക്കും ഇനാക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന കണ്ടീഷന് തടയാൻ പറ്റും. അതാണ് ആന്റി ഓക്സിഡന്റ് എന്നുള്ള പ്രോപ്പർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ആന്റി ഓക്സിഡന്റ് ആണ് ഗാമ ഒറൈസിനോൾ. അപ്പൊ നെക്സ്റ്റ് സ്ലൈഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് നമ്മളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ കുറെ പ്രോപ്പർട്ടീസ് കാണാം. ഇപ്പൊ ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ തന്നെ കാണുന്ന നമ്മളൊരു ഗ്ലൂക്കോമീറ്റർ അവിടെ കാണുന്നത് ഷുഗർ നോക്കുന്നതാണ്. അപ്പൊ അത് നമുക്ക് ഡീറ്റെയിൽസ് ഞാൻ പിന്നെ എന്റെ കൂടെ ഞാൻ പിന്നീട് പറഞ്ഞു തരും. അപ്പൊ അവിടെ ഷുഗർ നോക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ ഷുഗർ കൺട്രോളിൽ ഗാമ ഒറൈസിനോൾ എന്തോ റോൾ ഉണ്ട് എന്ന് നമുക്ക് അണ്ടർസ്റ്റുഡ് ആയി.
നെക്സ്റ്റ് ഒരു കൈയും ഇതും വെച്ചേക്കുന്ന പിക്ചറാണ്. അവിടെ BP നോക്കുന്നതാണ്, അതായത് ബ്ലഡ് പ്രഷർ നോക്കുന്നതാണ്. BP എന്താന്നൊക്കെ നമുക്കറിയാം, ഡീറ്റെയിൽസും പിന്നെ പറയാം. അപ്പൊ BP കൺട്രോളിനും ഈ പ്രോഡക്റ്റിന് വലിയൊരു റോൾ ഉണ്ടെന്നുള്ളതാണ്. ഇനി തേർഡ് വരുന്ന പിക്ചറിൽ കാണിക്കുന്നത് ആളിന്റെ ബ്രെയിനിലേക്കാണ് ആരോ വരുന്നത്. എന്ന് വെച്ചാൽ അതിന്റെ ന്യൂറോ സിസ്റ്റം, നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെയും അത് അഫക്ട് ചെയ്യുന്നുണ്ട്. പോസിറ്റീവായിട്ടാണ് കേട്ടോ, പോസിറ്റീവായിട്ട് അഫക്ട് ചെയ്യുന്നുണ്ട്. നല്ല നല്ല ഫങ്ഷൻസ്, ബ്രെയിനിന്റെ ഫങ്ഷൻസ് ഒക്കെ ഇത് കൺട്രോൾ ചെയ്യാൻ ഉള്ള പവർ ഇതിനുണ്ട് എന്നുള്ളതാണ് മൂന്നാമത്തെ ആരോ. ഇനി നെക്സ്റ്റ് കുറച്ച് വണ്ണമുള്ള ഒരാളാണ് കാണിക്കുന്നത്. ആ ടേപ്പ് കൊണ്ട് കാണിക്കുമ്പോൾ നമ്മൾ ന്യൂട്രിഷാലജി ക്ലാസ്സിൽ നമ്മൾ സ്ഥിരം കാണുന്നതാണ്. അപ്പൊ അവിടെ ഒബിസിറ്റിയാണ് കാണിക്കുന്നത്. വണ്ണം നന്നായിട്ട് കൂടിയ ആളാണ്, അടിവയറ് നന്നായിട്ട് ഉള്ള ഒരാള്, വണ്ണം നല്ല കൂടിയ ആള്. അപ്പൊ അവിടെ ഒബിസിറ്റിക്കും ഇതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു തെളിവാണ് അവിടെ കാണുക. ഇനി അത് കഴിഞ്ഞ് അടുത്ത സ്ലൈഡ് കാണിക്കുന്നത് നമ്മുടെ ബ്ലഡ് പോകുന്ന കുഴലാണ്, രക്തക്കുഴലാണ്. അപ്പൊ അവിടെ നമുക്ക് രണ്ട് കുഴൽ കാണുന്നുണ്ട്. ഫസ്റ്റ് കാണുന്നതിൽ കുറച്ച് റെഡ് കളറിൽ കാണുന്ന അതിന്റെ റെഡ് സെൽസ് ആണ് ബ്ലഡ് കോർപ്പസൽ. ബ്ലഡിൽ നമ്മൾ ലിക്വിഡ് പോർഷൻ, അതായത് വെള്ളം പോലെ പോർഷനും ഉണ്ട്, സോളിഡും ഉണ്ട്. പിന്നെ കോർപ്പസൽ എന്ന പ്ലാസ്മ എന്നൊക്കെ പറയും. അപ്പൊ ഇതില് കുറച്ച് കളറിൽ, വേറൊരു കളറിൽ മഞ്ഞ കളർ പോലെ കാണുന്ന അതിന്റെ ഡെപ്പോസിഷൻ ആണ്. അപ്പൊ നമ്മൾ കഴിച്ച ഫുഡിനകത്തുനിന്നോ നമുക്ക് എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് വന്നപ്പോഴൊക്കെ ബ്ലഡ് വെസലില് രക്തക്കുഴൽ അത് അടിഞ്ഞു, അതാണ് കാണിക്കുന്നത്. സെക്കൻഡ് അതിന്റെ കൂടെ ഒരു വെസലോടെ കാണിക്കുന്നുണ്ട്, അവിടെ അങ്ങനെ അക്യുമുലേഷൻ ഒന്നും കാണുന്നില്ല. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും അടിഞ്ഞു വന്നാൽ അവിടെയും ആ അടിഞ്ഞിരിക്കുന്ന മെറ്റീരിയൽസിനെ ആ സാധനത്തെ അവിടെ നിന്ന് ഡിസോൾവ് ചെയ്ത് കളയാൻ ഗാമ റേസ് പറ്റും എന്നുള്ളതാണ് ആ ഒരു സ്ലൈഡ്. അപ്പൊ അവിടെ തന്നെ ഏകദേശം 5 നമുക്ക് പറയാൻ പറ്റും. ഇനി റൈറ്റ് സൈഡിൽ വരുമ്പോൾ നമ്മുടെ ത്രോട്ടാണ് കാണിച്ചിരിക്കുന്നത്. ത്രോട്ട് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം, അവിടെ നമുക്കുള്ള ഗ്ലാൻഡ് തൈറോയിഡ് ആണ്. നമ്മുടെ ഗ്ലാൻഡ് ഉള്ളതിൽ ഏറ്റവും വലിയ ഗ്ലാൻഡ് ആണ് തൈറോയിഡ് ബോഡിയിൽ. അപ്പൊ ആ തൈറോയിഡിന്റെ ഫംഗ്ഷനും ഇതെന്തോ ചെയ്യുന്നുണ്ട്, അവിടെയും റോളുണ്ട്. നെക്സ്റ്റ് പിക്ചറിൽ ഒരാള് അവിടെ നെഞ്ചത്ത് കൈവച്ചേക്കുന്ന ഒരു പിക്ചറാണ് കാണിക്കുന്നത്. അപ്പൊ അവിടെ നോക്കിയാലും, അപ്പോൾ ചെസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഹാർട്ടാണ്. അപ്പൊ ഹാർട്ടുമായി റിലേഷൻ ഉണ്ട്, ഹാർട്ടിന്റെ ഫംഗ്ഷനിങ് കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഒരു ഗ്യാസ്ട്രോ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റൊമക്ക്, ആമാശയം, ചെറുകുടൽ ഇതൊക്കെ വരുന്ന പോർഷനിൽ അടുത്തൊരു, അപ്പൊ ഗ്യാസ്ട്രോ ആയിട്ടും അതിന് ആ പ്രോപ്പർട്ടി ഉണ്ട്, അതിന് ഗുണങ്ങളുണ്ട്. ഗ്യാസ്ട്രോ സംബന്ധമായ അസുഖങ്ങൾക്കും അതൊരു സൊല്യൂഷൻ ആണെന്നുള്ളതാണ്. അടുത്തതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന സ്ലൈഡാണ് അത്. നമ്മൾ ന്യൂട്രിഷറിന്റെ ക്ലാസ്സിലൊക്കെ കാണുന്നതാണ്. നമ്മൾ ആന്റി ഏജിങ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു സൈഡ് നല്ല നല്ല ചുളിവുകളുള്ള ഒരു ഫേസും, ഒരു സൈഡ് നല്ല നമ്മൾ വേണ്ട ഗ്ലാസ് സ്കിൻ. ഇപ്പൊ അതൊക്കെയാണ് മോഡേൺ ട്രെൻഡൊക്കെ, അതാണ് ഗ്ലാസ് സ്കിൻ ഇതൊക്കെയാണ് കാണുക. അപ്പൊ അങ്ങനെ ആവാനും ഗാമ റെസിനോൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഒന്ന് ചുരുക്കി പറഞ്ഞ്, നമുക്ക് സമയം ഇല്ലാത്ത ഒരാളിന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോ BP-യുടെ കാര്യവും, ഷുഗറിന്റെ കാര്യവും, ബ്രെയിനിന്റെ കാര്യവും, ഒബിസിറ്റി പൊണ്ണത്തടിയുടെ കാര്യവും, ഈ രക്തക്കുഴലിന്റെ കാര്യവും, അതായത് ഹാർട്ടിന്റെ ഫംഗ്ഷനും, ത്രോട്ടിൻ്റെതും, ഇതെല്ലാം നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അവിടെ നിന്ന് ഇൻഡസ്ട്രിയൽ പ്രശ്നം എന്ന് പറയുമ്പോൾ, അപ്പൊ അടുത്തതിൽ ഒരു ഇത് വന്നത് കാണാൻ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമായിരിക്കും. ഇന്റർനാഷണൽ സ്റ്റാറ്റസ് ഓഫ് ഗാമ ഒറേസിനോൾ. ഗാമ ഒറേസിനോൾ ഇന്റർനാഷണലി അതിന് എന്തൊക്കെ സ്റ്റാറ്റസ് ആണ്, എന്തൊക്കെയാണ് അതിൽ പറയുന്നുള്ളതാണ്. കുറച്ച് ഒരു ബ്രീഫായിട്ടൊരു ഇതാണ്, വലിയ ഡീറ്റെയിൽ ഒന്നും ഞാൻ അവിടെ പറയുന്നില്ല. അപ്പൊ അതിൽ ഫസ്റ്റ് പറഞ്ഞേക്കണം മെഷ് ഡ്രഗ് ഡേറ്റാബേസ് എന്ന് പറയുമ്പോൾ മെഡിക്കൽ സബ്ജക്ട് ഹെഡിങ്സ്, അങ്ങനെയാണ് അതിന്റെ ഒരു ഫുൾ ഫോം വരിക. അങ്ങനെ ഒരു ഡേറ്റാബേസ് എടുക്കുമ്പോൾ അതിൽ ആന്റി അൾസർ ആയിട്ട് ആ ഗാമ ഒറേസിനോൾ നല്ലൊരു റോളാണ്. അപ്പൊ ആന്റി അൾസർ എന്ന് പറയുമ്പോൾ അൾസർ എന്താണ് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. നമ്മളെ ആമാശയത്തെ, അതായത് നമ്മുടെ അന്നനാളം കഴിഞ്ഞ് താഴേക്ക് വരുന്ന ആമാശയം ചെറിയൊരു പൗച്ച് പോലെയാണ്. അപ്പൊ അതിനകത്ത് ഉണ്ടാകുന്ന ഒരു ദഹനരസമാണ് ഗാസ്ട്രിക് ജ്യൂസ് അല്ലെങ്കിൽ ആമാശയ രസം. ഈ ആമാശയ രസത്തിൽ നമുക്കറിയാം, നമ്മൾ കോമൺ ആയിട്ട് കേൾക്കുന്നതാണുള്ള ഒരു ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. നമ്മളെ ബോഡിയിൽ ആവശ്യമാണ്, ഒരു ലിമിറ്റ് വരെ ആവശ്യമാണ്. പക്ഷേ ആന്റി അൾസർ എന്ന് പറഞ്ഞാൽ അൾസറിന് എതിരായി, അപ്പൊ അൾസർ വരാൻ കാരണം നമ്മുടെ ബോഡിയിലേക്ക്, നമ്മളെ ആമാശയത്തിലേക്ക് കറക്റ്റ് ഫുഡ്, കറക്റ്റ് വെള്ളം ഒക്കെ കറക്റ്റ് സമയത്ത് എന്നാൽ ഒരു ദോഷമില്ല. പക്ഷേ നമ്മുടെ ഒരു എന്താണ് ടൈറ്റായ ഷെഡ്യൂൾ നമുക്ക് പലപ്പോഴും നടക്കൂല. ചിലപ്പോൾ വെള്ളം കുറവായിരിക്കും, ഫുഡ് കിട്ടാണ്ട് വരും. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അവിടെ ആസിഡിന്റെ സെക്രീഷൻ അവിടെ അങ്ങനെ നിൽക്കും, കൂടിപ്പോവും. അപ്പൊ അങ്ങനെ പലർക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഈ ഗാമ ഒറേസിനോൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഈ ഗാസ്ട്രിക് ജ്യൂസ് ഉണ്ടാവും, ആമാശയരസം ഉണ്ടാവുമെങ്കിലും അതിന്റെ ക്വാണ്ടിറ്റി ഒന്ന് ലിമിറ്റ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടെ നമുക്ക് ഗാസ്ട്രിക് മ്യൂക്കസ് ഉണ്ടാക്കും. മ്യൂക്കസ് എന്ന് പറഞ്ഞാൽ ഒരു വഴുവഴുത്ത സാധനമാണ്, വഴുവഴുപ്പുള്ള ഒരു ഫ്ലൂയിഡാണ്. ശരിക്കും ഇങ്ങനെ കുഴകുഴായിരിക്കുന്ന ഒരു സാധനം മ്യൂക്കസ്. അപ്പൊ ആമാശയത്തിനെ കവർ ചെയ്തുകൊണ്ട് ആ മ്യൂക്കസും ഉണ്ട്, പിന്നെ അത് കൂടെ എന്നിട്ടാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് കയറുക. അപ്പൊ ഈ ആസിഡിന്റെ ഒരു ഇതൊന്നും കൂടുതൽ ആമാശയത്തിൽ ഏൽക്കാതെ ആമാശയത്തിനെ, സ്റ്റൊമക്കിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, സംരക്ഷിക്കാൻ ഈ ഒരു മ്യൂക്കസ് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഈ മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യണമെങ്കിൽ, ഉണ്ടാവണമെങ്കിൽ അവിടെ
ഗാമോറേസിന് നല്ലൊരു റോളാണ്. അത് ആക്ടിവേറ്റ് ആക്കിയാണ് അങ്ങനെ ചെയ്യാം. ഇനി നെക്സ്റ്റ് അതിന്റെ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റും നാച്ചുറൽ ഹെൽത്ത് പ്രോഡക്റ്റ് ഹെൽത്ത് മിനിസ്ട്രി ഡാറ്റാബേസ്. അവിടെയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാനൊന്നുമില്ല. ഒരു നാച്ചുറൽ ഹെൽത്ത് പ്രോഡക്റ്റ് ആണ് എന്നുള്ളത് ഹെൽത്ത് മിനിസ്ട്രി ഡാറ്റാബേസിൽ ഓൾറെഡി ഉണ്ട്. ഗാമറസിൽ അങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റ് ആണെന്നുള്ളൊരു സർട്ടിഫിക്കേഷൻ ആണത്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ ആന്റി ആങ്സൈറ്റി ഏജന്റ് ആൻഡ് ആന്റി ഹൈപ്പർ ലിപ്പിഡെമിക് ഏജന്റ്. ഈ ആങ്സൈറ്റി നമുക്ക് വളരെ നമുക്കറിയാം, വളരെ കോമൺ ആയിട്ട് നമുക്കുള്ളൊരു സംഭവമാണ്. കാരണം എന്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറഞ്ഞ, ചിലപ്പോ എന്റെ ഇത് ശരിയാണെന്ന് എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നത് എങ്ങനെയാണ്, ഒരു ഇതുള്ള ലേഡീസിനാണ് ഈ ആങ്സൈറ്റി ഭയങ്കര കൂടുതൽ. കാരണം ആ വീട്ടിലെ ഒരു പുരുഷൻ, ഒരാണാള് എവിടെയെങ്കിലും പോയാൽ ആള് കംപ്ലീറ്റ് ആ വർക്കിൽ ഇൻവോൾവ് ചെയ്ത് ആള് നന്നായിട്ട് പെർഫോം ചെയ്ത് തിരിച്ചു വരും. പക്ഷെ ഈ ആൾ അവിടെ എത്തിയോ, അതിനി അങ്ങനെ പോയി ബൈക്കിൽ പോയോ, അത് മഴ നനയോ, ഇനി കുട്ടികൾ സ്കൂളിൽ പോയോ, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വന്നോ, ഇനി വലിയ കുട്ടിയാണെങ്കിലും ജോലിക്ക് പോയിട്ട് വീട്ടിലെത്തി, ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ, ആങ്സൈറ്റി കൂടുതൽ വരുന്ന എനിക്ക് തോന്നുന്നു. ഞാൻ കണ്ടത് കൂടുതൽ ലേഡീസ് ആണ്. ജെൻസ് ഇല്ല എന്നല്ല പറയുന്നത്, അവർക്ക് ഉണ്ടാവാം, പക്ഷെ പെർസെന്റേജ് കൂടുതൽ ലേഡീസ് ആണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ഈ ഒരു മോഡേൺ ഇതിൽ ഒരുപാട് ആങ്സൈറ്റി വരുമ്പോഴത്തേക്കും, പക്ഷെ ആങ്സൈറ്റി കൊണ്ട് നമുക്ക് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഒക്കെ ഫോം ചെയ്ത് ഇല്ലാത്ത അസുഖങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അവിടെ ആങ്സൈറ്റി വന്നാലും നമ്മൾ അതിനൊരു പരിധി വരെ നമ്മുടെ ബോഡിയിൽ ഏൽക്കാതെ പ്രൊട്ടക്ട് ചെയ്യാൻ ഗാമറസിനോട് പറ്റും. അപ്പൊ നമ്മൾ ആലോചിക്കണം, നമുക്ക് ആങ്സൈറ്റി ഉണ്ടെങ്കിൽ അവിടെ ഇതായി, ഇനി നമുക്ക് അൾസർ ആണെങ്കിൽ അൾസർ വരാതെ നോക്കുന്നു. ഈ പ്രോഡക്റ്റ് ഇത് പ്രോപ്പർട്ടീസ് വരുന്നേ ഉള്ളൂ, ഒന്നും ആയില്ല. ഇനി KEGG അല്ല KEGG ആണ്, ക്യോട്ടോ എൻസൈക്ലോ പീഡിയ ഓഫ് ജീൻസ് ആൻഡ് ജീനോം എന്നാണ്. അതൊരു ഒരു G ആയി പോയതാണ്. അപ്പൊ അങ്ങനെ ഒരു റെക്കോർഡിൽ നമ്മൾ നോക്കുമ്പോൾ അത് ആന്റി ആങ്സൈറ്റി പോലെ തന്നെ ആന്റി ഹൈപ്പർ ലിപ്പിഡമിക് ആണ്. നിങ്ങൾ പേര് കേട്ടൊന്നും പേടിക്കാൻ നിൽക്കേണ്ട. ആന്റി എന്ന് പറഞ്ഞാൽ സയൻസിൽ ഓപ്പോസിറ്റ് ആയിട്ടാണ് എടുക്കുക. അപ്പൊ ഹൈപ്പർ ലിപ്പിഡിമിയ എന്ന് പറഞ്ഞാൽ ലിപ്പിഡിന്റെ അളവ് കൂടുന്നതാണ്, എന്ന് വെച്ചാൽ കൊഴുപ്പിന്റെ അളവ് കൂടുന്നതാണ്. അപ്പൊ കൊഴുപ്പിന്റെ അളവ് കൂടാതെ ആന്റി, അതിനെ തടയാൻ പറ്റുന്ന സാധനമാണ്, എന്താണ് പ്രോഡക്റ്റ് ആണ് ഗാമോറേസ്, അല്ലെ ആ എലിമെന്റ് ആണ് ഗാമോറേസിനോൾ എന്നോർത്താൽ മതി. അപ്പൊ ഇവിടെ ലിപ്പിഡ്സിനെ, കൊഴുപ്പിനെ തടയാൻ, ഇപ്പൊ കൊഴുപ്പ് കൂടിയ നമുക്കറിയാം, LDL ഒക്കെ കൂടിയാല്, ട്രൈഗ്ലിസറൈഡ് കൂടിയാലൊക്കെ നമ്മുടെ ബോഡിക്ക് നല്ല വലിയ പ്രശ്നങ്ങളാണ്. അപ്പൊ അങ്ങനെ വരാതെ അതിനെ തടഞ്ഞു നിർത്തുന്നതിന് ഒരു റോൾ ഇതിനുണ്ടെന്ന് ക്യോട്ടോ എൻസൈക്ലോപീഡിയ ഓഫ് ജീൻസ് ആൻഡ് ജീനോം ഡ്രഗ് ഡാറ്റാബേസ് എന്ന് പറഞ്ഞ ഒരു ഇതിനകത്ത് ഡാറ്റാബേസിനകത്ത് ഓൾറെഡി റെക്കോർഡഡ് ആണിത്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഉള്ളത് ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് ഇൻ ബയോളജിക്കൽ മെഡിസിൻ. അവിടെ നമുക്ക് പറയാൻ പറ്റും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത്, ഗവൺമെന്റ് ഓഫ് ഓസ്ട്രേലിയ മാത്രമല്ല, ഇനി ഇന്ത്യയിലൊക്കെ ഇങ്ങനെയൊക്കെ ആവാം. അതൊക്കെ ശരിക്കും അത് ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ഇതിന്റെ നമ്പർ ഓഫ് കൺട്രീസ് ഒക്കെ കൂടി വരാം. ഇപ്പൊ ഇത് കൊടുക്കുമ്പോൾ കുറച്ച് കൺട്രിയുടെ ഇത് മാത്രം നമ്മൾ കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഇവിടെ ബയോളജിക്കൽ മെഡിസിന്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് എന്ന് പറയാൻ കാര്യം, ഏത് ബയോളജിക്കൽ മെഡിസിൻ നമ്മൾ കഴിച്ചാലും ഒന്നിലും അതൊരു വൈറസിനെതിരെയോ, അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ആന്റി വൈറൽ ആണ്, ഇനി ആന്റി ഓക്സിഡന്റ് ആണ്, ആന്റി മൈക്രോബിയൽ ആണ്, ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. ഇങ്ങനെ കുറേ പ്രോപ്പർട്ടീസ്, ഒരു മെഡിസിൻ തരുന്ന പ്രോപ്പർട്ടീസ് ഇതിനുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അതൊരു ആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് ഇൻ ബയോളജിക്കൽ മെഡിസിൻ ആയത്. കാരണം ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ഓർക്കേണ്ടത്, എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഇതൊരു മെഡിസിൻ അല്ല, ന്യൂട്രാസ്യൂട്ടിക്കൽ ആണെങ്കിലും എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഒരു മെഡിസിൻ തരുമോ ആ പ്രോപ്പർട്ടീസ് എല്ലാം ഇവിടുന്ന് ഗാമറസിന് നമുക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് അത് ഓൾറെഡി റെക്കഗ്നൈസ്ഡ് ബൈ ന്യൂട്രാസ്യൂട്ടിക്കൽ ഓഫ് ബൈ FSSAI ആണ്, ഗവൺമെന്റ് എഫിനെ അംഗീകരിച്ച്, അങ്ങനെയൊക്കെ കുറെ ലേബലുകളുണ്ട്. അപ്പോൾ നമ്മള് വിചാരിക്കുന്നേക്കാളും ഒരുപാട് സർട്ടിഫിക്കേഷനും ഒരുപാട് നല്ല നല്ല പ്രോപ്പർട്ടീസും ഉള്ള സാധനമാണ് ആ ഒരു കുഞ്ഞു കുപ്പിക്കകത്ത് അടച്ച് നമുക്ക് എത്തിക്കുന്നത്. അപ്പൊ ഇനി മറ്റത് ബാക്കിയുള്ള ഇതിന്റെയൊക്കെ ഒരു കമ്പാരിസൺ ആണ്. നമുക്ക് ഡീറ്റെയിൽസ് ഒന്നും വേണ്ട, നിങ്ങളിപ്പോ ആമസോണിലോ എവിടെയെങ്കിലൊക്കെ നോക്കിയാൽ അതിനെ കമ്പയർ ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റുകളുടെ ഒരു ഇതാണ് കൂടുതൽ. ട്രൂലെക്സ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഗാമോറസിനോൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുള്ളത് 4200 രൂപയാണ് അതിന്റെ ക്യാഷ്, അതിന്റെ വില. നമുക്ക് ഇവിടുത്തെ എത്ര നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അടുത്ത വരുന്ന ഒരു കോൺപ്രയോ മെൻപ്രയോ എന്ന് പറഞ്ഞൊരു, അതും ഗാമറസിൽ തന്നെയാണ് അതിലുള്ള കണ്ടന്റ്. അത് 4000 റുപ്പീസ് ആണ്, 4000 രൂപയാണ്. അടുത്താണ് ഫാർമക്കേഷ്യ ഫാർമ എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ്, അതും ഗാമറസിലാണ്. അവിടെ കിട്ടുന്ന 3700 രൂപയ്ക്കാണ്. ഇനി അടുത്ത പ്രോഡക്റ്റ് ന്യൂട്രി ഗാമറസിനോൾ എന്ന് വരുന്നത് 3400 അപ്പൊ അവിടെയും നല്ല ഹൈ കോസ്റ്റ് ആണ് ഈ പ്രോഡക്റ്റിന്. അടുത്ത വരണം വുമൺ സെൻസ് ഗാമോറേസിനോൾ എന്ന് പറഞ്ഞ പ്രോഡക്റ്റിന് 3300 രൂപ നമ്മൾ കൊടുക്കണം. കുറച്ചൊക്കെ റിഡക്ഷനൊക്കെ വരുമായിരിക്കും, ഓഫ്ലൈനൊക്കെ ആകുമ്പോൾ കിട്ടുമായിരിക്കും, എന്നാൽ യഥാർത്ഥ വില ഇതാണ്. നെക്സ്റ്റ് സോഴ്സ് നാച്ചുറൽസ് ഗാമോറേസ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഉണ്ട്, അവിടെയും നമ്മൾ കൊടുക്കണം 3000 രൂപ. ഇനി ഇതൊന്നും വേണ്ട, നമുക്ക് ലോർണ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് വേറെ ഉണ്ട്, മൊത്തം പേര് വായിച്ചെടുത്തോളാം കേട്ടാ. പോകുമ്പോ ലോർണ എപ്പോ പറയുന്നുള്ളൂ. ശരിക്കും നമുക്ക് മറ്റു പ്രോഡക്റ്റിനെ സ്പെസിഫൈ ചെയ്ത് പറയണം. ഞാൻ ആ കോസ്റ്റ് കാണിക്കാൻ വേണ്ടി ഇട്ടുന്ന, അപ്പൊ 2900 രൂപ.
ഇനി റിന്യൂ ലൈഫ് ഗാമോറസ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ്, അവിടെ 2700. അപ്പൊ ഇതിനകത്ത് നമുക്ക് ഡീറ്റെയിൽസ് ഒന്നും ആവശ്യമില്ല. പക്ഷേ വേറൊരാള് വേറൊരു പ്രോഡക്റ്റ് ആൾട്ടർനേറ്റീവ് ഇല്ലേ, എനിക്ക് വേറൊരെണ്ണം കഴിക്കാൻ പറ്റൂലേ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇതൊക്കെ കാണിച്ചു കൊടുക്കാം, ഇതിന്റെ കോസ്റ്റ് കാണിച്ചു കൊടുക്കാം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഗാമോറസുള്ള ഭയങ്കര അഫോർഡബിൾ പ്രൈസിലാണ് നമുക്ക് കിട്ടുന്നതെന്ന്. അപ്പൊ ആ ഒരു അഫോർഡബിൾ പ്രൈസ് കാണിക്കാനായിരുന്നു പ്രീവിയസ് സ്ലൈഡ്, അവിടെ അല്ലാതെ വേറൊന്നുമില്ല. പിന്നെ ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ AP ഓർഗാനിക്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദുരിയില് നമ്മൾ എല്ലാവരും കൂടെ അവിടെ പോവാതിരിക്കുകയാണ്. ഒക്ടോബറോടെ നമ്മൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പിന്നെ അങ്ങോട്ട് പോകും. ഡീറ്റെയിൽസ് ഞാൻ പറയും. പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? AP ഓർഗാനിക്സ് ആണ്, ദുരിയിലാണ്. പിന്നെ നെക്സ്റ്റ് അത് ഇന്ത്യസ് ഹയസ്റ്റ് എക്സ്പോർട്ടർ, റൈസ് ബ്രാൻ ഓയിലിന്റെ ഏറ്റവും വലിയ എക്സ്പോർട്ടർ ആണ്. ബാക്കി നമുക്കറിയാം. നമുക്ക് തരുന്നത് RCM ആണ്. ഇനി ഇതൊക്കെ പറഞ്ഞാലും ആ പ്രോഡക്റ്റ് ഒക്കെ അവർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ വളരെ സ്നേഹത്തോടെ നമ്മുടെ കയ്യിൽ എത്തിക്കുന്നത് RCM ആണ്. അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റ് വളരെ അഫോർഡബിൾ പ്രൈസിൽ കിട്ടുന്നു എന്നുള്ളതാണ് ഇതുവരെ നമ്മൾ നോക്കിയത്. ഇനി ഗാമോറസിനോള് നമ്മുടെ ഇന്ത്യൻ നീഡ് ഓഫ് എവരി ഇന്ത്യൻ എന്നാണ്, നീഡ് എന്നാണ് പറഞ്ഞത്. പക്ഷെ നീഡ് അത്യാവശ്യം നമുക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് എന്നുള്ള ഒരു സ്ലൈഡാണ് അത്. നമുക്ക് എല്ലാവരും നമുക്ക് സുപരിചിതമായ ഒരു സ്ട്രക്ചർ ആണിത്, ഒരു വാക്കാണിത്. ഗാമോറസിനോൾ ഹെൽപ്സ് റിഡ്യൂസ് കൊളസ്ട്രോൾ. എന്റെ കൊളസ്ട്രോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, എനിക്ക് കൊളസ്ട്രോൾ ഒന്നിനാണ് ബെനിസാർ RCM ഒന്നാന്നും നിങ്ങൾ ടീം അംഗങ്ങളെയൊക്കെ മുമ്പ് വെച്ച് ഞാൻ തമാശയ്ക്ക് ഇത് പറയാറുണ്ട്. പക്ഷെ അതൊക്കെ തമാശയായിട്ട് തന്നെയാണ്, അല്ല നമ്മളെ വർക്ക് ചെയ്ത RCM ഒന്നും ആവില്ല. എനിക്ക് കൊളസ്ട്രോൾ വെച്ച് അങ്ങനെ ഒന്നും ആവില്ല. ഞാനതൊരു തമാശയ്ക്ക് ഞാൻ പറയാറുണ്ട്. അപ്പൊ അവിടെ റെഡ്യൂസ് കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ ഈ ആ പിക്ചറിൽ കാണിച്ചേക്കുന്ന ഒരു രക്തക്കുഴലാണ്. അതിൽ റൗണ്ട് കാണിച്ചേക്കുന്നത് പോകുന്ന RBC, റെഡ് ബ്ലഡ് കോർപ്പസിൽ, ചുവന്ന രക്താണുക്കളാണ് സാധനം ചുവപ്പ് കളർ കാണിക്കുക. പിന്നെ അതിന്റെ സെൻട്രൽ സൈഡിലും ഇങ്ങനെ ചെറിയ കൂന പോലെ ഒരു ഡെപ്പോസിഷൻ കാണിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഓർക്കേണ്ടത് ഈ രക്തക്കുഴയുടെ എന്തോ ബ്ലഡ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റും ഒരു പർട്ടിക്കുലർ ഏരിയ വരുമ്പോൾ അതിന്റെ വിഡ്ത്ത് തീരെ കുറഞ്ഞു വരും. കാരണം അതിന്റെ രണ്ട് സൈഡിലും കുറച്ച് മെറ്റീരിയൽസ്, കുറച്ച് സാധനങ്ങൾ അക്യുമുലേറ്റ് ചെയ്ത് അടിഞ്ഞിരിപ്പുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ രക്തക്കുഴലിന്റെ ഏരിയ അവിടെ കുറയാണ്. അപ്പൊ അവിടെ BP കൂടാണ്. അപ്പൊ അവിടെ കൊളസ്ട്രോൾ വരുന്ന വെച്ചാൽ അവിടെ BP കൂടെ ആയി. അപ്പൊ ഇങ്ങനെയുള്ള LDL കൊളസ്ട്രോള് അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ് ഒക്കെ നമുക്ക് വളരെ ദോഷം ചെയ്യും. അപ്പൊ അതുകൊണ്ട് കൊളസ്ട്രോൾ കാണിക്കാനാണ് ആ ഒരു സ്ലൈഡ് അങ്ങനെ കാണിച്ചേക്കുന്നത്. അപ്പൊ ഡെപ്പോസിഷൻ വരാതെ നോക്കണമെങ്കിൽ നമ്മൾ LDL വളരെ കുറച്ച് തന്നെ നമ്മൾ നോക്കണം. അപ്പൊ അതിനൊരു റോള്, കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ളൊരു റോള്, വലിയൊരു റോള് ഗാമോറസിനുണ്ട്. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വീണ്ടും നമുക്ക് അടുത്തൊരു വലിയ ഡീറ്റെയിൽസ് ഒന്നും വേണ്ടാത്തൊരു സ്ലൈഡാണ്. ഫസ്റ്റ് ടൈം ഇൻ ഇന്ത്യ. അപ്പോൾ റെക്കഗ്നൈസ് ആസ് നാച്ചുറൽ മെഡിസിൻ ഇൻ ജപ്പാൻ ആൻഡ് USA. ഒരു നാച്ചുറൽ മെഡിസിൻ ആയിട്ട് ജപ്പാനിലും USA ഒക്കെ ആൾറെഡി രജിസ്റ്റേർഡ് ആയ പ്രോഡക്റ്റ്. എന്നിട്ട് അത് ശരിക്കും ലെഫ്റ്റ് സൈഡിലെ ജപ്പാനെ കുറിച്ചുള്ള ഒരു 1-2 പോയിന്റ്സ് ഇവിടെ ഉണ്ട്. ആന്റി ഡിസ്ലിപ്പിഡമിക് ഏജന്റ്. ആന്റി ഡിസ്ലിപ്പിഡമിക് എന്ന് പറഞ്ഞാൽ ടെൻഷൻ ഒന്നും വേണ്ട, ലിപ്പിഡ്സിനെ കുറയ്ക്കുന്നു എന്നുള്ളതാണ്. ഡിസ്ലിപ്പിഡമിക് എന്ന് പറഞ്ഞാൽ അത് ലിപ്പിഡാണ്, ലിപ്പിഡ് കൂടുന്നതാണ്. ആന്റി എന്ന് പറയുമ്പോൾ അത് കുറയ്ക്കുന്നതാണ്. അപ്പൊ അവിടെയും ആ ഒരു ആന്റി ലിപ്പിഡമിക് ഏജന്റ്, ഡിസ്ലിപ്പിഡമിക് ഏജന്റ് ആയിട്ട് ജപ്പാൻ അത് ആൾറെഡി രജിസ്റ്റർ ചെയ്ത പ്രോഡക്റ്റ് ആണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത USA വരുമ്പോൾ KEGGയുടെ ഒരു ഫുൾ ഫോം ഉണ്ടായിരുന്നു, ക്യോട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു, ക്യോട്ടോ എൻസൈക്ലോപീഡിയ ഓഫ് എന്താണ്, സോറി അത് KEGG അല്ല, ക്യോട്ടോ എൻസൈക്ലോപീഡിയ ഫോർ ജീൻസ് ആൻഡ് ജീനോം. ആ ഡ്രഗ്സ് ഡാറ്റാബേസിലാണ് ആന്റി ഡിസ്ലിപ്പിഡമിക് എന്ന് വരുന്നത്. നമുക്ക് ആ പേര് വേണ്ടെങ്കിലും ലിപ്പിഡ്സിനെതിരായിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആയിട്ട്, ലിക്വിഡ് അക്യുമുലേഷനെ കൊളസ്ട്രോളിനെതിരായിട്ട് യൂസ് ചെയ്യും. ജപ്പാനിൽ രജിസ്റ്റേർഡ് ആണെന്നുള്ള സ്ലൈഡാണിത്. നെക്സ്റ്റ് വരുമ്പോൾ ഹൈപ്പോ ലിപ്പിഡമിക്. രണ്ടും ഒരേ മീനിങ് ആണ്. ഹൈപ്പോ എന്ന് വെച്ചാൽ കുറവാണ്, ലിപ്പിഡ്സ് കുറയ്ക്കുന്ന ഏജന്റ്. അപ്പൊ അവിടെയും മെഷ് ഡ്രഗ് ഡാറ്റാബേസിലും അങ്ങനെയാണ്. ഇത് ഓർത്തു വയ്ക്കാം. ഓൾറെഡി അത് കുറച്ച് കാര്യങ്ങളാലും ഓർത്തു വയ്ക്കാം. ഇനി നിങ്ങൾക്ക് ബോറടിച്ചെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ നമ്മൾ പ്രോഡക്റ്റ് പറയുമ്പോൾ ഇങ്ങനെ ഇത് ഫുൾ ഫോമും ഇതൊക്കെ വേണമെങ്കിൽ നമ്മൾ പറഞ്ഞാൽ മതി. ഒരു സ്ലൈഡ് പ്രസന്റേഷൻ ആകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പൊ നെക്സ്റ്റ് വരുന്ന ഗാമോറസ് ഇംപ്രൂവ്സ് ഹാർട്ട് ഹെൽത്ത് ആൻഡ് ലോവർ ലിപ്പിഡ് ലെവൽ. ലിപ്പിഡ് എന്ന് പറയുമ്പോൾ ഫാറ്റും ഓയിലും വരും. അപ്പൊ ആൾറെഡി അത് ആ പറഞ്ഞേക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഡോക്ടർ നീരജ് കുമാർ, അസോസിയേറ്റ് ഡയറക്ടർ കാർഡിയോളജി, മാക്സ് ഹോസ്പിറ്റൽ, ഗുർഗാവ്. ഒരു ഡോക്ടർ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ വീണ്ടും നോക്കും. അവിടെ ഗാമോറസിനോള് ഹാർട്ടിന്റെ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യുമെന്നും ഹാർട്ടിനെ നേരെ ഫങ്ഷൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്നും ലിപ്പിഡിന്റെ ലെവലിനെ കുറയ്ക്കുമെന്നാണ് അക്കോർഡിംഗ് ടു ദാറ്റ് ഡോക്ടർ പറഞ്ഞേക്കണം. നെക്സ്റ്റ് അത് ഹെൽപ്പ് ഇൻ പ്രിവെന്റിങ് ക്യാൻസർ. ഇപ്പോൾ പ്രിവെന്റിങ് നമുക്കറിയാം ക്യാൻസർ നമ്മൾ നോർമലി ഇപ്പൊ ഒരുപാട് ടൈപ്പ് ഓഫ് ക്യാൻസർ, 1-2 ടൈപ്പ് ഒന്നും അല്ല.
ഡെയിലി നമ്മളല്ലേ വീക്കിൽ നമ്മൾ എവിടെയെങ്കിലും ക്യാൻസറിന്റെ കാര്യം നമ്മൾ കേൾക്കാറുണ്ട്. നമുക്ക് ഒരുപാട് പേടിയാണ് കേൾക്കും, പലർക്കും പേടിയാണ്, പലർക്കും എല്ലാവർക്കും പേടിയാണ്. ശരിക്കും പറഞ്ഞാൽ ക്യാൻസറിന്റെ ഒക്കെ ജീൻസ് അതിന്റെ ആൾറെഡി നമ്മുടെ ബോഡിയിൽ അത് സപ്രസ്ഡ് ആണ് ഫാക്ടർ, പക്ഷെ അത് എക്സ്പ്രസ് ചെയ്യാതെ നമ്മൾ ജീവിക്കും, നമ്മുടെ ഒരു ഭാഗ്യം. അപ്പൊ എപ്പോ വേണോ അത് എക്സ്പ്രസ് ചെയ്യാന്നൊക്കെയാണ് പറയാ. ഡീറ്റെയിൽസ് ഒന്നും ഞാനിപ്പോ അത് നോക്കിയൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് അതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത് ക്യാൻസർ വരാതെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്ന. അപ്പൊ അവിടെ നമ്മൾ നോക്കേണ്ടത് ഇത് എങ്ങനെയാണ് ക്യാൻസർ വരാതെ നോക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് വേണം. ഇവിടെ ഗാമറസോൾ ആക്ടിവേറ്റ് NK സെൽ. NK സെൽ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ കില്ലർ സെൽസ് ആണ്. നമ്മളത് ഒരു മലയാളം വീഡിയോ നിങ്ങൾ എന്താ പ്രകൃതി ദത്ത കൊലയാളി കോശങ്ങൾ അങ്ങനെ എന്തൊക്കെ ഒരു മലയാള കോശം നമ്മൾ ഇതിൽ അഭയനകത്ത് നമ്മൾ കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു ഗാമറസോള് NK സെല്ലിനെ ആക്ടിവേറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ നാച്ചുറൽ കില്ലർ സെൽസിനെ അത് ആക്ടിവേറ്റ് ചെയ്യും. എന്താണ് നാച്ചുറൽ കില്ലർ സെൽസ് എന്ന് ചോദിച്ചാൽ ഒരു സെന്റൻസിലൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്, നമ്മുടെ ബോഡിയിൽ ചുമന്ന രക്താണു RBC ഉണ്ട്, WBC വൈറ്റ് ബ്ലഡ് കോർപ്പസൽ വെളുത്ത രക്താണു ഉണ്ട്. ഈ വെളുത്ത രക്താണുവാണ് നമുക്ക് അസുഖം വരാതെ നോക്കുന്നത്. ചുവപ്പാണ് നമ്മുടെ ഓക്സിജനൊക്കെ കൊണ്ടുപോകുന്നത്, ഹീമോഗ്ലോബിൻ അതൊക്കെ അറിയാം. അപ്പൊ ഇവിടെ അസുഖം വരാതെ നോക്കുന്ന ഒരു സോൾജേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് WBC ആണ്. ഈ WBCയിലെ ലിംഫോസൈറ്റ് എന്ന് പറഞ്ഞ ഒരു കണ്ടന്റ്, ഒരു ഫാക്ടറാണ് അവിടെ വരുന്ന NK സെൽസ് എന്ന് പറഞ്ഞത്. അപ്പൊ ലിംഫോസൈറ്റിന്റെ ആക്ടിവേറ്റ് ആക്കിയെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ, നമ്മുടെ സെല്ലില്, നമ്മുടെ ശരീരത്തില് അതിന്റെ ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ലിംഫോസൈറ്റ് ആണ്. അപ്പൊ അതിനെ ആക്ടിവേറ്റ് ചെയ്യാൻ ആർക്ക് പറ്റും? ഗാമറസോളിന് പറ്റും. ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി എങ്ങനെയാണ് ആ NK സെൽസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് എന്നുള്ളതും. ഇനി ഇത് ഇൻഹിബിറ്റ് ആൻജിയോജനസിസ്, അതൊരു പുതിയ ടേമാണ് നമുക്ക്. ആൻജിയോജനസിസ് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ, നിങ്ങൾ സിമ്പിളായിട്ട് ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, നമ്മുടെ ബോഡിയിൽ രക്തം ഒഴുകുന്ന രക്തക്കുഴലിലൂടെയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒഴുകുന്ന ആവശ്യമുള്ള രക്തക്കുഴലെല്ലാം നമ്മുടെ ബോഡിയിൽ വലിയ ബ്ലഡ് വെസൽ, അതായത് ഹാർട്ടിൽ നിന്ന് തുടങ്ങുന്ന ആർട്ടറിയും ഹാർട്ടിലേക്ക് തീരുന്ന, ബോഡിയുടെ പല ഭാഗത്തും തുടങ്ങി ഹാർട്ടിലേക്ക് തീരുന്ന വെയിൻസും, അതുകൂടാതെ കുഞ്ഞു കുഞ്ഞു ബ്ലഡ് വെസലായ ക്യാപ്പിലറീസും ഇഷ്ടംപോലെ നമുക്കുണ്ട്. ഇഷ്ടംപോലെ ക്യാപ്പിലറീസ് ഉണ്ട്. പക്ഷേ ഈ ആൻജിയോജനസിസ് പറയുമ്പോൾ പുതിയതായിട്ട് ബ്ലഡ് ക്യാപ്പിലറീസ് ഫോം ചെയ്യും. ആക്ച്വലി നമുക്കത് ആവശ്യമില്ലാത്ത ബ്ലഡ് ക്യാപ്പിലറീസ് ഫോം ചെയ്യും. അപ്പൊ അങ്ങനെ ഫോം ചെയ്ത് വരുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഈ അധികം ബ്ലഡ് വെസൽ ഫോം ചെയ്തു, ക്യാപ്പിലറീസ് കുഞ്ഞു ബ്ലഡ് വെസൽ പോലെ ഫോം ചെയ്താല് അത് കൊണ്ടുവരുന്നത് ബ്ലഡ് ആണ്. അപ്പൊ ആ ഏരിയയിലേക്ക് ബ്ലഡിന്റെ കണ്ടന്റ്, ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടായി വരും. ഈ ബ്ലഡ് വെറുതെ വരുന്നതല്ല, ആ ബ്ലഡ് വരുന്നതിന്റെ കൂടെ തന്നെ ബ്ലഡിലൂടെ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഡൈജസ്റ്റ് ചെയ്ത് ഫുഡിന്റെ മോളിക്യൂളും, അതായത് ഗ്ലൂക്കോസ് ആയാലും പ്രോട്ടീൻ, അമിനോ ആസിഡ്, ഇങ്ങനെ ആവശ്യമുള്ള ഫുഡ് ന്യൂട്രിയൻസ് കൂടെ വരും, കൂടെ ഓക്സിജനും വരും. ഇപ്പൊ ന്യൂട്രിയൻസും ഓക്സിജനും ഒരു സെല്ലിന് ആവശ്യത്തിലധികം കിട്ടിക്കഴിഞ്ഞാൽ അത് വെറുതെ ഇരിക്കില്ല, അത് കൺസ്യൂം ചെയ്യും. പെട്ടെന്ന് തന്നെ ഒരു ഷോർട്ട് പീരീഡിൽ തന്നെ ആ സെല്ല് വളരെ വലുതായിട്ട് വളരും, പെട്ടെന്ന് വളരും. അങ്ങനെ പെട്ടെന്ന് വളരുകയും ചെയ്യും. ഒരു പർട്ടിക്കുലർ ഏജ് എത്തിയാണ് സാധാരണ സെല്ല് ഡിവൈഡ് ചെയ്യുക. പക്ഷേ ഇതിന്റെ ഒരു പ്രോസസ്സ് കാരണം വളരെ പെട്ടെന്ന് ഈ സെല്ല് ഡിവൈഡ് ചെയ്യും. അപ്പൊ പെട്ടെന്ന് സെല്ല് ഫോം ചെയ്യും, പെട്ടെന്ന് ഡിവൈഡ് ചെയ്യും. അപ്പൊ അൺകൺട്രോൾഡ് ആയിട്ട് സെല്ലിന്റെ ഫോർമേഷൻ ഉണ്ടാവും, ഡിവിഷൻ ഉണ്ടാവും. അപ്പൊ അവിടെ അങ്ങനെ ഇറഗുലർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഷേപ്പിലോ ഒക്കെ കുറച്ച് സെൽസ് ഇങ്ങനെ ഫോം ചെയ്യുമ്പോൾ നമ്മൾ ട്യൂമർ എന്നൊക്കെ പറയാം, മുഴ. അപ്പൊ അങ്ങനെ വരാതെ ഈ ആൻജിയോജനസിസ്, പുതിയ ബ്ലഡ് വെസൽസ്, ബ്ലഡ് ക്യാപ്പിലറീസ് ഫോം ചെയ്യാതെ അതിനെ തടഞ്ഞു വെക്കാൻ ആർക്ക് പറ്റും? NK സെല്ലിന് പറ്റും. അതായത് ഈ NK സെല്ലിനെ ആക്ടിവേറ്റ് ചെയ്യാൻ ആർക്ക് പറ്റും? ഗാമയ്ക്ക് പറ്റും. അതുകൊണ്ടാണ് ക്യാൻസർ എന്ന ആളിൽ ഈ മുഴയൊക്കെ വന്നാൽ പോലും ഇത് കൊടുത്തു കഴിയുമ്പോൾ മുഴയുടെ ആ ഒരു സൈസ് കുറഞ്ഞു വരാനും, ഭാഗ്യം ഉണ്ടെങ്കിൽ ഫുൾ അത് ഇല്ലാണ്ടാവാനും കുറച്ചൊക്കെ ഒരു സ്റ്റേജ് അനുസരിച്ചാണ്. സ്റ്റാർട്ടിങ് സ്റ്റേജൊക്കെ നമുക്ക് നല്ല ക്യൂർ ആകും, കുറച്ചൊക്കെ ഫൈനലൊക്കെ ആയപ്പോൾ നമുക്ക് പറയാൻ പറ്റൂല. അപ്പൊ അതിന്റെ ഗ്രോത്ത് ഫർദർ അങ്ങനെയുള്ള വേണ്ടാത്ത സെല്ലിന്റെ ഡിവിഷനും അതിന്റെ അത് മുഴയായിട്ട് മാറുന്നതും ഒക്കെ തടയാൻ ഗാമറസോൾ പറ്റും. അപ്പൊ നമ്മൾ ഓർക്കണം, നമ്മൾ കാണുന്ന ഈ ബോട്ടിലിരിക്കുന്ന ഈ കുഞ്ഞു ക്യാപ്സ്യൂളിന് എത്രത്തോളം പ്രോപ്പർട്ടി, എത്രത്തോളം ഗുണങ്ങളാണ് നമുക്കുള്ളത് നമ്മൾ പോലും ചിന്തിച്ച് കാണൂല. നമ്മൾ ആവശ്യം വന്നപ്പോൾ നമ്മൾ ഗാമറസോൾ കിട്ടുമെന്ന് പറഞ്ഞ് വന്നതൊന്നുമല്ല. പക്ഷേ നമ്മളതിൽ വന്നതുകൊണ്ട് മാത്രം നമുക്ക് ഇത്രയും വില കുറച്ച് ഈ ഒരു എന്താണ് ന്യൂട്രാസ്യൂട്ടിക്കല് നമ്മൾ കഴിക്കാൻ നമുക്ക് കിട്ടുമെങ്കിൽ, വേറെ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റും. നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണല്ലേ. അപ്പൊ ആർസിഎമ്മിൽ വന്നുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം. അപ്പൊ ഇവിടെ ക്യാൻസറിനെ അത് എങ്ങനെ പ്രിവെന്റ് ചെയ്യുന്ന ആരെങ്കിലും കഴിഞ്ഞ ദിവസം ഇത് പറയാൻ ഒരു കാര്യം കൂടെ ഉണ്ട്, ഡീറ്റെയിൽസ് വേണ്ടെങ്കിൽ ഞാൻ പറയാണ്. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഇത് ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്തപ്പോൾ എന്റെ അടുത്ത് ഒരു ലേഡി ചോദിച്ചു, മാഡം ഇത് പറയാൻ ഹെർബാ ലൈഫ് വേറെ എന്തൊക്കെ പേര് പറഞ്ഞു, അവർക്കൊക്കെ ഈ ക്യാൻസറിനെ തടയാനുള്ള പ്രോഡക്റ്റുകൾ അവരെല്ലാം തരുന്നുണ്ട്, മാഡത്തിന് പറയാൻ പറ്റൂ ഇത് എങ്ങനെ തടയൂന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ അന്നേരം ഒന്ന് ഞെട്ടി. കാരണം കറക്റ്റ് ഇത് എങ്ങനെ തടയുന്ന, ക്യാൻസറിനെ തടയും, ക്യാൻസറിനെ തടയുന്നതന്നെയല്ലോ നമ്മൾ പഠിക്കുന്നത്.
അല്ലാതെ അപ്പൊ എങ്ങനെ തടയും ഡീറ്റെയിൽസ് ഒന്നും വലിയ കാര്യമായിട്ടൊന്നും എനിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ക്യാൻസർ എന്ന് വെച്ചാൽ അൺകൺട്രോൾ ആയിട്ട് സെല്ല് ഡിവൈഡ് ചെയ്ത് മുഴയൊക്കെ അറിഞ്ഞൂടെ, ട്യൂമർ, അപ്പൊ ട്യൂമർ ഒന്നും വരൂല അങ്ങനെ. അപ്പോഴും ഈ എൻഗേ സെല്ലെന്നോ അല്ലെങ്കിൽ നാച്ചുറൽ കില്ലർ ഒക്കെ പിന്നെ ഗാമറസ്ട്രോളായിട്ടാണ് അറിയുന്നത്, ഡീറ്റെയിൽ നോക്കുമ്പോഴാണ് അറിയുന്നത് ഗാമറസ്ട്രോൾ ഇങ്ങനെ എൻഗേ സെൽ ആണെന്നും അത് ലിംഫോസൈറ്റ് ആണെന്നും അതിനെ ആക്ടിവേറ്റ് ചെയ്യുമെന്നും അത് ആന്റിജനസിസ് ഉണ്ടാവാതെ നോക്കും എന്നൊക്കെ അറിയുന്നത് പിന്നീടാണ്. അപ്പൊ നമ്മളിത് പഠിച്ചു വെച്ചാൽ ഇങ്ങനെ നമ്മളോട് ചോദിക്കുന്നവർക്ക്, അല്ലാതെ നമ്മളിതൊന്നും പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കേണ്ട, ഇതൊന്നും ഡീറ്റെയിൽസ് ഒന്നും അവരോട് പറയാൻ നിൽക്കണ്ട. പക്ഷെ എങ്ങനെ അത് ക്യാൻസറിനെ തടയും, എങ്ങനെ ട്യൂമറിനെ കുറയ്ക്കും, അല്ലെങ്കിൽ എങ്ങനെ ട്യൂമർ വരാതെ നോക്കും, ഈ ഗാമറസ്ട്രോൾ എന്ത് ചെയ്യും നിങ്ങളുടെ ബോഡിയിൽ എന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ വാക്കിൽ അത് പറയാൻ പറ്റണം. അത് എൻഗേജ് നാച്ചുറൽ കില്ലർ സെൽസ് എന്ന് പറഞ്ഞില്ലെങ്കിൽ ലിംഫോസൈറ്റിന് നമുക്ക് ഇമ്മ്യൂണിറ്റി തരുന്ന ആ ബ്ലഡ് എന്താണ് വൈറ്റ് ബ്ലഡ് കോർപ്പസലിനെ ഉണ്ടാക്കുക, അതിന്റെ ഫംഗ്ഷനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ പിന്നെ പുതിയ ബ്ലഡ് വെസൽ ഉണ്ടാവുന്നില്ല. സെൽസിനുള്ള ഫുഡും ഓക്സിജനൊക്കെ ആവശ്യത്തിന് മാത്രം കിട്ടിയാൽ അത് അവിടെ ഒരു കണക്കിനെ വളരുള്ളൂ. അധികം ആകുമ്പോഴാണ് പെട്ടെന്ന് പെട്ടെന്ന് വളരുന്നത്, പെട്ടെന്ന് പെട്ടെന്ന് മുഴയാവുന്നത്, നമുക്ക് വേണ്ടാത്തടത്തൊക്കെ മുഴകളൊക്കെ ഫോം ചെയ്യുന്നത്. ബേസിക് ഇത് ഒരു റീസൺ ആണ്. ഇത് വരാൻ വേറെ റീസൺസ് ഒക്കെ ഒരുപാടുണ്ട്. ഡീറ്റെയിൽസ് നമുക്ക് പിന്നെ നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടും. അടുത്തതും സെയിം സ്ലൈഡ് തന്നെയാണ്, ഗാമ ഒറൈസിനോൾ ഫോർ ക്യാൻസർ പ്രിവെൻഷൻ. ഇപ്പൊ ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യുന്നത്, ഇപ്പൊ ആൾറെഡി ഞാൻ പറഞ്ഞു ക്യാൻസറിന്റെ ഒരു കുറച്ച് പോയിന്റ്സ് ഞാൻ പറഞ്ഞു. ഇപ്പൊ ഇതിന് ക്യാൻസർ പ്രിവെൻഷന് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞ ഒരു ഡോക്ടർ ഒരു ഇതാണ് കാണിച്ചത്, രാഹുൽ ഭാർഗവ, HOD ആൻഡ് ആണ് MBBS MD DPharm ഫോർട്ടിസ് മെമ്മോറിയൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഗുരുഗ്രാം. അവിടുത്തെ ഒരു ഡോക്ടർ സർട്ടിഫിക്കേഷൻ ഗാമ റെസിനോൾ ക്യാൻസർ പ്രിവെൻഷന് വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണെന്നുള്ളതാണ്. ഇനി അടുത്തത് നമുക്ക് നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞു, നമുക്ക് റീസെന്റ് അല്ല, പണ്ട് ആങ്സൈറ്റി ഒക്കെ ഉണ്ട്, പക്ഷെ ഇപ്പത്തി കൂടുതലാണ്. അപ്പോൾ ഒരു ഇതാണ് ആന്റി ആങ്സൈറ്റി ഏജന്റ് ആയിട്ട് ഗാമറസിനോൾ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ ആ പിക്ചർ കണ്ടാൽ, ഫോട്ടോ കണ്ടാൽ അവർക്ക് ഒരു ആങ്സൈറ്റി ഇല്ല, അവര് അതൊക്കെ ഇത് കഴിച്ചിട്ട് വളരെ ഫ്രഷ് ആയിട്ട് കിടക്കുന്നതാവല്ലേ, നല്ലൊരു സ്മൈലിംഗ് ഫേസ്, ആങ്സൈറ്റി ഉള്ള ഫേസ് ഒന്നും അല്ല. അപ്പൊ അങ്ങനെ നമുക്ക് ആങ്സൈറ്റി ഇല്ലാണ്ടാക്കാൻ ഇതിന് പറ്റും. അവിടെ ഇവിടെയും നിങ്ങൾ അത് പറയുമ്പോൾ ആരെങ്കിലും ചോദിക്കാം, നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും ആങ്സൈറ്റി ഉണ്ടാവാതിരിക്കാൻ നിങ്ങളുടെ പ്രോഡക്റ്റിൽ എന്തെങ്കിലും ഉണ്ടാ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒന്ന് രണ്ട് കാര്യങ്ങളെല്ലാം അവിടെ പറയാൻ പറ്റും. നമുക്കറിയാം നമ്മുടെയൊക്കെ മൂഡ് സ്വിങ്സിനെയൊക്കെ ഒന്ന് ചേഞ്ച് ആക്കി നല്ലൊരു പോസിറ്റീവ് ആക്കി നല്ലൊരു പ്ലഷറബിൾ ആക്കി വെക്കാൻ, നല്ലൊരു ഇംപ്രസീവ് ആയിട്ട് വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ഹോർമോൺ നമ്മുടെ ബോഡിയിലുണ്ട്. അതിലൊന്നാണ് ഡോപ്പമിൻ. അപ്പോൾ സെറാട്ടോണിൻ, ഡോപ്പമിൻ, ഇതൊക്കെ നിങ്ങൾ കേട്ട് കാണും. അപ്പൊ ഇതിനെയൊക്കെ കറക്റ്റ് കുറയ്ക്കുന്നു കൂട്ടുന്നു എന്നല്ല, കറക്റ്റ് റെഗുലേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ, കൂട്ടുന്നു എന്ന് വെച്ചാലും കുറയ്ക്കുന്നു എന്ന് വെച്ചതിനേക്കാളും നല്ലത് നമ്മൾ അതിനെ കറക്റ്റ് റെഗുലേറ്റ് ചെയ്ത് ക്രമീകരിച്ച് കൊണ്ടുപോകാൻ, ക്വാണ്ടിറ്റി കറക്റ്റ് ആക്കി കൊണ്ടുപോകാൻ സഹായിക്കുന്നത് ഗാമറസിനോൾ. അപ്പൊ ആങ്സൈറ്റി കൂടുതലുള്ളവർക്ക് വേണമെങ്കിൽ കൂടുതൽ നമ്പറൊക്കെ കഴിക്കാം കേട്ടോ. കാരണം ലേഡീസിന് ആങ്സൈറ്റി, ഞാൻ ലേഡിയായിട്ട് തോന്നിയിരിക്കും, എനിക്ക് കുറച്ച് ആങ്സൈറ്റി കൂടുതലാണ്. ആവശ്യമില്ലാത്തതാണെങ്കിലും ചില സമയത്ത് നമുക്ക് ആവശ്യമില്ലാത്തൊക്കെ ചില സമയത്ത് തോന്നൂലേ, അങ്ങനെയൊക്കെ ആവാം. അപ്പൊ ആ ഒരു ആങ്സൈറ്റി ഏജന്റ് ആയിട്ട്, ആന്റി ആങ്സൈറ്റി ഏജന്റ് ആണ്. ആങ്സൈറ്റി കൊണ്ട് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഒക്കെ ഫോം ചെയ്ത് സെൽസിനകത്തുള്ള ഫ്രീ റാഡിക്കൽസിനെയൊക്കെ ബാധിച്ച് അങ്ങനെയൊക്കെ വരുന്ന ഒരു കണ്ടീഷൻ വരുമ്പോൾ ഇതൊന്നും വരാതെ നമുക്ക് നോർമൽ ആയിട്ട് ഒരു ആങ്സൈറ്റി ഫ്രീ ബോഡിയാക്കി നോക്കി വെക്കാൻ പറ്റും ഗാമറസിനോൾ യൂസ് ചെയ്താൽ. അപ്പൊ ആങ്സൈറ്റി ഇല്ലാത്തവർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി നെക്സ്റ്റ് സ്ലൈഡ് പറയുന്നതിന് മുമ്പ് ഞാൻ അടുത്തൊരു സ്ലൈഡ് പറഞ്ഞിട്ട് പറയാം. ഗാമറസിനോൾ ഇസ് എ നാച്ചുറൽ സ്ലീപ്പിംഗ് എയ്ഡ്. നമ്മുടെ ഒരു ഡെയിലി ലൈഫിൽ, ഒരു മോഡേൺ ലൈഫിൽ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ഭയങ്കര ടെൻഷനാണ്. ആരായാലും ഇപ്പൊ ടെൻഷൻ ഇല്ലാത്ത ആളിന് RCMൽ ടെൻഷൻ ഇല്ല, RCMൽ നമുക്ക് ഭയങ്കര എൻജോയ്മെന്റ് ആണെന്നൊക്കെ പറയില്ല, ടെൻഷനൊക്കെ ഉണ്ടാവാറുണ്ട്. റീസൺ ഒക്കെ നമുക്ക് കുഞ്ഞു റീസൺ പോലെ ടെൻഷൻ ഉണ്ടാവാൻ, ടെൻഷന് വലിയ കാര്യമൊന്നും വേണ്ട. അപ്പൊ അങ്ങനെ ടെൻഷനൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അവിടെ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഉറക്കം ഉണ്ടാവില്ല. കൂടുതൽ ടെൻഷൻ അടിച്ചാലും പിന്നെ നമ്മുടെ മൈൻഡ് ഡിസ്റ്റർബ് ഒന്നും ഉറക്കം വരില്ല. അപ്പൊ ഈ ഒരു ഗാമറസിനോൾ നാച്ചുറൽ ആയിട്ടൊരു സ്ലീപ്പിംഗ് എയ്ഡ് ആണ് എന്ന് പറഞ്ഞ ഡോക്ടർ സർട്ടിഫിക്കേഷൻ ആണത്. ഡോക്ടർ പ്രതിഭ ദോഗ്ര സീനിയർ കൺസൾട്ടന്റ് ആണ്, ഹെഡ് റെസ്പിറേറ്ററി ആൻഡ് സ്ലീപ്പ് മെഡിസിൻ, ശരി, ഗുരുഗാം. അത് ഗുരുഗാം തന്നെയാണ് സ്ഥലം. അപ്പൊ ഈ ഒരു ഡോക്ടർ സർട്ടിഫിക്കേഷൻ ആണ് ആ ഒരു പോയിന്റ്. ഇനി നമുക്കിപ്പോ ഉറക്കമില്ല, അത് ഉറങ്ങാനൊരു നല്ല പ്രോഡക്റ്റ് ആണെന്ന് പറയുമ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചത് ഉറങ്ങാൻ വേണ്ടി കഴിഞ്ഞാൽ പറഞ്ഞു, നിങ്ങൾക്ക് ഉറക്കമില്ലല്ലോ. അല്ല, ഉറങ്ങാൻ വേണ്ടി പ്രോഡക്റ്റ് നമ്മൾ സെർച്ച് ചെയ്താൽ കിട്ടും മാഡം എന്ന് പറഞ്ഞു. ഞാൻ അന്നൊന്നും സെർച്ച് ചെയ്തില്ല, പക്ഷെ ഇപ്പൊ സ്ലൈഡ് വന്നപ്പോഴാണ് ഞാനും കണ്ടത്. ഇത് ഉറങ്ങാൻ വേണ്ടി മാത്രം ഒരു പ്രോഡക്റ്റ്, അതായത് ഇങ്ങനെ ഒരു ക്വാളിയാനായിട്ട് എന്നൊരു പ്രോഡക്റ്റ് നമുക്ക് ഇതിനകത്ത് ആമസോണിലൊക്കെ കാണും, നിങ്ങൾ നോക്കിയാല്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അത് ഉറങ്ങാൻ വേണ്ടി മാത്രമാണ്. അവിടെ വേക്കപ്പ്, അലർട്ട്, എനർജി കിട്ടുമെന്നും ഹെൽത്ത് കിട്ടുമെന്നും ഇമ്മ്യൂണിറ്റി പ്രൊമോട്ട് ചെയ്യുന്നൊക്കെ ഉണ്ടെങ്കിലും ഈ ക്വാളിയുടെ വിലയും നിങ്ങൾ അതൊന്ന് എടുത്തു നോക്കൂ. ക്വാളിയുടെ വിലയും ശരിക്കും അതിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ നോക്കുമ്പോൾ ഗാമറസിനോൾ എത്രയോ മുകളിലാണ്. അപ്പോൾ അങ്ങനെ കമ്പാരിസൺ പ്രോഡക്റ്റ് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്കിത് പറയാം എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ അതുകൊണ്ട് നമുക്ക് ഉപയോഗമൊന്നുമില്ല. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത്, അതൊരു ബ്ലഡ് ഷുഗർ മാനേജ്മെന്റിനെ ഹെൽപ്പ് ചെയ്യും.
ബ്ലഡ് ഷുഗർ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് റീസെന്റ് ആയിട്ട് നമ്മളിപ്പോ ആരെ നോക്കിയാലും ഒരു 120 അവിടെ കാണിച്ചിട്ടുണ്ട്. ഷുഗർ 120 ആണ് വേണ്ടത് എന്നാണ് മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ മിക്കവാറും നമുക്ക് ചിലർ പറയും ടെൻഷൻ കൂടി ഷുഗർ കൂടി എന്നൊക്കെ പറയും, അതിലൊക്കെ റീസൺ ഉണ്ട്. എന്നാലും നോർമലി നമ്മൾ ഒരു 120-ലോ 110-ലോ അല്ലെങ്കിൽ ഒരു 100-ലൊക്കെ നന്നാ നല്ലത്. പിന്നെ നമുക്ക് നമ്മൾ പ്രോഡക്റ്റ് പലതും പഠിക്കുമ്പോൾ അവിടെ എന്താണ് ഡയബറ്റിക് ഇതൊക്കെ നമ്മൾ കേട്ടോണ്ട് അവിടെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല, അത്രയും നമുക്ക് വേണ്ട. അപ്പൊ ഈ പ്രോഡക്റ്റ് നമ്മൾ പറയുമ്പോൾ ഷുഗർ മാനേജ് ചെയ്യാൻ നമ്മുടെ ബോഡിയിൽ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവിനെ മാനേജ് ചെയ്യാൻ ഒരു റോള് ഗാമറസിൻ ഉണ്ട് എന്നുള്ളതാണ് ആ സ്ലൈഡ്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അവിടെയും കൂടെ കുറച്ച് സയൻസ് ഉണ്ട് കേട്ടോ, ബാക്കിയൊക്കെ ഈസിയാണ്. അപ്പൊ അതിന് ഫസ്റ്റ് ലെഫ്റ്റ് സൈഡില് ഇംപ്രൂവ്സ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ ബോഡിയില് പാൻക്രിയാസ് എന്നൊരു ഗ്രന്ഥിയുണ്ട്, ഒരു ഗ്ലാൻഡ്. ശരിക്കും പറയുന്നത് ആഗ്നേയ ഗ്രന്ഥി അങ്ങനെ എന്തോണ് മലയാളം. പാൻക്രിയാസ്. ഈ പാൻക്രിയാസ് തന്നെ അതിനകത്തുനിന്ന് 2 ഹോർമോൺ ഉണ്ടാവും. ഒന്ന് ഇൻസുലിൻ എന്നും ഒന്ന് ഗ്ലൂക്കഗോൺ എന്നുമാണ് പേര്. അതിൽ ഗ്ലൂക്കഗോൺ നമുക്കിപ്പോ വേണ്ട, അതോടെ നിൽക്കട്ടെ. അപ്പൊ അതിൽ ഇൻസുലിൻ എന്ന് പറയുമ്പോൾ പാൻക്രിയാസില് ആൽഫ സെൽസും ഉണ്ട് ബീറ്റ സെൽസും ഉണ്ട്. അപ്പൊ അതിൽ ബീറ്റ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ഇൻസുലിൻ. നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ എനിക്ക് 9-ലോ എന്തോ പഠിച്ചിട്ടുണ്ട് ഇത്. സാധാ പണ്ട് സ്റ്റേറ്റ് സിലബസിലൊക്കെ ഉള്ള തന്നെയാണ്, CBSE മാത്രമല്ല. അപ്പൊ അവിടെ ഈ പാൻക്രിയാസിലെ ബീറ്റ സെൽസ് ഇൻസുലിൻ ഉണ്ടാക്കുമ്പോഴാണ് നമ്മളെ ബോഡിയില് നമ്മളെ ഗ്ലൂക്കോസ് അധികം വരുന്ന ഗ്ലൂക്കോസിനെ അത് ഗ്ലൈക്കോജനാക്കി മാറ്റി ലിവറിൽ കൊണ്ട് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അത് നോർമലായിട്ട് നടക്കുന്നു. അപ്പൊ കറക്റ്റ് ഇൻസുലിൻ ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഗ്ലൂക്കോസ് ഒക്കെ അധികം കഴിച്ചാലും ഒരു പ്രശ്നമില്ല, അത് ലിവറിലൊക്കെ സ്റ്റോർ ചെയ്ത് പിന്നെ നമ്മൾ കഴിക്കാൻ ഡെഫിഷ്യന്റ് ആകുമ്പോൾ എടുക്കും, അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കാം, അതൊക്കെ ഓക്കെ. പക്ഷേ അത് ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയെ കൂട്ടുമെന്ന് പറഞ്ഞാല് ഒരു ഇൻസുലിൻ ഇപ്പൊ ചില ആളുകൾ ഇൻസുലിൻ സഫിഷ്യന്റ് ഉണ്ടായാലും ചിലപ്പോൾ അത് അത്രയ്ക്കോട്ട് ആക്ട് ചെയ്യാത്ത സിറ്റുവേഷൻ വരാം. അപ്പൊ ആ ഇൻസുലിനെ കൂടുതൽ അതിന്റെ സെൻസിറ്റിവിറ്റി കൂട്ടാൻ, അതിന്റെ വർക്കിംഗ് നേച്ചർ കൂട്ടാൻ, അതിന്റെ ഫങ്ഷനിങ് കൂട്ടാൻ, അത് നന്നായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ, അതിനെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ മിഡിൽ കാണുന്ന വെളുത്ത സാധനങ്ങൾ ഗാമറസിനാണ് കാണിച്ചിരിക്കുന്നത്. ഗാമറസിനോട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അവിടെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടാനെന്നാകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഓർക്കാൻ പറ്റും, ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടിയാല് കറക്റ്റ് ഗ്ലൂക്കോസിന്റെ മെറ്റബോളിസം നേരെ നടക്കും. അവിടെ ഗ്ലൂക്കോസ് ബ്ലഡിൽ നിൽക്കൂല. ബ്ലഡിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ഷുഗർ എന്നൊക്കെ പറയാ, നമുക്കറിയാം. അപ്പൊ അതിന്റെ ഒരു ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ അത് കൊടുക്കാൻ ഗാമറസിനോട് പറ്റും. പിന്നെ നെക്സ്റ്റ് അതിന്റെ താഴെ റെഡ്യൂസസ് സ്ട്രെസ് ഓഫ് ഹൈപ്പോതലാമസ്. അപ്പൊ ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ ഹൈപ്പോതലാമസ് എന്നാണ് അതിനുള്ള ഒരു സിമുലേഷൻ കൊടുക്കുന്നത്. അപ്പൊ അവിടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഒക്കെയാണ്, അതൊക്കെ വേണമെന്നില്ല. അപ്പൊ അവിടെ ഹൈപ്പോതലാമസിന്റെ സ്ട്രെസ്, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ സ്ട്രെസ് കുറയ്ക്കാൻ, അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട, വേണമെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽസ് നോക്കിയാൽ കിട്ടും അവിടെ. അപ്പൊ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് അവിടെ പറയുന്നില്ല. ഹൈപ്പോതലാമസും ബ്രെയിനിന്റെ ഒരു പോർഷനാണ്, ഒരു കൺട്രോളിങ് സ്റ്റേഷനാണ്. അവിടെ കുറെ ഫംഗ്ഷൻ അവിടെ കൺട്രോൾ ചെയ്യും. ബ്രെയിൻ്റെ ഏകദേശം ബാക്ക് സൈഡ് ആയിട്ട് വരും, നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇനി റൈറ്റ് സൈഡ് നോക്കിയാൽ കൗണ്ടേഴ്സ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. ചിലര് ബോഡിയിൽ ഇൻസുലിൻ കറക്റ്റ് ഉണ്ടായാലും കറക്റ്റ് സഫിഷ്യന്റ് ഉണ്ടെങ്കിൽ പോലും ആ ബോഡി ഇൻസുലിന് റെസിസ്റ്റന്റ് ആയി മാറും. കാരണം ചിലപ്പോൾ നമ്മൾ കഴിക്കുന്ന അലോപ്പതി മരുന്നിന്റെയോ ആ ബോഡിയിൽ എന്തെങ്കിലും ഫിസിയോളജി എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ ഇൻസുലിൻ കൗണ്ട് ചെയ്യാം, അതിനെന്ന് വെച്ചാൽ തടയാം, അങ്ങനെ ചെയ്യാതിരിക്കും. ഇൻസുലിൻ അവിടെ ഉണ്ട്, പക്ഷെ റെസിസ്റ്റൻസ് ആയി പോകണം. അപ്പൊ ഇൻസുലിൻ ഉണ്ടെങ്കിലും ആ ഒരു റെസിസ്റ്റൻസ് ഒന്നും വരാതെ കറക്റ്റ് ഫങ്ഷൻ ചെയ്ത് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യും ഗാമറസിൻ. അപ്പൊ ഇൻസുലിനെ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു, അതിന്റെ ആ ഫംഗ്ഷനിങ്ങിനെ ഇംപ്രൂവ് ചെയ്യിക്കുന്നു, ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാതെ നോക്കുന്നു. രണ്ടും അതിൽ പ്രധാനപ്പെട്ട 2 പോയിന്റ്സ് ആണ്. പിന്നെ താഴെ വരുന്ന റെഡ്യൂസസ് അപ്പോപ്റ്റോസിസ്. ഈ ടേം നിങ്ങൾക്ക് വേണ്ട, പക്ഷെ അത് ഓർത്തിരിക്കുക. അപ്പോപ്റ്റോസിസ് പെട്ടാമൊന്നും വേണ്ട, അത് ബീറ്റ സെൽസ് ഡെഡ് ആവാതിരിക്കാൻ. നമ്മുടെ ബോഡിയിൽ ഈ ഞാൻ പറഞ്ഞ പാൻക്രിയാസില് ബീറ്റ സെൽസ് ഉണ്ടെങ്കിലേ ഞാൻ പറഞ്ഞു ഇൻസുലിൻ ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ഇൻസുലിൻ ഉണ്ടാവണമെങ്കിൽ ബീറ്റ സെൽസ് വേണം. അപ്പൊ ആ ബീറ്റ സെൽസിന്റെ അപ്പോട്ടോപ്സ് എന്ന് പറഞ്ഞാൽ അത് ഡെത്ത് ആണ്, ഇല്ലാണ്ടാവുന്നതാണ്. അപ്പൊ ബീറ്റ സെൽസ് ഇല്ലാതാവുന്ന അതിന്റെ ഡെത്തിനെ കുറയ്ക്കുന്നു. ആ ഡെത്തിനെ കുറച്ച് വെക്കുന്ന വെച്ചാൽ നമ്മൾ ഓർക്കണം. അപ്പൊ അത്രയും ബീറ്റ സെൽസ് അവിടെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഇൻസുലിൻ ഉണ്ടാവും. അപ്പൊ ആ ബീറ്റ സെൽസിന്റെ ഫോം അത് കറക്റ്റ് തന്നെ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ, ഡെഡ് ആയി പോവാതിരിക്കാൻ ഗാമറസിൻ ഹെൽപ്പ് ചെയ്യും. ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ ഇതൊക്കെ പറയാ, നിങ്ങൾക്ക് തനിയെ പഠിക്കണമെങ്കിൽ ഇതൊക്കെ നോക്കുക. ഒരു പ്രോഡക്റ്റ് ജസ്റ്റ് നമ്മൾ സെയിലിനൊക്കെ പറയുമ്പോൾ ഇത്രയൊന്നും ആവശ്യമില്ല.
നമുക്ക് ഇൻസുലിൻ സെൻസിറ്റിവിറ്റിയും ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാതെ നോക്കുമെന്നും പിന്നെ ബീറ്റാ സെൽസ് ഒന്നും പറയണമെന്നില്ല, നിങ്ങൾക്ക് അറിയാമെങ്കിൽ അങ്ങനെയുള്ളൊരു ആൾ ഇപ്പൊ ആരാണോ നമ്മുടെ കസ്റ്റമർ അതനുസരിച്ച് പറയും. പക്ഷെ നമുക്ക് അറിയാൻ, ഇതൊക്കെ അറിഞ്ഞാൽ നമുക്ക് അതിനോടൊരു ഇഷ്ടവും പ്രോഡക്റ്റ് കഴിക്കാൻ ഒരു പ്രത്യേക സ്നേഹമൊക്കെ തോന്നും അതിനോട്. നമുക്ക് കറക്റ്റ് കാര്യങ്ങൾ ഇത് എവിടെ ചെല്ലും എന്തിനൊക്കെയാണ്, അപ്പൊ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കേട്ടാലും നമ്മൾ കേട്ടെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് കുറേ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത്. ഇത്രയും പ്രോപ്പർട്ടീസ് ഇതിനുണ്ടാ, എന്നിട്ടാണ് നമ്മൾ ഇതിനെ അവോയ്ഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിനെ മറന്നു പോണത്. സില്ലി ആയിട്ട് പറയണം, നമ്മൾ മറന്നുപോയി, ഞാൻ വിട്ടുപോയി, എനിക്ക് കഴിക്കാൻ പറ്റില്ല, ഞാൻ നാളെ കഴിക്കാം, ഇന്ന് എത്ര കഴിച്ചു, ഒന്ന് കഴിച്ച്, രണ്ട് കഴിക്കണ്ടേ, നാളെ ഒന്ന് കഴിക്കും, ഇങ്ങനെ പറയാൻ നമ്മൾ ഇഷ്ടം പോലെ ആണ് നമ്മൾ മറന്നുപോയി. പക്ഷെ നമ്മൾ അന്നേരം ഓർക്കണം, നമ്മുടെ ബോഡിയോട് ഒരു വലിയൊരു മെഷീൻ, ഇതുപോലെ കമ്പ്യൂട്ടറോ അതുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് വലിയൊരു മെഷീൻ സിസ്റ്റം, കുറേ സിസ്റ്റം, ഒരുപാട് സിസ്റ്റം ഉള്ള ഒരു ബോഡി. ഓരോ അവയവത്തെ നമുക്കറിയാം ലക്ഷങ്ങളുടെ വില, 2, 3, 4 കോടിയുള്ള നമ്മുടെ ബോഡി. നമ്മൾ പറയും നമ്മൾ വെറും പാവങ്ങളാണ്, നമുക്ക് ഒന്നുമില്ല. പക്ഷെ ഓരോ അവയവത്തിന്റെയും ഫംഗ്ഷനും അത് നമുക്ക് തരുന്ന, നമ്മൾ എന്താണ് അത് ചെയ്ത് നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്ന് ഓർത്താല് ആ അവയവം കൊണ്ട് നമുക്കൊരു സ്നേഹം വരും. അപ്പോഴാണ് നമ്മൾ ഇതൊക്കെ കൂടുതലായിട്ട് കഴിക്കണമെന്നും അതിന്റെ ഇഷ്ടമൊക്കെ തോന്നുന്നത്. എല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്കറിയാം. ആർസിംഗാർക്ക്, ഞാൻ പുറത്തുള്ളവരെ ഉദ്ദേശിച്ചിട്ടുണ്ട്, ആർസിംഗാരല്ലാത്തവർ, നിങ്ങൾ ആരോടും പറയണ്ട. അപ്പൊ അവിടെ ഈ സ്ലൈഡ് നേരത്തെ ഉള്ളതിന്റെ ഒരു ഹെഡിങ് ആണെന്നേ ഉള്ളൂ. ഗാമ റിസോൾ ഈസ് വെരി എഫക്റ്റീവ് ഫോർ ഡയബറ്റിക് റിവേഴ്സൽ. ഡയബറ്റിസ്, അതായത് ഷുഗർ കൺട്രോൾ ചെയ്യുന്നത്, അതിനെ ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി ലിവർ സ്റ്റോർ ചെയ്യുന്നത് ഇൻസുലിൻ ആണ്. തിരിച്ച് ഞാൻ ഗ്ലൂക്കഗോൺ എന്നൊരു ഹോർമോൺ പറഞ്ഞ് അത് ഗ്ലൈക്കോജനെ തിരിച്ച് ഗ്ലൂക്കോസ് ആക്കാം. നമുക്ക് എങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെയാണ് അത് ബാലൻസ് ആയി പോകും. അപ്പൊ ആദ്യം വരുന്ന ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജൻ ആക്കി ലിവറിൽ സ്റ്റോർ ചെയ്യും. ആവശ്യം വരുമ്പോൾ ഈ ഗ്ലൈക്കോജനെ വീണ്ടും ഗ്ലൂക്കോസ് ആക്കും. അധികം നമുക്ക് എന്തായാലും ആദ്യം ആവശ്യം വരില്ല, പിന്നെ എന്താ തീരെ ആഹാരം കഴിക്കാതെ ഭയങ്കര ക്ഷീണം വരും, ബോഡി അങ്ങനെ ഒരു സമയത്ത് അങ്ങനെ തിരിച്ച് റിവേഴ്സ് വരും. ഇത് രണ്ടിനെയും ഹെൽപ്പ് ചെയ്യുന്നത് ഇൻസുലിനും ഗ്ലൂക്കഗോൺ ആണ്. ഇത് രണ്ടും ഉണ്ടാകുന്നത് പാൻക്രിയാസിലാണ്. അത് ഇൻസുലിന്റെ കാര്യമാണ് നമ്മൾ ഷുഗർ വന്നപ്പോൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ്. ഇത് ഞാൻ ആദ്യം പറഞ്ഞൊരു സ്ലൈഡാണ്, ഗ്യാസ്ട്രിക് ട്രബിൾ. ഗ്യാസ്ട്രിക് ട്രബിൾ എന്ന് വെച്ചാല് നമുക്കറിയാം, നമ്മളിപ്പോ ഒരാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഗ്യാസ്ട്രോയിൽ കാണിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ ആ പിക്ചറിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്, ആ ഒരു പൗച്ച് പോലെ ഒരു അറ പോലെ ഇരിക്കുന്ന പാവം ഒരു ചെറിയൊരു അറയാണ്. അവിടെയാണ് നമ്മൾ ചില സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ഫുഡാകുമ്പോൾ നമ്മൾ ഒരുപാടൊക്കെ ഫില്ല് ചെയ്യും, നമ്മളെല്ലാവരും എങ്ങനെയാണ്. പിന്നെ അന്നേരം നമ്മൾ ഹെൽത്ത് ഒന്നും നോക്കൂല, അപ്പൊ നല്ല ഫുഡാണ് നമ്മൾ കഴിയും. പക്ഷെ ആർസിമിൽ വന്നതുകൊണ്ടും കുറെ പ്രോഡക്റ്റ് കേൾക്കുന്നത് കൊണ്ടും കുറച്ച് ഹെൽത്ത് ഐഡിയ നമുക്ക് ഉള്ളത് കൊണ്ടും ഒക്കെ നമ്മൾ കുറച്ച് ഡീസന്റ് ആയി മാറി. ഞാൻ എന്റെ കാര്യം എന്റെ ഫാമിലിയുടെ കാര്യമൊക്കെ പറഞ്ഞാണ്. അപ്പൊ ഒരുപാട് ഫുഡ് നേച്ചറിലൊക്കെ ഒരുപാട് നമുക്ക് മാറാൻ പറ്റി, നമുക്ക് അറിയാം അതിന്റെ ദോഷങ്ങൾ. അപ്പൊ ഇവിടെ നിന്ന് ആ ഒരു മുകളിലത്തെ പൈപ്പ്, അതായത് അന്നനാളത്തിൽ നിന്ന് വരുന്ന ഫുഡ് ആമാശയത്തിൽ വരുന്ന 2 കൈയുടെ ഇടയ്ക്ക് കാണുന്ന ആ പൗച്ച് ആമാശയാണ്. അപ്പൊ ആളിങ്ങനെ കൈ വെച്ചേക്കണം, അവിടെ എന്തോ പെയിൻ ഉണ്ട്, അവിടെ എന്തോ പ്രശ്നമുണ്ട്, ആ ഏരിയ കാണിക്കാനാണ് ആ കൈ ഇങ്ങനെ വെച്ചേക്കുക. അപ്പൊ അവിടെ ആമാശയത്തില് ഇപ്പൊ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അത് എം ജി ആണ്, അങ്ങനത്തെ സംഭവങ്ങളൊന്നും കാണുന്നില്ല. പക്ഷെ അവിടെ നമ്മൾ കഴിക്കുന്ന ഫുഡ്, ഗ്യാസ്ട്രിക് ജ്യൂസ്, പിന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ് അവിടെ വെച്ച് ദഹനം നടക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ആമാശയത്തിന്റെ ഭിത്തി നന്നായിട്ട് ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ ഇടിക്കും, അതിനകത്ത് മസ്കുലർ ഗ്രോത്ത് ഉണ്ട് അകത്ത്. അപ്പൊ അതിങ്ങനെ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് അകത്തേക്ക് കംപ്രസ് ചെയ്യുമ്പോൾ ഫുഡ് നന്നായിട്ട് ക്രഷ് ചെയ്ത് അങ്ങനെയൊക്കെ വരും. ഇത് ഡീറ്റെയിൽ ആയിട്ട് സയന്റിഫിക് ആയിട്ട് ഇങ്ങനെയല്ല പറയേണ്ടത്, ഒരു ഇതായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ക്രഷ് ചെയ്ത് ആമാശയ രസമായിട്ടൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് അവിടെ നല്ലൊരു പ്രോസസ്സ് നടക്കുന്ന ഏരിയ ആണ്. നമ്മള് വയറിൽ ഇങ്ങനെ തല വെച്ച് തൊട്ടടുത്ത ആളിന്റെ വയറിൽ സ്വന്തം നമുക്ക് വെക്കാൻ പറ്റില്ല, പക്ഷെ ചില സമയത്ത് നമ്മൾ സൗണ്ട് കേൾക്കും. ഒരു തമാശയ്ക്ക് നമ്മൾ പറയും വിര വിളിക്കുന്നു എന്നൊക്കെ പറയും. ഇത് വിര വിളിക്കുന്നതൊന്നും അല്ല, ചിലപ്പോൾ വിര ഉണ്ടാകുന്ന എനിക്കറിയില്ല. ഇതിന്റെ ആ കൺട്രാക്ഷൻ, ആ ചുരുങ്ങല്, എക്സ്പാൻഷൻ, ഒരു സൗണ്ട് ചിലപ്പോൾ കേൾക്കാൻ പറ്റും നമുക്ക്, അത്രയും ശ്രദ്ധിച്ചാല്. അപ്പൊ ആ ഒരു ആമാശയം, അതിനകത്ത് ഗ്യാസ്ട്രിക് ട്രബിൾ എന്ന് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞു, അവിടെ സോറി ഗ്യാസ്ട്രിക് ജ്യൂസ് കൂടാതെ, അതിനകത്ത് ഗ്യാസ്ട്രിക് ജ്യൂസ് കൂടാതെ ആമാശയം തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഇത് കറക്റ്റ് ഒരു ലെവലിൽ പോയാൽ കുഴപ്പമില്ല. പക്ഷെ അൾസർ ഉള്ള ഒരാളെന്ന് പറയുമ്പോൾ കറക്റ്റ് ഫുഡ് കറക്റ്റ് സമയത്ത് കുറച്ച് കഴിച്ചാൽ മതി, സമയത്ത് കഴിക്കണമെന്നേ ഉള്ളൂ. പക്ഷെ നമ്മള് കഴിക്കൂല, വെള്ളവും കുടിക്കൂല. ലേഡീസ് ആണെങ്കിൽ പറയാൻ വേണ്ട, വെള്ളം കുടിച്ചാൽ നമുക്ക് ടോയ്ലറ്റിൽ പോകണം, അതിന് പറ്റിയൊരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ നമ്മൾ അതും കുടിക്കൂല. അപ്പൊ വെള്ളമില്ല, ആഹാരമില്ല, വെള്ളം മാത്രമായാലും മതി കേട്ടോ, അധികം അൾസർ ഒന്നും വരാതെ നമ്മൾ പിടിച്ച് ചെയ്യാം. പക്ഷെ അതും ചിലപ്പോൾ പറ്റാണ്ട് വരും. ചിലപ്പോൾ നമ്മള് നമുക്കറിയാം, ഒരാൾ വെള്ളം കൊണ്ടേ കുടിക്കാൻ എടുക്കുമ്പോൾ കൂടെ ഇരിക്കുന്ന എല്ലാവരും വാങ്ങി കുടിക്കും. നമ്മള് അന്നേരം അയ്യോ അയാൾ കുടിക്കട്ടെ, അയാളുടെ വെള്ളം, അങ്ങനെയൊന്നുമില്ല. അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചിലപ്പോൾ ആർക്കും കൊണ്ടുവന്നവർക്ക് ചിലപ്പോൾ കിട്ടുന്ന വരില്ല. നമ്മളൊരു സിറ്റുവേഷൻ അങ്ങനെയാണ്. അപ്പോ ഈ വെള്ളം ആഹാരമൊക്കെ കറക്റ്റ് ഉണ്ടെങ്കിൽ അവിടെ വലിയ അൾസറും പ്രശ്നങ്ങളൊന്നും വരാറില്ല. പക്ഷേ അതങ്ങനെ ഇല്ലാതിരിക്കുമ്പോൾ അവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ക്വാണ്ടിറ്റി കുറച്ച് നിൽക്കും. ഇത് ബോഡിക്ക് ഒട്ടും നല്ലതല്ല. ആസിഡ് ഒന്നും അവിടെ അധികം നിൽക്കണ്ട, അതിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ഫുഡ് വരുന്നോ. പക്ഷെ നമ്മൾ കഴിക്കില്ല.
അപ്പൊ എന്ത് ചെയ്യും, ആ സ്റ്റൊമക്കിന്റെ വാള് തന്നെ, ആമാശയത്തിന്റെ ഭിത്തി തന്നെ ഡീക്കെ ആയി, ശരിക്കും പറഞ്ഞാൽ അഴുകുന്ന എന്നാണ് മലയാളം തോന്നുന്നു, ഡീക്കെ ആവുന്ന പറയാ, ആ സെൽസ് തന്നെ ഇല്ലാണ്ടായി. ഈ സെൽസിനെ അത് ഫുഡായിട്ട് യൂസ് ചെയ്യും. ശരിക്കും നമ്മുടെ അവയവമാണ് ആമാശയം. അപ്പൊ കറക്റ്റ് ആ സമയത്ത് കുറച്ച് വെള്ളവും കുറച്ച് ആഹാരവും ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ കണ്ടീഷൻ വരില്ല. ഇനി നമ്മൾ ഗാമ റൈസിനോട് കഴിക്കുമ്പോൾ വരുന്ന ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ, ഈ ഗാമ റൈസിനോട് ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞു, അവിടെ ഒരു മ്യൂസിലേജ്, ഒരു മ്യൂക്കസ് ഉണ്ടാക്കും, ഒരു വെഴുവെഴുത്തൊരു സാധനം ഉണ്ടാക്കും. ശരിക്കും വഴുവഴ തന്നെയാണ്. നമ്മള് വായിലെ സലൈവയില്ലേ, കുറച്ചുകൂടെ കട്ടിക്ക് കുറച്ചുകൂടെ കട്ടിയുണ്ട്, സലൈവക്കളം കുറച്ചുകൂടെ കട്ടിയുള്ള ഒരു മ്യൂക്കസ് ഉണ്ടാക്കും. ഈ മ്യൂക്കസ് ഉണ്ടാക്കുമ്പോൾ ഈ വഴുവഴുത്ത ആ ഒരു മീഡിയം ആ സ്റ്റൊമക്കിനെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യും. അതിനെ ആസിഡ് ഒന്നും വന്ന് ലീക്ക് ചെയ്ത് അത് അഴുകി പോവാതെ അതൊരു കവറിങ് ആയിട്ട് നോക്കി അത് ആന്റി അൾസർ കമ്പോണന്റ് ആയിട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഗാമോറസിനോളാണ്. അപ്പോൾ അവിടെ ആ മ്യൂക്കസ് ഫോം ചെയ്യിക്കുക എന്നുള്ളതാണ് ഈ ഗാമറസോളിന്റെ റോള്. അപ്പൊ അവിടെ നമ്മൾ ഓർക്കേണ്ടത്, എന്തിനാണ് ഒരു അൾസർ പേഷ്യന്റിന് ഇത് കൊടുക്കുന്നതെന്ന് വെച്ചാല്, നമ്മൾ ഓർക്കണം, ചോദിക്കേ പറഞ്ഞു കൊടുത്തല്ലേ, നമ്മുടെ മനസ്സിലെങ്കിലും വേണം, ആമാശയത്തില് കുറച്ച് മ്യൂക്കസ്, വഴുവഴുത്ത ഫ്ലൂയിഡ് ലിക്വിഡ് ഉണ്ടാക്കി ആമാശയത്തിന് വലിയ ആസിഡിന്റെ ഒരു ഓവർ എഫക്റ്റ് നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി മ്യൂക്കസ് ഉണ്ടാക്കുക എന്നുള്ള ആണ് ആരുടെ റോള്, ഗാമറസിനുള്ള. അപ്പൊ അങ്ങനെ മ്യൂക്കസ് ഉണ്ടാകുമ്പോഴത്തേക്കും HCl ഇപ്പൊ ഉണ്ടെങ്കിലും അതിനെ കുറച്ചൊക്കെ ന്യൂട്രലൈസ് ചെയ്ത് നിർവീര്യമാക്കി വെക്കാൻ പറ്റും. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഗ്യാസ്ട്രിക് പ്രശ്നമുള്ള ആള്, വയറെരിച്ചില്, അതല്ലെങ്കിൽ ഇപ്പൊ തന്നെ കറക്റ്റ് ഫുഡ് നമ്മൾ അവിടെ നന്നായിട്ട് ക്രഷ് ചെയ്തു, കുറച്ച് കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, ചെറുകുടലാണ് ആ വെള്ള ട്യൂബ് കാണിച്ചേക്കുന്നത്, അതുവഴിയാണ് ഫുഡ് നമ്മൾ അബ്സോർബ് ചെയ്യുന്നത്, ആഗിരണം ചെയ്യുക. അതിന്റെ മുകളിൽ ചെറിയ ചെറിയ ഫിംഗർ പോലുള്ള സ്ട്രക്ചർ ഉണ്ട്, അതിന് വില്ലൈ എന്നൊക്കെ നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. വില്ലൈ വില്ലൈ എന്ന് പറഞ്ഞാൽ പ്ലൂറലാണ്. വില്ലൈകൾ എന്ന് തന്നെയാണ് അതിന്റെ മലയാളം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനെയൊക്കെ തന്നെ പഠിച്ചത്, സിലബസ് ആണ് ഞാനും പഠിപ്പിച്ചതാണെങ്കിൽ. അപ്പൊ അങ്ങനെ ആ വില്ലയിലേക്ക് ഫുഡിന്, ആഹാരത്തെ അബ്സോർബ് ചെയ്യും. പിന്നെ വെള്ളം അബ്സോർബ് ചെയ്യാനാണ് വൻകുടൽ അല്ലെങ്കിൽ ലാർജ് ഇൻറ്റെസ്റ്റൈനിലേക്ക് പോകുന്നത്. അപ്പൊ ആ ഒരു ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ കംപ്ലീറ്റ് ഡൈജഷൻ നടക്കാനും അവിടെ പ്രത്യേകിച്ച് ആസിഡ് കണ്ടന്റ് ഒന്നും വരാതെ ഉണ്ടെങ്കിലും അതിനെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ് ഗാമറോസ്. അപ്പോൾ വയറിൽ വേദന, അതല്ലെങ്കിൽ അൾസർ പേഷ്യന്റ് ആണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് അവർക്ക് ഗാമറസോൾ കൊടുത്തു നോക്കാം. ശരിക്കും ആവശ്യത്തിനുള്ള വെള്ളവും കറക്റ്റ് സമയത്ത് അത്യാവശ്യം കുറച്ച് ഫുഡും കഴിച്ചാല് നമുക്കിത് പ്രോഡക്റ്റ് ഒഴിവാക്കിക്കൂടെ എന്ന് ചോദിച്ച ആളുണ്ട് എൻ്റെ അടുത്ത്. നമ്മൾ എന്ത് പറയുമ്പോഴും അതിന് തിരിച്ച് ചോദിക്കുമ്പോൾ നമുക്കൊരു ഉത്തരം ഉണ്ടാവണം. അപ്പൊ അവര് പറയും, അത് ഫുഡ് കഴിക്കാതിരിക്കുന്നതിനൊക്കെയല്ലേ അൾസർ വരിക, എനിക്കെന്ത്, അപ്പൊ അൾസർ ഉള്ളവർക്ക് കൊടുത്താൽ മതി. ഞാൻ അൾസർ ഉള്ളവരെന്ന് വെച്ചാണ് പറഞ്ഞത്. മാഡത്തിന് അൾസർ ഇല്ലെങ്കിൽ വേറെ കുറച്ച് കാര്യങ്ങൾ കാണും. ചിലപ്പോൾ ആങ്സൈറ്റി ഉള്ള മാഡം ആയിരിക്കും, ചിലപ്പോൾ ഷുഗർ ഉള്ള മാഡം ആയിരിക്കും, ചിലപ്പോൾ BP ഉള്ള മാഡം ആയിരിക്കും. അപ്പൊ എന്തെങ്കിലുമൊക്കെ കാണും. അപ്പൊ ഒരാള് എന്താണ് പ്രശ്നം എന്ന് പറയുന്നത്, അതിന് നമുക്ക് എങ്ങനെ കൊടുക്കാം, എങ്ങനെ ഉപയോഗിക്കാം എന്ന് മാത്രം അവരോട് പറഞ്ഞാൽ മതി. ഇപ്പൊ ഒരു അൾസർ ഉള്ള ആളിന് കൊടുക്കാന്ന് പറയുമ്പോൾ അവരോട് BP എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറയേണ്ട ആവശ്യമില്ല. ആൾക്കില്ലാത്തത് ടൈമാണ്, അത്രയൊന്നും അവർ കേൾക്കൂല. അപ്പൊ വളരെ ചുരുക്കി അതിനെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇത് ഓർക്കേണ്ടത്, അതിനകത്ത് വയറിനകത്തൊരു മ്യൂക്കസ്, ഒരു വഴുവഴുപ്പുള്ള സാധനം ഉണ്ടാക്കാൻ ഗാമറസോൾ ഹെൽപ്പ് ചെയ്യും. അതാണ് ആ ഒരു ഗ്യാസ്ട്രോ പ്രശ്നം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതും സെയിം അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ആണ്, പ്രത്യേകിച്ച് അവിടെ ഒന്നുമില്ല. ഗാമറസോൾ ഫോർ റിലീവിങ് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ഇഷ്യൂസ്, ഗാസ്ട്രിക് ഏരിയയില്, ഇൻഡസ്റ്റൈനില്, സ്റ്റൊമക്കിലൊക്കെ വരുന്ന ഇഷ്യൂസിനെ ക്യൂർ ചെയ്യാൻ ഗാമറസിനോള് റിലീവ് ചെയ്യാൻ നല്ലൊരു പ്രോഡക്റ്റ് ആണെന്നുള്ളതാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ സർട്ടിഫിക്കേഷനും പിന്നെ ആന്റി അൾസർ ഏജന്റ് ആണെന്നുള്ളതും അവിടെ സർട്ടിഫിക്കേഷൻ ഉണ്ട്. അപ്പൊ അവിടെ വേരിയസ് ഏജന്റ്സ് ഡിഫറെന്റ് ആക്ഷൻ മെക്കാനിസം യൂസ് ടു ട്രീറ്റ് ഓർ അമിലിഫറേറ്റ് പെക്ടിക് അൾസർ, അതിന് ശരിക്കും കുറയ്ക്കാൻ, പെപ്റ്റിക് അൾസർ എന്ന് പറയുമ്പോൾ ഇൻഡസ്റ്റൈനിൽ വരുന്നതാണ്, കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പൊ ആ ഒരു പോയിന്റ്സ് ആണ് അവിടെ ഉള്ളത്. പിന്നെ ആന്റിബയോട്ടിക്സ് ടു ട്രീറ്റ് ഹെലിക്കോബാക്ടർ ഇൻഫെക്ഷൻ, ബാക്ടീരിയ ആണ് അത്. അപ്പൊ അങ്ങനെയുള്ള ഇൻഫെക്ഷൻ ആന്റി ബയോട്ടിക്സ് അങ്ങനെയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് എക്സ്പ്ലനേഷൻ ആണ് അവിടെ ഉള്ളത്. ഡീറ്റെയിൽ നമുക്ക് നോക്കണ്ട, ഒന്ന് നമുക്ക് വേണ്ട, രണ്ട് നമുക്ക് സമയമില്ല. സ്ലൈഡ് നിങ്ങൾ കാണുമ്പോൾ ഡീറ്റെയിൽസ് പറ്റുമെങ്കിൽ നോക്കുക. അപ്പൊ അതിന്റെ സയന്റിസ്റ്റ് ഡോക്ടർ ഇതും കൂടെയാണ്, പ്രൊഫസർ അനിൽ അറോറ, ചെയർമാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗ്യാസ്ട്രോ എൻറ്ററോളജി. ഗ്യാസ്ട്രിക് ഏരിയയിലെ പ്രശ്നത്തിന് ഇത് കൊള്ളാം എന്ന് സർട്ടിഫൈ ചെയ്ത് പറയുന്ന, അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രൂഫ് കൊടുക്കുന്ന ആള് സർ ഗംഗാറ ഹോസ്പിറ്റൽ ന്യൂഡൽഹി. അപ്പൊ അതിന്റെ ഒരു സർട്ടിഫിക്കേഷൻ അത്. ഇറ്റ് ഓൾസോ ഇംപ്രൂവ്സ് ഓവറോൾ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ഫംഗ്ഷൻ. അപ്പൊ നമ്മുടെ സ്റ്റൊമക് ഏരിയയില് ഇൻഡസ്റ്റൈനിലൊക്കെയുള്ള ഫംഗ്ഷനെ ഇംപ്രൂവ് ചെയ്യാൻ, നമ്മൾ കഴിക്കുന്ന ഫുഡിന്ന് ആവശ്യത്തിന് നമുക്കുള്ള ന്യൂട്രിയൻസിനെ ആഗിരണം ചെയ്യാനും, കറക്റ്റ് ഡൈജഷൻ നടക്കാനും, കറക്റ്റ് ആസിഡിനെ അവിടെ ബാലൻസ് ചെയ്ത് വെക്കാനും, അൾസർ വരാതിരിക്കാനും ഒക്കെ ഇവിടെ നമുക്ക് ഗാമ യൂസ് ചെയ്യാന്നാണ് കാണിച്ചേക്കുന്നത്.
ഓക്കെ. ഇനി ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം പറഞ്ഞാൽ ബ്രെയിനും സ്പൈനൽ കോഡും കൂടെ വരുന്ന നെർവസ് സിസ്റ്റം ആണ്. നെർവസ് സിസ്റ്റത്തിന്റെ പാർട്ട്, അതാണ് ഓട്ടോണോമിക് എന്ന് പറയുന്നത്. നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാഡീ വ്യവസ്ഥയാണ്. ഇനി ശരിക്കും ഇത് നമ്മൾ ഓൾറെഡി ഇപ്പൊ പറഞ്ഞതാണ്. ഗാമോറേസിനോൾ വെരി എഫക്റ്റീവ് ഫോർ റിലീവിംഗ് ഗാസ്ട്രോ ഇൻഡസ്ട്രിയൽ ഇഷ്യൂസ്. ഡോക്ടർ മാറിയെന്നേ ഉള്ളൂ. രവീന്ദ്ര ഗുപ്ത, ഇന്റേണൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ്, ഗുർഗാവ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഡോക്ടേഴ്സിന്റെ സർട്ടിഫിക്കേഷൻ അവർ പറയുന്നതാണ് എന്താണ് ഇങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും. നമ്മൾ സാധാരണ ഒരു ടീച്ചറോ അല്ലെങ്കിൽ ഒരു എന്താണ് വേറെ ഒരു എഞ്ചിനീയറോ പറയുന്ന പോലെ അല്ല. ഡോക്ടേഴ്സ് ആകുമ്പോൾ അത് കംപ്ലീറ്റ് അവര് അനലൈസ് ചെയ്ത് ഒരു റിപ്പോർട്ട് വന്നിട്ടേ അവരതങ്ങനെ സർട്ടിഫൈ ചെയ്ത് പറയാറുള്ളൂ. അതാണ് ഒരു പ്രത്യേകത. നമുക്കല്ലാത്തവർക്ക് നമുക്ക് പറയാം, ഇതൊക്കെ കാണുമ്പോൾ നമ്മളത് പറയുന്നത്. പക്ഷെ നമ്മളത് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചല്ലോ, അത് സർട്ടിഫൈ ചെയ്ത് കിട്ടുമ്പോൾ നമുക്കൊരു പറയാൻ പറ്റും. അത് ഒരു എയ്ഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഗാമറസൺ ഹെൽപ്സ് ഫോർ ഹൈപ്പോതൈറോയിഡിസം. ഹൈപ്പോതൈറോയിഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം തൈറോയിഡ് ഗ്ലാൻഡ് നമ്മൾ ആദ്യം കാണിച്ചപ്പോൾ കഴുത്തിന്റെ പോർഷനിൽ കാണിച്ച ഗ്ലാൻഡ് ഇവിടെ എന്താ കാണുന്നുണ്ട്, ഒരു ഇതള് പോലെ അവിടെ കാണുന്ന ഗ്ലാൻഡ്. അപ്പോൾ ആ ഗ്ലാൻഡ് അതിനകത്ത് നമ്മൾ കേട്ടിട്ടുണ്ട് ഹൈപ്പോ തൈറോയിഡ് ഉള്ള പേഷ്യന്റും ഉണ്ട്, ഹൈപ്പർ തൈറോയിഡും ഉണ്ട്. ഹൈപ്പർ തൈറോയിഡ് നമുക്ക് ഇതിന്റെ റോളൊന്നും പറയാനില്ല. ഹൈപ്പോ തൈറോയിഡ് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് അവിടെ T3 T4 നോക്കുമ്പോൾ വളരെ കുറവായിരിക്കും, ഹോർമോൺ കുറവായിരിക്കും. അതിൽ T3 T4 കുറവായിരിക്കും. ഈ TSH ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ ഇത് രണ്ടും കൂടെ ഇപ്പൊ ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറഞ്ഞാലും ബാലൻസ് ചെയ്ത് കൊണ്ടുവന്നാലും ഈ ഹൈപ്പോ തൈറോയിഡിൽ ഉള്ള പേഷ്യന്റില് TSH, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിനെ കുറയ്ക്കാൻ വേണ്ടി ഗാമറസോൾ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതിന് വലിയൊരു റിസൾട്ടാണ് ഹൈപ്പോ തൈറോയിഡിസത്തിന്. TSH കൂടാതെ അതിനെ കുറച്ച് വെക്കാൻ ആർക്ക് പറ്റും? ഗാമറസോളിന് പറ്റും. അപ്പൊ എന്തുകൊണ്ടാണ് ഹൈപ്പർ തൈറോയിഡ് പേഷ്യന്റ് യൂസ് ചെയ്യണമെന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റണം, അവിടെ TSH ലെവല് കുറയ്ക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കാം. ഇനി അതിന്റെ ഒരു ഡീറ്റെയിൽ സ്ലൈഡാണ് ഇത്. മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ഗാമ ഒറൈസനോൾ ഓൺ ഹൈപ്പോതൈറോയിഡിസം. ഹൈപ്പോതൈറോയിഡിസം ഉള്ള ആളിനെ അത് എങ്ങനെ എഫക്ട് ചെയ്യുന്നു, എന്താണ് അത് കഴിക്കുന്നുണ്ട് ആളിന് എന്താണ് ബെനിഫിറ്റ് എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഡയറക്റ്റ് ആക്ഷൻ ഓൺ ഹൈപ്പോതലാമസ്, ബ്രെയിനിലെ കറക്റ്റ് അതിന്റെ കൺട്രോളിങ് സ്റ്റേഷൻ ഹൈപ്പോതലാമസ് ആണ്. അവിടെ നിന്ന് ഡയറക്റ്റ് ആക്ഷൻ ആണ്. ഇപ്പൊ ഗാമറൈസിനോൾ അവിടെ ചെയ്യുന്നത് റെഡ്യൂസിങ് TSH ലെവൽ, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന്റെ ലെവലിനെ റെഡ്യൂസ് ചെയ്ത് വെക്കും. അതാണ് ഹൈപ്പോതൈറോയിഡ് പേഷ്യന്റിൽ അത് കൊടുക്കാമെന്ന് നമുക്ക് പറയുന്നത്. കൂടുതലായിരിക്കുന്നതിനെ കുറച്ച് വെക്കും, കാരണം അവർക്ക് കണ്ടീഷൻ ആയതുകൊണ്ട് കുറയ്ക്കണം. അതാണ് TSH കുറയ്ക്കുകയാണ് ഗാമ ചെയ്യുന്നത്. ഇനി ഗാമറൈസിനോൾ ഫോർ ദ ഇഷ്യൂ ഹൈപ്പോതൈറോയിഡിസം. ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നെയാണ്, ഡോക്ടറെ മാറിയുള്ളൂ യോഗേഷ് ശർമ്മ നേരത്തെ പറഞ്ഞ അതേ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. എങ്ങനെ കുറയ്ക്കുന്ന വെച്ചാൽ TSH കുറയ്ക്കും, അപ്പോഴാണ് അത് കുറയ്ക്കുക. ഇനി അടുത്തത്, ഹെൽപ് ടു റെഡ്യൂസ് ഹൈപ്പർ ടെൻഷൻ. നമുക്ക് ടെൻഷൻ, ഹൈപ്പോ ടെൻഷൻ, ഈ ടെൻഷൻ കുറവുള്ള ആളെ നിങ്ങൾ നോക്കിയാൽ വളരെ വളരെ കുറച്ച് കാണാൻ പറ്റൂ. ടെൻഷൻ കുറവുള്ള ആളെ ഹൈപ്പർ ടെൻഷൻ തന്നെയായിരിക്കും കൂടുതലും തോന്നുന്നത്. കാരണം BP കൂടുതലുള്ള ആളാണ് നമുക്ക് കൂടുതൽ. കുറവുള്ള ഇല്ല എന്നല്ല കേട്ടോ, ഞാൻ നമ്പർ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു, എൻ്റെ ഒരു ഐഡിയയിൽ എനിക്ക് തോന്നുന്നു അത് കുറവായിരിക്കും. ഹൈപ്പർ ടെൻഷൻ എന്ന് വെച്ചാൽ ഹൈ BP ആണ്, ഹൈ ബ്ലഡ് പ്രഷർ ആണ്. ഫസ്റ്റ് ഞാൻ പറഞ്ഞു, നമ്മുടെ ബോഡിയിലെ രക്തക്കുഴലിലൂടെ രക്തം പാസ് ചെയ്ത് പോകുമ്പോൾ ആ രക്തം അതിന്റെ ഭിത്തിയിലേക്ക് ഒരു പ്രഷർ കൊടുക്കും. ഒരു പൈപ്പിലൂടെയാണ് പോകണമെങ്കിൽ അതിന്റെ ഭിത്തിയിലേക്ക് ആ ബ്ലഡ് കൊടുക്കുന്ന ഒരു പ്രഷർ ഉണ്ട്, അതാണ് BP എന്ന് പറഞ്ഞത്. അതൊരു നോർമൽ ഇതാണ്. ആ പൈപ്പിനകത്ത് വേറെ തടസ്സങ്ങളൊന്നുമില്ല, നല്ല ഡീസന്റ് ആയ പൈപ്പ്, വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഈസി ആയിട്ട് അതുവഴി പാസ് ചെയ്ത് പോകും, കറക്റ്റ് ഉദ്ദേശിക്കുന്ന പ്രഷറിൽ പോകും. പക്ഷേ നമ്മുടെ കുറച്ച് കയ്യിരിപ്പുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും ഉണ്ട്, ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ അക്യുമുലേറ്റ്, അവിടുത്തെ ഏരിയ കുറച്ച് കുറയും. ഇനി ഈ ബ്ലഡ് വെസലിനകത്ത് ഏരിയ കുറഞ്ഞു എന്ന് വെച്ചാല് അവിടെ പ്രഷർ കൂടുകയാണ്. നമുക്ക് ഓർത്താൻ മനസ്സിലാവൂലേ, ഏരിയ കുറയുമ്പോൾ അത്രയും ബ്ലഡിന് നമ്മുടെ BP പ്രഷർ കൂടുകയാണ്. അപ്പൊ അവിടെ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യും. അത് ശരിക്കും ഹൈപ്പർ ടെൻഷൻ. അപ്പൊ അവിടെ എന്തെങ്കിലും മെറ്റീരിയൽ അക്യുമുലേറ്റ് ചെയ്താവാം, അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കഴിച്ച മെഡിസിന്റെ സൈഡ് എഫക്റ്റോ എങ്ങനെയെങ്കിലുമൊക്കെ. നോർമലി ഫുഡാണ് അത് പ്രതീക്ഷിക്കണം. അപ്പൊ ലിപ്പിഡിന്റെ ലെവല് ഫാറ്റ് ഒക്കെ ഉള്ള ഫുഡ് ആകുമ്പോൾ ചിലക്ക് അക്യുമുലേഷൻ ഒക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ വരാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഹൈപ്പർ ടെൻഷൻ, ഹൈ BP കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഗാമ യൂസ് ചെയ്യും. ഇത് നമ്മൾ സിമ്പിളായിട്ട് ഒരാളോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ മാഡം ഇത് കഴിച്ചോളൂ, അല്ലെങ്കിൽ സാർ ഇത് കഴിച്ചോളൂ, നിങ്ങൾക്ക് BP കുറയും, ഹൈപ്പർ ടെൻഷൻ കുറയും, BP കുറയും. നമ്മൾ പണ്ടത്തെ സിറ്റുവേഷൻ സൊസൈറ്റി അല്ല. നമ്മളൊരു കാര്യം പറഞ്ഞാൽ ഒരു 90 അല്ലെങ്കിൽ 70% ആളുകൾ നമ്മളോട് തിരിച്ചു ചോദിക്കും അത് എങ്ങനെ കുറയും. അത് കഴിച്ചാൽ മതി കുറയും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ കേട്ടതാണ്, എന്റെ പ്രസൻസിൽ തന്നെ ഒരാൾ ചോദിച്ചതാണ്,
ഒരു 2 വീക്സ് മുമ്പാണ്. സാറേ ഗാമ റെസ്റ്റോൾ കഴിച്ച BP കുറയുമെന്ന് പറഞ്ഞു. ശരിയാണ് മാഡം, കഴിച്ചോളൂ. ഇത് കണ്ടല്ലേ, രാജൻ സാറിന്റെ വീഡിയോ കണ്ടില്ലേ, പിന്നെ അത് ഒരു വീഡിയോയും കൂടെ പറഞ്ഞു യൂട്യൂബില് കണ്ടില്ലേ കുറയും. പിന്നെ അല്ലാതെ ഈഷ മാഡത്തിന്റെ ക്ലാസ് മൂർത്തി സാറ് പറഞ്ഞു കേട്ടിട്ടുണ്ട് കുറയും. എങ്ങനെ കുറയും സാറേ, BP എങ്ങനെ കുറയും, എങ്ങനെ പറയും? അത് നമ്മളില്ല ടീമില് എന്താണ്, ചിലര് പ്രോഡക്റ്റ് വിൽക്കും. അപ്പൊ ചിലര് PV മാറ്റിയൊക്കെ അടിക്കും. അപ്പൊ എനിക്ക് PV വരാത്തത് PV വരും, PV വരാത്ത അത് PV വരും എന്ന് പറയുന്ന പോലെ PV വരും എന്ന് പറയുന്ന പോലെ ഇത് കഴിച്ചാൽ BP കുറയും അല്ലേ. 2 പ്രാവശ്യം നമ്മൾ പറയും BP, അവസാനം കേട്ടിരിക്കുന്ന മനുഷ്യന് ദേഷ്യം വരും. എങ്ങനെ കുറയും എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ വന്നിവിടെ. അപ്പൊ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ചോദിക്കുന്നവരോട് പറയാ, അല്ലാത്തവരോട് പറയാൻ നിൽക്കണം. നമ്മൾ ജസ്റ്റ് കൊടുത്ത് പൈസ അടിച്ചാൽ മതി, എന്നിട്ട് കുറയുന്ന അത്രയും പറഞ്ഞാൽ മതി. ഇപ്പൊ ഇവിടെ മെക്കാനിസവും ഗാമോറെസിനോളും ലോവറിങ് BP, ഇത് കുറച്ച് സയൻസ് ഉണ്ട് കേട്ടോ അവിടെ. ഇതില് ഗാമോറെസിനോള് എങ്ങനെയാണ് BP കുറയ്ക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അവിടെ 1-2 ടേംസ് നമുക്ക് എങ്ങനെയാണെന്ന് അറിയണം എന്ന് ചോദിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. നമ്മൾ പ്രോഡക്റ്റ് നോർമൽ സെയിലിനുമ്പോ ഇത്രയും ഇതായിട്ടൊന്നും നിൽക്കണ്ട, നമ്മള് വിശ്വാസമുള്ളവരാണെങ്കിൽ അവരെല്ലാതിനൊക്കെ വാങ്ങും. പക്ഷെ കുറച്ച് അറിയാവുന്നവരാണെങ്കിൽ ഈ അല്പജ്ഞാന ദോഷം തന്നെ കുറച്ച് അറിയാവുന്ന ആളുണ്ട്, അവരിങ്ങനെ ചോദിക്കും. എല്ലാം അറിയാമെങ്കിലും അവർ ചോദിക്കൂല, ഒന്നും അറിയില്ലെങ്കിലും ചോദിക്കൂല. കുറച്ചറിയാവുന്നവര് നമ്മുടെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അവിടെ എങ്ങനെയാണ് അത് കൺട്രോൾ ചെയ്യുന്നത്? പ്രൊമോട്ട്സ് വാസോ ഡയലേഷൻ. ഈ കാണിച്ചിരിക്കുന്ന വൈറ്റ് കളർ കാണിച്ചേക്കുന്നത് ഗാമ കാണിക്കാനാണ്. അവിടെ നിങ്ങൾക്ക് അറിയാം, അത് വീണ്ടും വീണ്ടും പറയേണ്ടത് നിങ്ങൾക്ക് അറിയാം, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അവിടെ പ്രൊമോട്ട്സ് വാസോ ഡയലേഷൻ. വാസോ ഡയലേഷൻ എന്ന് വെച്ചാല് നമ്മള് ബോഡിയിൽ ബ്ലഡ് ഫ്ലോ ചെയ്ത് ഒഴുകി പോകുമ്പോൾ ആ ബ്ലഡ് വെസല് കറക്റ്റ് ഡയലേറ്റ് ചെയ്ത് തന്നെ നിൽക്കണം. വെച്ചാൽ ഇങ്ങനെ അടുത്ത് ഒട്ടി വരാനും പാടില്ല, വിട്ടുപോകാനും പാടില്ല. ഒരു പർട്ടിക്കുലർ ഡയമീറ്ററിൽ അത് കറക്റ്റ് നിൽക്കണം. അപ്പൊ ചില സമയത്ത് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇനി കേൾക്കും, ബ്ലഡ് വെസല് എന്താണ് ഒട്ടിപ്പോയി അല്ലെങ്കിൽ ചേർന്ന് പോയി, 2 ഭിത്തികളും കൂടെ ചേർന്ന് ഒരു അവസ്ഥ ചിലർക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ വാസോ ഡയലേഷൻ എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ ബ്ലഡ് വെസല് കറക്റ്റ് വൈഡൻ ആക്കി വെക്കുക, ആവശ്യത്തിനാണ് കറക്റ്റ് വൈഡൻ ആക്കി വെക്കുക. അപ്പൊ വാസോ ഡയലേഷൻ ഉണ്ടാവാൻ വേണ്ടി ഗാമോറെസിനോള് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അത് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽസ് ഉണ്ട്, നമുക്ക് തൽക്കാലം വേണ്ട. ഇനി അവിടെ ഇൻഹിബിറ്റ് ACE, ആന്റി ടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം. ആന്റി ടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം എന്ന് പറഞ്ഞാല് ആന്റി ടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം, നമുക്ക് ഫുൾ ഫോം വേണ്ട, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അവിടെ നമ്മൾ ഓർക്കേണ്ട ഇൻഹിബിറ്റ് എന്നാണ്. ഇൻഹിബിറ്റ് എന്ന് വെച്ചാൽ ഈ ACE ആണ് അവിടെ ഇരുന്നുകൊണ്ട് ഇതിനെ കൺസ്ട്രിക്റ്റ് ആക്കി കളയും. എന്ന് വെച്ചാൽ അത് കൺസ്ട്രിക്റ്റ് ആക്കണ എൻസൈമാണ്. അപ്പോ ACE എന്നുള്ള ആ എൻസൈമിനെ, ആന്റി ടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈമിനെ നോർമലി കൺസ്ട്രക്ഷൻ ആണ്, ബ്ലഡ് വെസലിനെ ചുരുക്കുകയാണ് അത് ചെയ്യുക. ചില സമയത്ത് ചുരുങ്ങണം, കൂടെ ഭയങ്കര വൈഡ് ആക്കണമെന്നില്ല, അതാക്കണമെന്നില്ല, നോർമലി പോകണം. ചിലപ്പോൾ അതൊരു ഇൻഹിബിറ്റിംഗ് എൻസൈം നമ്മുടെ ബോഡിയിൽ ആവശ്യമാണ് ചില സമയത്ത്. പക്ഷേ ഇത് അൺനെസസറി ആയിട്ട് ഇതിനെ ചില സമയത്ത് ബ്ലഡ് വെസലിനെ ചുരുക്കി കളയും. അപ്പോൾ അതിന്റെ ഫംഗ്ഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്, അങ്ങനെ ബ്ലഡ് വെസലിനെ ചുരുക്കി കളഞ്ഞാല് അതിന്റെ ഏരിയ കുറഞ്ഞാല് BPയും കൂടും, വേറെ ഒരുപാട് പ്രശ്നം, കറക്റ്റ് ബ്ലഡ് ഫ്ലോ എത്തൂല, ബോഡി ഫുൾ എത്തൂല. അങ്ങനെയൊക്കെ വരുമ്പോ ACE ഒന്നുള്ളത് അത് ഇൻഹിബിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇൻഹിബിറ്റ് ആന്റി ടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം, ആ എൻസൈമിന്റെ ഫംഗ്ഷനെ തടയാൻ, ബ്ലഡ് വെസൽ ചുരുങ്ങാതെ കറക്റ്റ് വൈഡനാക്കി വെക്കാൻ സഹായിക്കുന്നതാണ് ഗാമോറെസിനോൾ. അപ്പൊ അവിടെ ACE എന്താണെന്ന് ആരും ചോദിക്കില്ലായിരിക്കും, എന്നാലും നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്, ചോദിച്ചാൽ പറഞ്ഞെടുക്കുക. അപ്പോൾ ബ്ലഡ് വെസലിനെ കറക്റ്റ് ഒരു ഡയമീറ്ററിൽ അതിനെ ഡയലേറ്റ് ചെയ്ത് വെക്കാനും കൂടെ അത് ചുരുങ്ങി പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ACE എന്നുള്ള എൻസൈം, ആന്റി ടെൻസിൻ എൻസൈമിന് അതിനെ തടയാനും, അതവിടെ ഇരുന്നാലും ചില സമയത്ത് അത് ബ്ലഡ് വെസലിനെ ഇങ്ങനെ ചുരുക്കും. അപ്പൊ അതിന്റെ BPക്കൊക്കെ നല്ല വേരിയേഷൻ വരും. അപ്പൊ അങ്ങനെ വരാതിരിക്കാനാണ് ഗാമ. അപ്പൊ അത് ഒരു കുറച്ച് ടഫായിട്ട് തോന്നണ്ട, നമുക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. റെഡ്യൂസസ് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാൻ സഹായിക്കും. ഇവിടെ വാസോ ഡയലേഷൻ ബ്ലഡ് വെസലിനെ കറക്റ്റ് വൈഡനാക്കി വെക്കുക. ഇൻഹിബിറ്റ് ACE എന്ന് പറയുമ്പോൾ ആ എൻസൈമിന്റെ ഫംഗ്ഷനെ തടയുക എന്ന് വെച്ചാൽ അപ്പൊ ബ്ലഡ് വെസൽ ചുരുങ്ങി പോകില്ല, അത് ചുരുങ്ങി പോകാൻ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ്, പക്ഷെ നമ്മുടെ ബോഡിയിൽ ഉള്ളതാണ്. പിന്നെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ റെഡ്യൂസ് ചെയ്യാൻ. അപ്പൊ ഇതൊന്നും പറഞ്ഞില്ലെങ്കിലും ഗാമറെസിനോള് ബ്ലഡ് പ്രഷർ കുറയുമെന്ന് നോർമലി നമുക്കൊരാളിനോട് പറയാം, ഡീറ്റെയിൽസ് ചോദിച്ചാൽ ഇത് പറയേണ്ടി വരും. അപ്പൊ നെക്സ്റ്റ്, ഗാമറെസിനോൾ മൾട്ടിപ്പിൾ ഹെൽത്ത് ബെനിഫിറ്റ്. ഒരു സന്തോഷ വാർത്തയുണ്ട്, ഏകദേശമൊക്കെ പ്രോഡക്റ്റ് തീരാറായി, എന്നാലും ഇത് കുറച്ച് ഡീറ്റെയിൽ നമുക്ക് വേണം. പ്രൊട്ടക്ട്സ് ലിവർ. നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ എന്താണ് ഒരു പാർട്ട്, അവയവം, ഇന്റേണൽ ഓർഗൻ ആണ് ലിവർ. ഏറ്റവും വലിയ ഓർഗൻ എന്ന് പറയുമ്പോൾ സ്കിന്നാണ്, അകത്തുള്ള ഓർഗൻ ഏറ്റവും വലുത് ലിവറാണ്. 1.5, 2, 2.25 കാണുമെന്ന് തോന്നുന്നല്ലേ, നിങ്ങൾക്ക് അറിയാം എന്നെക്കാളും.
ആ ലിവർ നമുക്കുണ്ട്. അപ്പൊ അത് എങ്ങനെയൊക്കെ ലിവറിനെ പ്രൊട്ടക്ട് ചെയ്യും? ശരിക്കും നമുക്ക് അറിയാൻ പറ്റും, നമ്മൾ കോമൺലി വരുന്ന കണ്ടീഷനാണ് ഫാറ്റി ലിവർ. ഫാറ്റ് ലിപ്പിഡ്സ് ഒക്കെ അക്യുമുലേറ്റ് ചെയ്യുന്ന അവസ്ഥ, അതിനെ റെഡ്യൂസ് ചെയ്യാനും ഫാറ്റി ലിവർ വരാതിരിക്കാനും. പിന്നെ ലിവറിന്റെ സെൽസ്, ലിവർ എന്ന് പറയുമ്പോൾ ടേം ഹെപ്പറ്റോളജി എന്നൊക്കെ പറഞ്ഞ ലിവറാണ്. നമ്മൾ ചില ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഹെപ്പറ്റോളജിസ്റ്റ് എന്നൊക്കെ എഴുതി വെച്ച് കാണാം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ ഹെപ്പാറ്റിക് സെൽസ്, ലിവറിന്റെ സെൽസിന് ഡെത്ത് ആവാതെ കറക്റ്റ് ലൈഫ് പീരീഡ് അവരത് പിടിച്ചു നിർത്താനും ആ സെൽസിനെ പ്രൊട്ടക്ട് ചെയ്യാനും ഗാമോറസിനോട് നല്ലതാണ്. അപ്പൊ അങ്ങനെ ലിവറിന്റെ സെൽസിനെ ലൈവാക്കി നിർത്തിയാലേ ലിവർ ഫംഗ്ഷൻ ചെയ്യും. നമുക്ക് ലിവർ വേണമല്ലോ. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ നമ്മുടെ വളരെ കുറഞ്ഞ ഒരു കണ്ടന്റ്, ഒരു പോഷൻ മതി ലിവർ പ്രോലിഫറേറ്റ് ചെയ്ത് ആ സെല്ല് ഡിവൈഡ് ചെയ്ത് ലിവർ പഴയ സ്ഥിതിയിലാവും. അങ്ങനെ ഒരു ഇതുണ്ട്. അത് നമ്മുടെ ലിവർ സെൽസിനാണ് ഏറ്റവും കൂടുതലുള്ളത്, പ്രോലിഫറേഷൻ കപ്പാസിറ്റി. എന്ന് വെച്ചാൽ കുറച്ച് പോഷൻ ഉണ്ടെങ്കിലും അത് കുറെ നാള് കൊണ്ട് ഡിവൈഡ് ചെയ്ത് വരും. നേരെ നമ്മളെ ലിവറിനെ ഹാംഫുൾ ആക്കി ചെയ്യണമെന്നല്ല പറഞ്ഞ്. പിന്നെ ഇതൊരു ആന്റി ഇൻഫ്ലമേറ്ററി ആണ്. ഇപ്പൊ ലിവറിൽ വരുന്ന ഇൻഫ്ലമേഷനോ അല്ലെങ്കിൽ ഫാറ്റ് അക്യുമുലേഷൻ, ലിവർ സെൽസിന്റെ ഹെൽത്ത്, ഇതിനൊക്കെ സഹായിക്കുന്ന പ്രോഡക്റ്റ് ആണ് അതാണ് ഗാമ ഓറേസിനോൾ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന നിസ്സാരക്കാരനല്ല, ഒരുപാട് ഫംഗ്ഷൻ അതിനകത്തുണ്ട്. പിന്നെ തൊട്ട് താഴെ മുതുകില് ഒരാള് സർക്കസ് നിൽക്കണ പോലെ നിൽക്കുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റും. പണ്ടൊക്കെ നമ്മൾ ഈ ഓസ്റ്റിയോപോറോസ് നമ്മൾ കേട്ടിട്ടുണ്ടോന്ന് തന്നെ എനിക്ക് അറിഞ്ഞൂടാ, ഞാനൊന്നും കേട്ടിട്ടില്ല കേട്ടോ. ഒരുപാട് ഒത്തിരി വർഷം ഞാനൊന്നും കേട്ടിട്ടില്ല. പിന്നെ ഡോക്ടർ ഫീൽഡിൽ അങ്ങനെയൊക്കെ ഉള്ള പാരന്റ്സ് ആ ഒരു സീറ്റിംഗ് നിങ്ങൾ കേട്ട് കാണുമായിരിക്കും, അല്ല എനിക്കറിയില്ലായിരുന്നു. കുറച്ച് വർഷങ്ങളെ ആവും ഇത് കേട്ട് തുടങ്ങിയിട്ട്. പക്ഷെ ഇത് കേട്ട് തുടങ്ങിയപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ഇത് തന്നെയാണ്. ശരിക്കും കേൾക്കുന്നത് ലേഡീസിനാണ്. ഇനി എവിടെയും ഇത് പറയുമ്പോൾ, സോറി, നമ്മളിത് എവിടെ പറയുമ്പോഴും ഏത് അസുഖം പറയുമ്പോഴും എന്റെ ഒരു വിഷമം എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന കൂടുതൽ ലേഡീസിനാണ്. അപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്നാലും നമുക്ക് കാണാൻ പറ്റും. എൻ്റെ അടുത്ത് പണ്ട് ആരെയും കാണാനോ ഹോസ്പിറ്റലിൽ വരുന്നത് പറയാറുണ്ട്, നീ കണ്ട ലേഡീസ് ആണ് കൂടുതൽ. ഞാൻ മിണ്ടത്തില്ല, നിങ്ങൾ വിട്ടുകൊടുക്കൂലല്ലോ. അപ്പൊ ഞാൻ പറയും അത് ലേഡീസ് ബൈസ്റ്റാൻഡർ ആണ്, പേഷ്യന്റ് ജെൻസ് ആണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു നിൽക്കുമെങ്കിലും നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ലേഡീസ് ആണ് കൂടുതൽ. അപ്പൊ ഇവിടെ ഓസ്റ്റിയോപോറോസ് അവിടുത്തെ നമ്മുടെ ആ എല്ല്, നമ്മുടെ ആ ബോൺ കാണുന്ന വെർട്ടിബ്രൽ നട്ടല് കാണിച്ചേക്കുന്നത് അത് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കണം. കറക്റ്റ് അതിനകത്ത് ഫോസ്ഫറസ്, അങ്ങനെയുള്ള കാൽഷ്യം, ഇതൊക്കെ കറക്റ്റ് വേണം. അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കുമ്പോൾ അതിങ്ങനെ ഒടിഞ്ഞു വരുന്ന ഒരു സിറ്റുവേഷൻ. ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെ കുറച്ച് തന്നെ പറയാം, ഇങ്ങനെയൊന്നും അല്ല, കുറച്ച് കൂടുതൽ പറയണം. പക്ഷെ അത്ര നമുക്ക് വേണ്ട. അപ്പൊ ഓസ്റ്റിയോപോറോസ് വരാതെ ആ ബോണിന്റെ ഡെൻസിറ്റി കറക്റ്റ് ആക്കി നിർത്തി, സ്ട്രോങ് ആക്കി നിർത്തി നമ്മൾ എല്ല് പൊടിയുന്ന അവസ്ഥയൊക്കെ നമുക്കൊരു രക്ഷ ആണ് പ്രോഡക്റ്റിന്റെ യൂസ്. നമുക്കറിയാം വയസ്സാവും തോറും നമുക്ക് നമ്മൾ ആഹാരം എത്ര കഴിച്ചാലും നമ്മളത് അബ്സോർബ് ചെയ്യുന്ന ക്വാണ്ടിറ്റി കുറവാണ്, കൂടുതലും അത് എക്സ്ക്രീഷനൊക്കെയാണ് നടക്കുക. അതൊക്കെ നിങ്ങൾ പണ്ടൊക്കെ കേട്ടിട്ടുണ്ട്, അത് നമുക്ക് വേണ്ട. അപ്പൊ ഇവിടെ ലിവറിനെ പ്രൊട്ടക്ട് ചെയ്യാനും കൂടാതെ ഓസ്റ്റിയോപോറോസിസ് വരാതെ ഒരു പരിധി വരെ നോക്കാനും ഗാമറസിനോട് നമ്മളെ സഹായിക്കും. കാരണം കറക്റ്റ് അതിന്റെ ഫോസ്ഫറസിന്റെയും കാൽഷ്യത്തിന്റെയും ഒക്കെ അക്യുമുലേഷൻ അവിടെ കറക്റ്റ് നിൽക്കും, ഇല്ലാണ്ടായി പോവില്ല. പിന്നെ നമ്മൾ നേരത്തെ കേട്ടതാണ് ഈ ഹെൽത്ത് പേഷ്യന്റും ഹൈപ്പോതൈറോയിഡിസം. അവിടെ നമ്മൾ പറയേണ്ടത് TSH ലെവലിനെ കുറച്ച് കൊണ്ടുവരും. അങ്ങനെയാണ് ഹൈപ്പോതൈറോയിഡിസം അവിടെ അതിന് ക്യൂർ ആവുന്നത്. പിന്നെ ആന്റി ഇൻഫ്ലമേറ്ററി, ഇപ്പൊ ഒരു നീര് അല്ലെങ്കിൽ നീർക്കെട്ട് ഒരു പോഷൻ ഇങ്ങനെ എന്താണ് നമ്മൾ ശരിക്കും പറഞ്ഞ് ഇവിടെ പറഞ്ഞ പഴുക്കുക എന്നൊക്കെയാണ്. ഫ്രൂട്ട്സ് പഴുക്കുക എന്നല്ല, ബോഡി അവിടെ നല്ല പഴുപ്പുണ്ട് അല്ലെങ്കിൽ പഴുത്തിരിക്കുന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ആന്റി ഇൻഫ്ലമേഷനെ നീർക്കെട്ടാണ് സാധാരണ പറയുന്ന ഒരു മലയാളം ടേം. അപ്പൊ ആന്റി ഇൻഫ്ലമേറ്ററി, ഇൻഫ്ലമേഷൻ വരാതെ നോക്കും. നമുക്ക് ഇന്റേണൽ ഇൻഫ്ലമേഷനും വരാം, പുറത്ത് കാണുന്നൊക്കെ ഇൻഫ്ലമേഷനൊക്കെ നമ്മൾ കാണും. പക്ഷെ അകത്തും നമുക്ക് ഇൻഫ്ലമേഷൻ വരാം. അപ്പൊ അങ്ങനെയൊന്നും വരാതെ നോക്കുന്ന ആന്റി ഇൻഫ്ലമേറ്ററി ഏജന്റ് കൂടിയാണ് ഗാമോറസിനോൾ. അപ്പോൾ വീണ്ടും ഫംഗ്ഷൻ കൂടി. നെക്സ്റ്റ് വരുന്ന ഗാസ്ട്രോ ഇൻഡസ്ട്രിയൽ ഡിസ്ട്രസ്, നമ്മൾ നേരത്തെ കണ്ടതാണ്. അത് അൾസറും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് അതിന്റെ കൂടെ വരിക. പിന്നെ ബ്ലഡ് ഷുഗർ മാനേജ്മെന്റ് നമ്മൾ നോക്കിയതാണ്. അവിടെ നമ്മൾ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി കൂട്ടുന്നതും ഇൻസുലിൻ റെസിസ്റ്റന്റ് ആക്കി ആ കണ്ടീഷനെ ഇൻഹിബിറ്റ് ചെയ്യാൻ തടയുന്നതും ഒക്കെയാണ് പറഞ്ഞത്. അപ്പൊ അത് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. പിന്നെ അവിടെ ബീറ്റ സെൽസ് ആണ് ഇൻസുലിൻ ഉണ്ടാക്കുന്നതെന്നും അതിനെ കറക്റ്റ് അത് എത്ര നാൾ ജീവിക്കണം അത്ര നാൾ ലൈവായിട്ട് വെക്കുമെന്നും കൂടിയൊക്കെ ഓർത്ത് കുറച്ചുകൂടെ നമുക്ക് പറയാൻ പറ്റും. പിന്നെയുള്ളത് റെഡ്യൂസ് കൊളസ്ട്രോൾ. അവിടെ കൊളസ്ട്രോളില് ഒരു രക്തക്കുഴൽ കാണിച്ചിട്ടുണ്ട്, ഒരു മഞ്ഞ ലൈൻ കാണിച്ചിട്ടുണ്ട്. അത് ഡെപ്പോസിഷൻ ആണ്. നോർമലി നമ്മൾ ഫാറ്റലി ലിപ്പിഡ്സ് ഒക്കെ ഡെപ്പോസിറ്റ് മഞ്ഞ കളറിലാണ് കാണിക്കുക. നമ്മൾ കോഴി അല്ലെങ്കിൽ ഇതൊക്കെ വാങ്ങുമ്പോൾ കണ്ടിട്ടില്ല, അതിന്റെ മഞ്ഞ കളറാണ് ഇരിക്കുക, അതിന്റെ ഫാറ്റ് നോർമലി ആ ഒരു കളറാണ് നമ്മൾ പ്രസന്റ് ചെയ്യുക. അപ്പൊ അവിടെ കൊളസ്ട്രോൾ റെഡ്യൂസ്, അതിന്റെ LDL കുറയ്ക്കാൻ അങ്ങനെ തന്നെ നമ്മൾ ഓർത്ത് വയ്ക്കണം. LDL കുറയ്ക്കാനും HDL കൂട്ടാനും ട്രൈഗ്ലിസറൈഡ് കുറയ്ക്കാനും ഒക്കെ നല്ലൊരു പ്രോഡക്റ്റ് ആണിത്. അപ്പോൾ അതിനും ഇത് യൂസ് ചെയ്യാം, ഗാമ യൂസ് ചെയ്യാം. പിന്നെ റിലീസ് മെനോപോസൽ സിംറ്റം, ഇതൊരു ലേഡീസിനെ സംബന്ധിച്ച് ഒരു വലിയൊരു
ശരിക്കും പറഞ്ഞ ഒരു ഇത് പീരീഡ്സ് ഉള്ള സമയത്ത് നമ്മൾ അതിന്റെ കുറേ പെയിൻ നമ്മൾ അനുഭവിക്കും. ഇത് മെനോപോസ് ആകുമ്പോൾ പിന്നെ കുറേ സിംറ്റം നമ്മൾ അനുഭവിക്കും. ഇതെല്ലാം ലേഡീസിന്റെ ഒരു ഗിഫ്റ്റ് ആണ്. അപ്പോൾ അതൊന്നും നമുക്ക് മാറ്റി വെക്കാൻ പറ്റുന്നതല്ല. അപ്പൊ ഇവിടെ മെനോപോസൽ സിംറ്റം വരുമ്പോൾ ആ ഹോർമോൺ ഈസ്ട്രോജന്റെ ഒക്കെ ബാലൻസ് അത് കൂടുതൽ കുറയുന്നൊക്കെ അനുസരിച്ച് കുറേ അതിന്റെ സൈഡ് എഫക്റ്റ് വരാം. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ഞാൻ ഈ ഇടയ്ക്ക് ഇന്നലെയൊക്കെ ആയിട്ട് അറിഞ്ഞതാണ്, എനിക്ക് അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. ഈസ്ട്രോജൻ ലെവല് കുറഞ്ഞു വന്നാൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യന്റ് നന്നായിട്ടുണ്ടാവും. നിങ്ങളിവിടെ കേട്ട് കാണും, ഞാൻ ഇന്നലെ നിന്നാണ് അത് കേട്ടത്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ അപ്പൊ അങ്ങനെ ആ ഒരു ഹോർമോൺ ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ഉണ്ടായിരുന്നു, കറക്റ്റ് പീരീഡ്സ് ആയി, അതിന്റെ മൂഡ് സ്വിങ്സ് ഒക്കെ നമ്മൾ അനുഭവിച്ചു. അവസാനം നമ്മൾ വളരെ ഹാപ്പി ആയി. ഒരു പർട്ടിക്കുലർ ഏജ് വരുമ്പോൾ അത് സ്റ്റോപ്പ് ആവാൻ പോണ സമയത്ത് പിന്നെ കുറേ സിംറ്റം വരുമ്പോൾ നമുക്ക് എന്താണ്, പെട്ടെന്ന് ക്ഷീണം, വിയർപ്പ്, തളർച്ച, ഫാൻ ഇട്ടിറങ്ങുന്നു, വീണ്ടും ഓഫ് ചെയ്യുന്നു, പിന്നെ പുതച്ചു കിട, ഇങ്ങനെ പല പല സിംറ്റം ലേഡീസ് പറഞ്ഞു കേൾക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മെനോപോസൽ സിംറ്റം കറക്റ്റ് ആ ഈസ്ട്രോജന്റെ ഒക്കെ ബാലൻസ് ഡിസോർഡർ ആവുന്നുള്ള പ്രശ്നങ്ങള്, ഇതിനൊക്കെ ഒരുപാട് ക്യൂർ, ഒരുപാട് നമുക്ക് ആശ്വാസം തരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഗാമോറെസ്ട്രോൾ. ഇപ്പോൾ വേറെ ഒരു അസുഖവും ഇല്ലെങ്കിലും ആ ലേഡി മെനോപോസിലേക്ക് പോകാൻ ഒരു 45 ഒരു 50 വയസ്സായ ആളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അവരോട് വളരെ സ്നേഹത്തോടെ പറഞ്ഞ് മനസ്സിലാക്കിയത് കൊടുക്കാം. കാരണം അവർക്ക് പീരീഡ്സ് ആയിരുന്ന സമയത്ത് അവർ കുറെ അനുഭവിച്ചായിരിക്കും. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇന്ന പ്രോഡക്റ്റ് എടുത്ത് ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവാം. അപ്പൊ ഫസ്റ്റ് ടൈം ആണ് കേൾക്കണമെങ്കിൽ അതൊക്കെ ഞാൻ കഴിഞ്ഞു കഴിഞ്ഞിട്ട് കാര്യമില്ലെങ്കിലും മെനോപോസിൽ എങ്ങനെ അവരെ നമുക്ക് ഒരു ആശ്വാസം കൊടുക്കാൻ വേണ്ടി പ്രോഡക്റ്റ് കൊടുത്ത് കുറേ സിംറ്റം, ഈ വിയർപ്പായാലും ടെൻഷൻ ആയാലും തലയിറങ്ങി വീഴുന്നവരുണ്ട്, പിന്നെ കുറെ അസുഖങ്ങളുണ്ട്, ശരിക്കും ദേഷ്യം, ഇങ്ങനെ കുറെ അതിന്റെ കൂടെ വരുന്ന കുറച്ച് സിംറ്റം അതിന്റെ കൂടെ ഉണ്ട്. ഇതിനൊക്കെ ഒരു ക്യൂറാണ് എന്താണ് ഗാമോറെസ്റ്റിനോൾ. പിന്നെ അസുഖം ഇല്ലെങ്കിലും അങ്ങനെയുള്ളവർക്ക് നമുക്ക് കൊടുക്കാം, ലേഡീസിന് ഓർക്കണം. ഇത് ലേഡീസിനെന്ന് നമ്മൾ എന്തായാലും എല്ലാവർക്കും അറിയാം. പക്ഷെ അതുപോലെ ശ്രദ്ധിക്കാതെ കൊടുക്കുന്നവരുണ്ട്, പറയുന്നവരുണ്ട്. മെനോപോസ് എന്ന് പറയുമ്പോൾ ലേഡീസ് ആണെന്ന് ശ്രദ്ധിക്കാതെ പറയുന്നവരുണ്ട്. ലേഡീസ് തന്നെയാണ് പറയുക, അതാണ് അതിലൊരു സങ്കടം എന്ന് പറഞ്ഞാൽ. ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ ഇങ്ങനെയൊക്കെ പറയും. ഇപ്പൊ നെക്സ്റ്റ് ന്യൂറോ പ്രൊട്ടക്റ്റീവ്. ന്യൂറോൺസ് നമുക്ക് സുരേഷ് സാർ പലതവണ പഠിപ്പിച്ച്, പണ്ട് നമ്മൾ സ്കൂളിൽ നമ്മളെ ടീച്ചേഴ്സ് പഠിപ്പിച്ച്, ന്യൂറോൺ എന്ന് പറയുമ്പോൾ നെർവസ് സിസ്റ്റത്തിന്റെ നാഡീ വ്യവസ്ഥയുടെ അടിസ്ഥാന ഘടകങ്ങളാണ് ന്യൂറോൺ. നീണ്ട സെൽ, ഏകദേശം 1 മീറ്റർ നീളമുള്ള സെല്ലാണെന്ന് വെച്ചാൽ കാണാനൊന്നും പറ്റൂല, മൈക്രോസ്കോപ്പിക് ആണ്. അപ്പൊ അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് ന്യൂറോൺസ് കളക്ട് ചെയ്തിരിക്കുന്ന പോർഷൻ നമ്മുടെ ബ്രെയിൻ, പിന്നെ അതിന്റെ താഴേക്കൊക്കെ സ്പൈനൽ കോഡ്, ഇതൊക്കെ നെർവസ് കണക്ഷനെ കൊണ്ട് നിങ്ങൾക്ക് അതൊക്കെ അറിയാം. അപ്പൊ ഇവിടെ ന്യൂറോ പ്രൊട്ടക്റ്റീവ് മീനിങ് ഒരു ന്യൂറോണിന്റെ ഫംഗ്ഷൻ, നമ്മുടെ തലച്ചോറിനകത്തുള്ള അല്ലെങ്കിൽ ബോഡിയിലുള്ള ന്യൂറോണിനെ കറക്റ്റ് ഫംഗ്ഷൻ ചെയ്താലേ നമ്മൾ കറക്റ്റ് സെൻസ് നമുക്ക് ഉണ്ടാവും. അപ്പൊ ഒരു സ്റ്റിമുലസ്, എന്തെങ്കിലും ഒരു ചേഞ്ച്, ഒരു ഉദ്ദീപനം, അങ്ങനെ എന്തോന്ന് മലയാളം, ഒരു സ്റ്റിമുലസ് വന്നാല് ഈ ന്യൂറോൺ വഴിയാണ് അത് നമ്മുടെ ബ്രെയിനിൽ എത്തി നമ്മൾ അറിയുകയൊക്കെ ചെയ്യാം. പെട്ടെന്ന് എത്താൻ നമ്മൾ റിഫ്ലക്സ് എന്ന് പറഞ്ഞൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ബ്രെയിൻ അല്ല, സ്പൈനൽ കോഡിൽ അതിനുള്ള റിസൾട്ട് ആ ഓർഗൻ കാണിക്കും. നമ്മൾ തീയിൽ കൈവയ്ക്കുന്നത്, പെട്ടെന്ന് വലിക്കുന്നത്, ഇങ്ങനെ റിഫ്ലക്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ന്യൂറോൺ ഉണ്ട്. അപ്പോൾ കറക്റ്റ് ന്യൂറോ പ്രൊട്ടക്റ്റ്, കറക്റ്റ് സമയത്ത് ന്യൂറോൺ ഫംഗ്ഷൻ ചെയ്ത് നമ്മളെ നന്നായിട്ട്, നമ്മളെ നല്ലൊരു മെന്റൽ ബാലൻസ്, നല്ലൊരു മെന്റൽ ഹെൽത്ത്, നല്ലൊരു ഒരു ന്യൂറോ പ്രൊട്ടക്റ്റീവ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ്. അപ്പോൾ ഗവൺമെന്റ് തലയിൽ വരെ എത്തി, ന്യൂറോൺ വരെ എത്തി. തലയിൽ മാത്രമല്ല ന്യൂറോൺ ഉള്ളത്, അല്ലാതെ ന്യൂറോൺ കാണിച്ചപ്പോൾ അത് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തേക്കണം ബ്രെയിനിലായതുകൊണ്ട് അങ്ങനെ ഒരു പിക്ചർ വെച്ചതാണ്. പിന്നുള്ളത് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് എല്ലാവർക്കും. നമ്മൾ പറയും ഇനി ഒരു പ്രായമൊക്കെ ആയില്ലേ, ഇനിയിപ്പോ എന്ത് വേണം. പക്ഷെ ഇങ്ങനെ പറയുന്ന സമയത്തും നമ്മുടെ മനസ്സിൽ തോന്നും, അയ്യോ പ്രായം ആയി പോയല്ലോ എന്ന് നമുക്ക് തോന്നാറുണ്ടല്ലേ, തോന്നാറുണ്ട്. അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ഈ ആന്റി ഏജിങ് പറയുമ്പോൾ നമുക്ക് ആ പിക്ചർ തന്നെ കാണും. ഇപ്പൊ നമ്മുടെ ലേറ്റസ്റ്റ് ഒരു മോഡേൺ ട്രെൻഡാണ് ഗ്ലാസ് സ്കിൻ. അങ്ങനെയുള്ള കുറെ പരസ്യങ്ങളും കുറെ പ്രോഡക്റ്റുകളും നിങ്ങൾ എവിടെയെങ്കിലൊക്കെ കേട്ട് കാണും. നമുക്ക് പിന്നെ കീസുകളുള്ളതുകൊണ്ട് നമുക്ക് ഗ്ലാസ് സ്കിൻ, നമുക്ക് ആ കീസുകൾ തന്നെ കിട്ടും, നമ്മൾ വേറെ പ്രോഡക്റ്റ് തിരക്കി പോകണ്ട. അപ്പൊ അവിടെ ഇങ്ങനെ നല്ല സ്കിൻ, നല്ല നല്ലൊരു സ്ട്രോങ് ആയിട്ട്, ശരിക്കും നമ്മൾ കൊളാജൻ എന്ന് പറഞ്ഞൊരു പ്രോട്ടീൻ കേട്ടിട്ടുണ്ട്. സ്കിന്നിന് നല്ലൊരു ഫംഗ്ഷനിങ്, നല്ലൊരു നല്ല സ്ട്രോങ് ആയിട്ട് നിർത്തുന്ന കൊളാജൻ പ്രോട്ടീൻ. അതുകൂടാതെ തന്നെ ഇലാസ്റ്റിൻ. ഈ കൊളാജനും ഇലാസ്റ്റിനും ഒക്കെ പ്രോട്ടീൻ ഉള്ളതുകൊണ്ടാണ് നന്നായിട്ട് ഇങ്ങനെ ചുളുങ്ങാതെ കുറച്ച് നല്ല സ്ട്രോങ് ആയിട്ട് ഫേസ് നന്നായിട്ട് കളറൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നത് കൊളാജന്റെ ഇലാസ്റ്റിസിന്റെ ഒക്കെ ഫംഗ്ഷനാണ്. അപ്പൊ ഈ കൊളാജനും ഇലാസ്റ്റിനും ഒക്കെ നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്യിപ്പിക്കാൻ, അതിനൊന്ന് ആക്ടിവേറ്റ് ആക്കാൻ ഗാമറെസ്ട്രോളിന് പറ്റും. അപ്പൊ നമുക്ക് ഇവിടെ ആരോഗ്യം മാത്രമല്ല, കഴിച്ചാൽ നമുക്ക് സൗന്ദര്യം ഉണ്ടാവും. പിന്നെന്താ വേണ്ട, ആരോഗ്യമായി, സൗന്ദര്യമായി, പിന്നെ അത് വെക്കുമ്പോൾ നമുക്ക് ക്യാഷ് ആയി, പിന്നെ നമുക്കിനിയിപ്പോ ടൂർ ആവും. അതും കൂടെ ഒക്കെ ആകുമ്പോൾ നമ്മളൊരു കംപ്ലീറ്റ് ആവും. നെക്സ്റ്റ് ഹെൽപ്സ് പേഷ്യന്റ് ഹൈപ്പർ ടെൻഷൻ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഹൈപ്പർ ടെൻഷൻ അല്ലേ, ബി പി കൂടുന്ന അവസ്ഥയാണ്.
അപ്പൊ ഹൈപ്പർ ടെൻഷൻ എങ്ങനെയാണ് അതിനെ മാറ്റുന്നതെന്നൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു. ഡീറ്റെയിൽസ് വീണ്ടും പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, ഡീറ്റെയിൽസ് പറഞ്ഞതാണ്. ഇനി മസിൽ ഡെവലപ്മെന്റ്. നമ്മുടെ ബോഡിയിൽ ഒരു പർട്ടിക്കുലർ ഏജ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മുടെ ഈ കൈയുടെ വിടുന്ന് അല്ലെങ്കിൽ ചില ബോഡി പാർട്സ് ഒക്കെ മസിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കും. എന്ന് വെച്ചാൽ അതിന്റെ ബോർഡിന്ന് വിട്ടിട്ട് അതിങ്ങനെ സോഫ്റ്റ് ആയിട്ട് തൂങ്ങി കിടക്കുന്ന പോലെ വരും. കയ്യിലെ ഈ പോർഷനാണ് സാധാരണ കൂടുതലായിട്ടും ലേഡീസിനാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു അതും കൂടുതൽ തന്നെ വരിക. അപ്പൊ മസിൽ ഡെവലപ്മെന്റ്, ആ മസിൽ ഡെവലപ്മെന്റ് ഹെൽപ്പ് സ്ട്രോങ് ആവാൻ, മസിൽ നല്ല ശരിക്കും പ്രോട്ടീൻ കൊണ്ടാണ് മസിൽ നല്ല സ്ട്രോങ് ആക്കി വെക്കാൻ ഒരു ഫങ്ഷൻ ഗാമറസിനുണ്ട്. അപ്പോൾ വീക്കായ മസിലാണെങ്കിൽ നമുക്ക് എല്ലുമായിട്ടൊക്കെ വിട്ടു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കുറച്ച് ഓവർ ഏജ് ആകുമ്പോൾ നമ്മൾ കാണാറുണ്ട്. അല്ലാതെ തന്നെ ചിലത് നമ്മൾ കാണാൻ പറ്റും, മസിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കും, ബോണായിട്ട് ഒരു കണക്ഷൻ ഇല്ലാത്തതായിട്ട് നമുക്ക് തന്നെ തോന്നും. അപ്പൊ നന്നായിട്ട് മസിൽ ബോണിനോട് അറ്റാച്ച് ചെയ്തിരുന്നാല് നമുക്ക് സ്ട്രോങ് ആയിട്ട് നമുക്ക് നമ്മുടെ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും. അപ്പൊ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു മസ്കുലാർ സിസ്റ്റം, പേശി വ്യവസ്ഥ ഉണ്ടാവാൻ സഹായിക്കും. അപ്പൊ ഇവിടെ മസിലായി, അവിടെ ഓസ്റ്റിയോപോറോസിസ്, അതായത് എല്ല് പൊടിയാതെ എല്ലിനെ സംരക്ഷിക്കുന്നതായി. അപ്പൊ ലിവർ ആയാലും എല്ലായാലും, ഇനിയിപ്പോ തൈറോയിഡ് ആയാലും ഷുഗർ ആയാലും ഇനി അൾസർ ആയാലും അകത്ത് നീർക്കെട്ടായാലും കൊളസ്ട്രോൾ വന്നാലും മെനോപാസ് സ്റ്റേജ് ആണെങ്കിലും ഹൈപ്പർ ടെൻഷൻ ആയാലും ന്യൂറോ പ്രൊട്ടക്റ്റീവായിട്ടൊക്കെ ഒരുപാട് ഫംഗ്ഷനാണ് ഗാമറസിന്. നിങ്ങൾ ആ വിലയും നിങ്ങളൊന്ന് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണം. ഇത്രയൊക്കെ വില കൊടുത്ത് വാങ്ങുമ്പോൾ അല്ല എന്ന് വെച്ചാൽ ഇത്രയും ഒക്കെ എന്ന് വെച്ചാൽ കൂടുതലെന്നല്ല ഉദ്ദേശിച്ചത്, ഇത്രയും വില കുറച്ച് ഇത്രയും നല്ലൊരു പ്രോഡക്റ്റ് നമുക്ക് വേറെ കിട്ടാനുണ്ട്. അത് നമ്മൾ കമ്പാരിസൺ സ്ലൈഡ് ആദ്യം കാണിച്ചതാണ്. ഇനി അതൊരു ഡോക്ടറെ കോട്ട, ഒരു ഓസ്ലർ സിനിമ നിങ്ങൾ കണ്ടതാണ് കേട്ടോ, ഞാനും കണ്ടതാ ഓസ്ലർ. ഒരു അന്ന് ഓസ്ലർ ഇങ്ങനെയൊന്നും എനിക്കറിയില്ല, ഓസ്ലർ സിനിമ ഞാനും കണ്ടു. സർ വില്യം ഓസ്ലർ ഫേമസ്ലി കോട്ട്, ഒരു കോട്ടാണ്, ദ പേഴ്സൺ ഹു ടേക്സ് മെഡിസിൻ മസ്റ്റ് റിക്കവർ ട്വൈസ്. ഒരു ആള് മെഡിസിൻ എടുക്കുമ്പോൾ രണ്ട് റിക്കവറി അവിടെ ഉണ്ട്, ഒന്ന് ഫ്രം ഡിസീസ് ആൻഡ് വൺസ് ഫ്രം മെഡിസിൻ. അത് ഒരു ഡോക്ടർ കോട്ട് തന്നേ ഉള്ളൂ കേട്ടോ, അതിലല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് വലിയതായിട്ടൊന്നുമില്ല. ഇനി ഹൗ ടു യൂസ് ഇറ്റ്. നമ്മൾ ഇത്രയൊക്കെ കേട്ടിട്ട് ഇന്നിപ്പോ ഇത്രയൊക്കെ കേട്ടു, നമ്മൾ കുറച്ചൊക്കെ നമ്മളെ മനസ്സിൽ നിന്ന് കാണും, നാളെ ആകുമ്പോൾ കുറച്ച് കാണും, മറ്റന്നാളാകുമ്പോൾ കുറച്ച് കാണും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സല്ലേ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളിപ്പോ ഇതെല്ലാം കേട്ടാലും ഇല്ലെങ്കിലും നമ്മൾ ഓർത്താലും ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാവണം. ഇന്നിപ്പോ നമ്മൾ ഷുഗറിന് എന്തിനാണ് നമ്മൾ ഷുഗറിന് കഴിക്കുന്നത് ചിലപ്പോൾ നമുക്ക് മറന്നു പോകും. അപ്പൊ നിങ്ങൾക്ക് മൊബൈലൊക്കെ സെർച്ച് ചെയ്തൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും, പ്രോഡക്റ്റ് അല്ലാതെയൊക്കെ നിങ്ങൾക്ക് നോക്കി വീഡിയോസിലൊക്കെ കിട്ടും. അപ്പൊ ഓരോ ക്യാപ്സ്യൂൾ ഇത് 150 mg ആണ്. നോർമലി ഒരു ബോഡിക്ക് 300 mg വേണമെന്നാണ്. അപ്പോ ഒരെണ്ണം മാത്രം കഴിക്കുന്നവരുണ്ടാവും, രണ്ട് കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിലിപ്പോ ഒരു ക്യാപ്സ്യൂള് 150 mg ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ്, ആസ് ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് അങ്ങനെ വേണ്ട, ഇതൊന്നും വരില്ല, ഞാനിത് എല്ലാത്തിലും ഓക്കെയാണ്, എനിക്ക് ഷുഗറും ഇല്ല പ്രഷറും ഇല്ല ബോണും ഒക്കെ ശരിയാണ്, എനിക്ക് സ്ട്രെസ്സും ഇല്ല, ഒരു സംഭവം ഇല്ല, ഞാൻ ഫുള്ളി പെർഫെക്റ്റ് ആണ് എന്ന് നിങ്ങൾക്ക് 100% വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കഴിച്ചു. പക്ഷെ അങ്ങനെയുള്ള മനുഷ്യരുണ്ടോന്ന് എനിക്കറിയില്ല കേട്ടോ, ആരെങ്കിലൊക്കെ ഉണ്ടാവും. അപ്പൊ നെക്സ്റ്റ് ഒരു ക്യാപ്സുൾ കഴിച്ചിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ PVMF അതിന്റെ കൂടെ അതിന്റെ കൂടെ ഒരു ജി ഗാമോറസ് അതിന്റെ കൂടെ നമ്മൾ ചേർത്ത്, അപ്പോൾ അതാണ് ആ ഉദ്ദേശിക്കുന്നത്. ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് മുമ്പ് കഴിക്കും, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. പിന്നെ അതിന്റെ സെക്കൻഡ് ഡോസ് ആയിട്ട് നമ്മൾ ഒരു 150 mg നമ്മൾ ഡിന്നർ കഴിക്കാൻ മുമ്പ് കഴിക്കുന്നു, പിന്നെ ഡിന്നർ കഴിക്കുന്നു. ഡിന്നർ കഴിക്കുമ്പോൾ അവിടെ ഒരു സ്പൂണും ഫോർക്കും ഒക്കെ ഉള്ളു കേട്ടോ, നമ്മൾ ഒരുപാട് ഭയങ്കര ക്വാണ്ടിറ്റി ഒന്നും അവിടെ കാണിച്ചില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഇതില് ചെയ്യാം. നെക്സ്റ്റ്, ഗെറ്റ് മോർ ഇൻഫർമേഷൻ ഓൺ, സമയം കൂടുതലായതോ, ഗെറ്റ് മോർ ഇൻഫർമേഷൻ ഓൺ ഗാമ ഒറൈസിനോള്. നമുക്ക് കൂടുതൽ ഇൻഫർമേഷൻ വേണമെങ്കിൽ, എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ, എന്തെങ്കിലും അതിന്റെ ഒരു പ്രൂഫ് വേണമെങ്കിൽ കൊടുത്ത് എന്തെങ്കിലുമൊക്കെ ഇതാണെന്നുള്ള ഒരു ഇൻഫർമേഷൻ, എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്ന് ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിലുള്ള നമ്പറാണിത്. 8847312706. ആ നമ്പറിൽ നിങ്ങൾക്ക് ഇൻഫർമേഷൻ ഇതിനകത്തുനിന്ന് കിട്ടും വിളിക്കുമ്പോൾ. ഇപ്പൊ ഹിന്ദി ആയാലും ഇംഗ്ലീഷ് ആയാലും ഒക്കെ നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു എന്തെങ്കിലും ആവശ്യം വന്നാലും നമുക്കത് കോൾ ചെയ്യാനാണ് നമ്പർ. പിന്നെ നെക്സ്റ്റ്, ഗാമറസിനോൾ അല്ല, നമ്മുടെ രണ്ട് ഫേവറേറ്റ് ലീഡേഴ്സിന്റെ ഫോട്ടോയാണ്. ഇനിയിപ്പോ ഇത് അറിയാത്ത ആരും ഉണ്ടാവില്ല. ഫസ്റ്റ് ഇരിക്കുന്ന സുജിത് സാറും സെക്കൻഡ് ഇരിക്കുന്ന മൂർത്തി സാറ്, രണ്ടുപേര്. അപ്പോ ഇതിലെ ഒരു ടാർഗറ്റ് ഇതിന്റെ ഒരു സ്ലൈഡാണ് കേട്ടോ. അപ്പൊ ഇതില് ഒരു സന്തോഷ വാർത്ത എന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ പറഞ്ഞത് സെപ്റ്റംബർ വരെയാണ് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ എന്തോ നമ്മുടെ ഒരു ഭാഗ്യം, ഇവരുടെയൊക്കെ ഒരു പ്രസൻസില് അതിന്റെ ഒരു റെക്കമെൻഡേഷനൊക്കെ ആണെന്ന് തോന്നുന്നു, അത് ഒക്ടോബർ വരെ നമുക്ക് നീട്ടി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഇവിടുത്തെ ടീമിലും കുഞ്ഞു ടീമിലും ഒക്കെ ഞാനും ഒക്കെ പറഞ്ഞിരുന്നു,
ഞാൻ അന്ന് പറഞ്ഞ നമ്മള് ഒരു ടൂർ പ്രോഗ്രാം ശരിക്കും പറയുമ്പോൾ നമുക്ക് ഒരു ദിവസത്തെ അവിടെ ഒരു ദിവസമേ ഉള്ളെങ്കിലും നമ്മൾ ട്രെയിനാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഫ്ലൈറ്റ് ഒക്കെ നല്ലതാണ്, പക്ഷെ നമ്മൾ എല്ലാവരും കൂടെ നമ്മൾ ഫ്ലൈറ്റ് ചിലപ്പോൾ പോകുകയാണ് ഗ്രൗണ്ടാണ്. അപ്പോൾ കൂടുതൽ സൗകര്യം ട്രെയിൻ തന്നെ ആയിരിക്കും മാക്സിമം ആളുകൾ. അപ്പോൾ ഒരു ട്രെയിനിൽ നമ്മളിപ്പോൾ ഒരു 10 പേര് അല്ലെങ്കിൽ 20 പേര് 30 പേര് 40 പേര് അല്ലെങ്കിൽ 50 പേര് 100 പേർക്ക് ഒരു കമ്പാർട്ട്മെന്റ് ഒക്കെ ബുക്ക് ചെയ്ത് അടിപൊളിയായിട്ട് ഗാമയുടെ ടൂർ പോകണമെന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഒറ്റയ്ക്ക് ഒരു ഫാമിലി 2 ഫാമിലി അല്ല, നമ്മൾ ഒത്തിരി പേരുണ്ടാവും. അപ്പൊ അങ്ങനെ 100 പീസ് നമ്മൾ വിറ്റാല് നമ്മൾ സെയിൽ ചെയ്താല് നമുക്കൊരു ഫാക്ടറി വിസിറ്റ്, അതിന്റെ കൂടെ ഒരു 1 നൈറ്റ് സ്റ്റേ ഒക്കെ ഉണ്ട്, ഗാല ഡിന്നർ, പിന്നെ എന്റർടൈൻമെന്റ്, നമുക്ക് പാട്ട് പാടാം, നാടൻ പാട്ട് അല്ലാത്ത പാട്ടൊക്കെ ഉണ്ടാവും. അപ്പോ നാടൻ പാട്ടൊക്കെ പറയുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ ഷൈൻ ബാബു സാറിനാണ് ആദ്യം ഓർമ്മ വരുന്നത്. അപ്പൊ അങ്ങനെ നല്ല പാട്ട്, നല്ലൊരു എന്റർടൈൻമെന്റ് അവിടെ. അപ്പൊ അതിന്റെ കൂടെ നമ്മളിപ്പോ 100 പീസ് അല്ല, നമുക്ക് ഒരു 150 പീസ് വിറ്റാല് കപ്പിൾ എൻട്രി ആയി. ഇപ്പൊ 150 പീസ് വിറ്റാല് കപ്പിൾ എൻട്രി അല്ല, അത് 3 പേരാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ പോകാന്നുള്ളത് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവന്ന് ഇപ്പൊ അങ്ങനെ. അപ്പൊ ഒക്ടോബറും കൂടെ നമുക്ക് സമയം കിട്ടി. അപ്പൊ ഒക്ടോബർ സമയം കൂടെ ഉണ്ട്, നമുക്കൊരു 100 പീസ്. പിന്നെ ഇപ്പൊ ഹസ്ബൻഡിനെ കൊണ്ടുപോകണ്ടെന്നൊക്കെ വൈഫ് മാത്രം പോകും, വൈഫിന് വേണ്ടാന്നാണെങ്കിൽ ഹസ്ബൻഡ് മാത്രം പോയിക്കും, എന്തായാലും 100 പീസ് വിൽക്കാമല്ലോ. അപ്പൊ 150 നമുക്ക് അങ്ങനെ 3 പേരെ കൊണ്ടുപോകാം. എന്റെ ടീമിൽ എനിക്ക് ഏറ്റവും സന്തോഷം, എന്റെ ടീം എന്ന് വെച്ചാൽ ഞാൻ ഇവിടുത്തെ കാര്യം പറഞ്ഞതാണ്, മറ്റുള്ളിടത്തൊക്കെ ഉണ്ടാവും ഞാൻ അറിഞ്ഞതല്ല. അപ്പൊ ഈ റീസെന്റ് ആയിട്ട് ഇവിടെ തന്നെ ട്രിവാൻഡ്രത്ത് തന്നെ സിന്ധു മാഡം ഇപ്പൊ പ്ലാറ്റിനം ആണ്. മാഡം 190 പീസ് വിറ്റിട്ടാണ് ബില്ലടിച്ചിട്ടാണ്, വീട്ടിൽ വെച്ചിട്ടല്ല, സെയിൽ ചെയ്ത് ബില്ലടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ടൂർ പോകാൻ റെഡിയായി. ശരിക്കും ഹസ്ബൻഡ് വൈഫ് 2 മക്കളാണ്. എനിക്കൊന്നും അവർക്ക് പറ്റി ചിലപ്പോൾ ഒരാളെ കൂടെ കൊണ്ടുപോകാൻ പറ്റുമായിരിക്കും, അങ്ങനെ 5 പേരൊക്കെ കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരുപാട് നമ്മളിപ്പോ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ടൂറിന് വേണ്ടി എനിക്കൊക്കെ അനുഭവമുണ്ട്. ഞാനൊക്കെ വീട്ടിൽ, എന്റെ അച്ഛൻ ഗൾഫ് എംപ്ലോയി ആയിരുന്നു. അച്ഛനത്തെ ഒരു ടൂർ വെച്ചാൽ അച്ഛൻ വിടൂല, അച്ഛൻ ഭയങ്കര പേടിയാണ്, ടൂർ വിടൂല. എന്ത് വേണമെങ്കിലും കല്യാണം കഴിക്കട്ടെ, കല്യാണം കഴിക്കുന്നതിന് കൊണ്ടോട്ടെ എന്ന് പറയും. ഇപ്പൊ നമുക്കിനറിയാം നമ്മുടെ മക്കൾക്ക് ഏറ്റവും കൂടുതൽ നമ്മളാണ് ഇവിടെ ഉണ്ടല്ലേ, നമ്മളെ കല്യാണം കഴിക്കുന്നതിന് പറയേണ്ട ആവശ്യം നമുക്കില്ല. പക്ഷെ അന്നത്തെ ഒരു അവസ്ഥ അതാണ്. അതുകൊണ്ട് നമ്മളൊരു സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു ടൂർ ഒരു സ്ഥലത്ത്, ഇപ്പൊ കന്യാകുമാരിയൊക്കെ കാണുമ്പോൾ ഞാൻ എത്രയോ വർഷം കഴിഞ്ഞാണ് സ്കൂളിൽ പഠിക്കുമ്പോൾ, കന്യാകുമാരി നമുക്കിവിടെ വളരെ അടുത്താണ്, പക്ഷെ എന്നാൽ പോലും നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആർസിം വന്നിട്ട് നമുക്ക് കിട്ടുന്ന ടൂർ, നമ്മളൊരു എൻജോയ്മെന്റ്. ഇപ്പൊ അവിടെ ഒരു ദിവസമാണെങ്കിൽ, ഒരു നൈറ്റ് സ്റ്റേ ആണെങ്കിൽ പോലും ഡിന്നറും ആ ഹോട്ടൽ ഒരു 4 സ്റ്റാർ ഹോട്ടൽ അക്കോമഡേഷനും എന്റർടൈൻമെന്റും, പിന്നെ അങ്ങോട്ട് ട്രെയിനിലുള്ള ഒരു ട്രിപ്പ്, തിരിച്ചു വരുമ്പോൾ അതിനേക്കാളും നല്ലൊരു ട്രിപ്പ്. അപ്പൊ നമ്മൾ ഒരുപാട് പേര് ഒത്തുകൂടുമ്പോൾ അവിടെ നമ്മൾ ആർസിഎം ഫാമിലി മാത്രമാണ്. അവിടെ ഇപ്പൊ നമ്മൾ വേറെ ഒന്നും നമ്മൾ ചിന്തിക്കാറില്ല, അല്ലേ? നമ്മൾ പല ട്രിപ്പ് നിങ്ങൾ ഒരുമിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു അവസരമാണ് നമുക്ക് മനസ്സിലുള്ള പ്രൊമോട്ട് ചെയ്ത് ഒക്ടോബറും കൂടെ നമുക്ക് കിട്ടിയത്, വളരെ ഒരു ഭാഗ്യം. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇനി നമ്മൾ കാണാൻ പോണത് ട്രെയിനിൽ. ഞാനൊക്കെ ട്രെയിനിലാണ് പോവാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു 8-10 പേര് ഇത് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് ആവാറായിട്ടുണ്ട്. അപ്പോൾ ആൾറെഡി ടിക്കറ്റ് എടുക്കണമെന്ന് ചോദിക്കുമ്പോൾ ടിക്കറ്റ് എടുക്കാൻ നമുക്ക് കറക്റ്റ് ഡേറ്റ് അറിയില്ല, അതുകൊണ്ടാണ്. അപ്പൊ അല്ലെങ്കിൽ ഒരു ടിക്കറ്റ് ഇപ്പൊ എടുത്താൽ അത്രയ്ക്ക് റെഡി ആയിരിക്കുന്ന ആളാണ്. അപ്പൊ ഞങ്ങള് ട്രെയിനിലുണ്ടാവും. ഇത് ഒക്കെ സെയിൽ ചെയ്ത് നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടൊക്കെ പോണേ ഏകദേശം ഒരു ട്രെയിൻ തന്നെ ആയിരിക്കുമല്ലോ. അപ്പൊ നമുക്ക് ഒരുമിച്ച് പോകാൻ പറ്റിയ വളരെ വലിയൊരു സന്തോഷം. അപ്പോ എനിക്ക് തോന്നുന്നു അങ്ങ് ദൂരേക്ക്, അങ്ങ് കോഴിക്കോട്, കണ്ണൂര്, വയനാട് അങ്ങനെയൊക്കെ ഉള്ളവരെ നമുക്ക് ട്രെയിനിൽ കാണാം അന്ന്. അതിന് മുമ്പ് പല മീറ്റിങ്ങിലും കാണാം. അപ്പൊ നല്ലൊരു അവസരം ആവട്ടെ, പ്രോഡക്റ്റ് ഒരുവിധമൊക്കെ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റട്ടെ. ഒരുപാട് സയൻസും നമുക്ക് പറയണ്ട, ഒന്നും വേണ്ട, പക്ഷെ ഒരു പ്രോഡക്റ്റ്, ഇവിടെ ഒരു ട്രെയിനിങ് അതിൽ ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണം. ഇനി പറഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ചിലപ്പോൾ ഉണ്ടാവാം, നിങ്ങളത് കറക്റ്റ് ചെയ്യോ, അല്ലെങ്കിൽ ആരോടും ചോദിച്ച് കറക്റ്റ് ചെയ്യോ, അല്ലെങ്കിൽ തെറ്റാണ് അത് അങ്ങനെ പറഞ്ഞു ചെയ്യോ, എന്തുവേണോ ചെയ്യാം, അതൊന്നും കുഴപ്പമില്ല. എനിക്ക് പറ്റുന്ന കുറച്ച് ഇൻഫർമേഷൻ ആണ് ഞാൻ തന്നത്. ഇതിപ്പോ ഫുള്ളി ഒരു ഗാമയുടെ പ്രസന്റേഷൻ എല്ലാം ആയി എന്നൊന്നും അല്ല. ഇത് ഗാമയെ കുറിച്ച് ഉള്ള ഒരു കുറച്ച് അറിവുകളാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഗൂഗിളിലൊക്കെ റിസർച്ച് ചെയ്താൽ കുറേ കാര്യങ്ങൾക്ക് അഡീഷണൽ കിട്ടും. എന്ന് വെച്ചാൽ എന്തിനു ഉപയോഗിക്കും. ഇപ്പൊ കൊച്ചുകുട്ടികൾ ഇപ്പൊ ശരിക്കും ബിലോ 18 ഏജ് കഴിക്കണ്ട എന്ന് പറയുന്നെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ടിങ്ങിൽ കഴിക്കാമെന്ന് പറയുന്നവരുണ്ട്. പിന്നെ ചെറിയൊരു ഇത് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ഹോർമോണിന്റെ ഒക്കെ ഒരു ഇംബാലൻസ് നടക്കുന്ന ഒരു സ്റ്റേജ് കുട്ടികളാകുമ്പോൾ അങ്ങനെയാണ്, ഹോർമോൺ കറക്റ്റ് അങ്ങോട്ട് സ്റ്റേബിൾ ആവില്ല. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് പറയുന്നില്ല, അതുകൊണ്ട് ദോഷം എന്നുള്ളത് കൊണ്ടല്ല. പക്ഷെ അതുകൊണ്ട് നമ്മളൊരു ഡോക്ടർ, ഇപ്പൊ ന്യൂട്രീഷനിസ്റ്റ് ഒക്കെ പറഞ്ഞ് കഴിക്കാതിരിക്കാം, അതുകൊണ്ടാണ് അങ്ങനെ പറയാം. പിന്നെ പ്രഗ്നന്റ് ലേഡീസ്, ബ്രസ്റ്റ് ഫീഡിങ് മദർ, ഇവർക്ക് വരുമ്പോഴും ഹോർമോണിന്റെ ഒരു ചെറിയൊരു വേരിയേഷൻ അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ അതൊന്നും ഒരു നെഗറ്റീവ് അല്ല, അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റുകളാണ്. എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ മനസ്സിലായെങ്കിൽ എൻ്റെ ഒരു ഭാഗ്യം. എന്തെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ആരോടെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയാൽ അത്രയും നല്ലൊരു കാര്യം. അപ്പോ എന്നെ ഈ ഒരു ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്ത മൂർത്തി സാറ്, എന്താണ് ബിനു സാറിന്റെ ഒരു ഇതില് പലപ്പോഴും എന്നോട് പറഞ്ഞെങ്കിലും ഞാൻ അങ്ങനെ ഇനി വരില്ലായിരുന്നു.
പക്ഷെ ഇന്നങ്ങനെ പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു അവസരമാണിത്. അപ്പൊ എത്രത്തോളം അത് ഫ്രൂട്ട്ഫുൾ ആയി, നന്നായി, നിങ്ങൾക്ക് എത്ര ഉപയോഗം ഉണ്ടായി എന്നൊന്നും എനിക്കറിയില്ല. കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അത്യാവശ്യം കുറച്ച് പോയിന്റ്സ് നോട്ട് ചെയ്യുക. ഇനിയും നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റും, അവരൊക്കെ റെഫർ ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ. എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു JRCM, താങ്ക് യു. എല്ലാ ലീഡേഴ്സിനും എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് സെയിൽ ചെയ്യാൻ പറ്റട്ടെ. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ടൂറൊക്കെ പോകണം, അടിച്ച് പൊളിച്ച് തിരിച്ചു വരണം, അങ്ങോട്ട് പോകണം. അപ്പോൾ നിഷ മാം, ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു അവസരം തന്നതിന് എല്ലാവരോടും. താങ്ക് യു JRCM, താങ്ക് യു. ഒരു നല്ലൊരു സക്സസ് ഉണ്ടാവട്ടെ. ഗാവറസ് ഒരുപാട് പ്രൊമോട്ട് ചെയ്യാൻ പറ്റട്ടെ, ടീമിൽ ഒരുപാട് പ്രൊമോട്ട് ചെയ്യാനും ഒരുപാട് രക്ഷപ്പെടുത്താനും ഒക്കെ പറ്റട്ടെ. ഈ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ളവരായിരിക്കും നമ്മൾ കാണുന്ന പലരും, നമുക്ക് അറിയാത്തതുകൊണ്ടാണ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നം ആളുകൾക്ക് ഉണ്ടാവും. നമ്മൾ ഇത്രയും പറയുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു പ്രശ്നം അവർക്ക് ഉണ്ടാവും. ഓക്കെ, താങ്ക് യു.